നാനും വിന്യാസകളും. Hi guys, I am back. ഒന്ന് രണ്ട് കമൻസിന് കൃത്യമായ മറുപടി തരിക. ഞാൻ ടൈപ്പ് ചെയ്ത് മടുത്തത് കൊണ്ടാണ് ഈ കമൻസ് ഞാൻ സ്പെസിഫിക്കലി എടുത്തു വയ്ക്കുന്നത്. നിങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത്? വളരെ റെലവൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ. ആ റെലവൻസിന് ഞാൻ റെലവൻ്റ് ആയിട്ടൊരു മറുപടി. ഞാൻ റോഡിൽ പോകുന്ന ആളുകളെ നോക്കി തെറി വിളിക്കാറില്ല. ഒരാൾ എന്നെ തെറി വിളിച്ചാൽ അയാളെ ഞാൻ തെറിയേ വിളിക്കുള്ളൂ. ഒരാൾ എന്നെ നോക്കി പൂച്ചീച്ച് വർത്താനം പറഞ്ഞാൽ ഞാൻ തിരിച്ച് അവനെ നോക്കി പൂച്ചീച്ചേ വർത്താനം പറയുള്ളൂ. ആ ഒരു കമന്റ് നിരോധിച്ചിരിക്കുന്നു. എന്ത്? നിങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എല്ലാവരും തെറി വിളിക്കുന്നത്? നിങ്ങളെ ആര് തെറി വിളിക്കുന്നോ അവരെ എല്ലാവരെയും ഞാൻ തെറി വിളിച്ചിരിക്കുന്നു. തെറിയേ വിളിക്കുള്ളൂ. മനസ്സിലായ? സ്വഭാവ സർട്ടിഫിക്കറ്റ് ഷെബീനാക്ക് വേണ്ട. അത് മടക്കി ഗോണാത്തിൽ വെച്ചുകൊള്ളുക. ഷെബീനാക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റുമായിട്ട് ഇങ്ങോട്ടാരും തള്ളണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 1. ആ ക്വസ്റ്റ്യൻ നമ്പറിന് ഞാൻ മറുപടി തന്നിരിക്കുന്നു. സെക്കൻഡ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും അധികം വരുന്നത്, വേറെ പണിയൊന്നുമില്ലേ? നിന്റെയൊക്കെ ഉമ്മാടെ മാപ്പിളമാരാണോ എൻ്റെ വീട്ടിലെ പണി നടത്തുന്നത്? ജനിച്ച് ചോറ് വെക്കണം, കറി വെക്കണം, മലക്കറി വാങ്ങിക്കണം, മീൻ വാങ്ങിക്കണം, വീട്ടിൽ ചോറും കറി ഉണ്ടാക്കണം, കൊച്ചുങ്ങളുടെ കാര്യം നോക്കണം, കുട്ടീനെ പഠിപ്പിക്കണം, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ നിന്റെയൊക്കെ ഫാദർ ലോയാണോ വന്ന് ചെയ്തു തരുന്നത്? അല്ലല്ലോ, ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. ആ രണ്ടാമത്തെ ചോദ്യവും ഞാൻ നിരോധിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം എന്താ? എരുമ മോറി, പശു മോറി, മറ്റേ മോറി, മറിച്ച മോറി, പൊന്നു പിണ്ണാക്കുകളെ, പൊന്നു കൊടം മോരുകളെ, കൊഞ്ഞു മൈലാഞ്ചി മക്കളെ, ഈ ചോദ്യം ചോദിക്കുന്നവന്മാരോടാണ്. ഈ ചോദ്യം വന്ന് പറയുന്ന എഴുതിയിടുന്നവന്മാരാണ്. ഞാൻ തക്കാളി എന്നും KUNN എന്നും പറഞ്ഞേ മറുപടി തരുള്ളൂ. ഇത് തെറി വിളിക്കുന്ന ചാനൽ തന്നെയാണ്, തർക്കിക്കണ്ട. ഇത് തെറി വിളി ചാനൽ തന്നെയാണ്. അങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ല? ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് റേഷൻ കടയിൽ കൊടുത്താൽ അവിടുന്ന് റേഷൻ അരി കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തെറിത്തോത്തെന്ന് വിളിച്ചോ. ഐ ലൈക്ക് ഇറ്റ്. വിളിച്ചോ. ഇപ്പം ഞാൻ മറുപടി ഈ 3 എണ്ണത്തിനാണ് ഇപ്പോൾ തൽക്കാലം. ഇനിയിപ്പോൾ ഓർമ്മ വരികയാണെങ്കിൽ, ഗ്രാജുവലി കമൻറ്റ്സ് വരികയാണെങ്കിൽ അതിനുള്ള മറുപടി അപ്പം തരും. ഇന്നത്തോടെ നിങ്ങളുടെ ആ അളിഞ്ഞ കമൻറ്റിനുള്ള മറുപടി ഞാൻ നിർത്തി വെക്കുകയാണ്. ഇനി ഞാൻ അതിനകത്ത് ഈ ചോദ്യം ചോദിക്കുന്നവരെ റിമൂവ് ഫ്രം ചാനൽ എന്ന ഓപ്ഷനിൽ ഞെക്കി പുറത്തേക്ക് തള്ളിവിടുന്നതായിരിക്കും. എനിക്ക് ഇങ്ങനെയുള്ള കോണാമാരെ വേണ്ട. ഒരേ ചോദ്യം ചോദിക്കുന്നവർക്ക് ഒരേ ചോദ്യത്തിന് മറുപടി കൊടുത്ത് എനിക്ക് എൻ്റെ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ല. മനസ്സിലായത്? അത് ഇങ്ങനെ കാണിച്ചാൽ എന്താണെന്നറിയാം. ഇത് വേറൊരു കോഡാണ്. നടുവിരൽ നമസ്കാരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സിംഗിൾ വിരൽ തന്നെ ഈ ഒരു വിരൽ ഇങ്ങനെ ആരണ്ട പൊക്കി കാണിക്കും. അന്തര തെറിയെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അതേ ചെയ്യുള്ളൂ. വൈ ആം ഡൂയിങ് ദാറ്റ്? വന്നല്ല. ബി ഹാപ്പി വിത്ത് മീ. നിങ്ങൾക്ക് മാന്യമായി വീഡിയോ ചെയ്തൂടെ? എടാ ഫാദർലെസ് ചൈൽഡേ, ഞാൻ മാന്യതയില്ലാതെ തുണി പൊക്കിയിട്ടാണോ അവിടെ ചാനൽ ഉണ്ടാക്കുന്നത്? നിഷാന വ്ളോഗാണോ ഇത്? അഞ്ജിത നായരെ കണക്ക് ചക്ക ചാടി കളിച്ചാണ് അവിടെ നിൽക്കുന്നത്. മാന്യതയ്ക്ക് എന്താടാ കുറവ്? എന്താടാ മാന്യതയ്ക്ക് കുറവ്? കുട്ടി ചിങ്ങങ്ങളാണോ? കുട്ടി എന്ത് ചെയ്യുന്നു? ഇതുവരെ പഠിച്ചത്. Don't repeat the same question again and again, okay? മാന്യത ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും തരാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് വന്നിട്ട് മര്യാദ ഇല്ലാത്ത വർത്തമാനം പറഞ്ഞിട്ട് കൊണയടിച്ചിട്ട് ഷെഫീനെ തിരിച്ച് മര്യാദ പറയണമെന്ന് പറഞ്ഞാൽ സൗകര്യമില്ല. മനസ്സിലായ? അതിനകത്ത് എന്തെങ്കിലും ഇണ്ടാസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ അത് ഫേസ് ചെയ്തോളാം. തെറി, ഇറ്റ്സ് an emotional discharge. When a person try to provoke me, അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളത് എൻ്റെ നീതിയാണ്. ഞാൻ കണ്ടുപിടിച്ച എൻ്റെ നീതിയാണ്. മനസ്സിലായ? ഇന്നൊരു സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ബോധം തന്നെ വന്നത്. ഏതാണെന്നറിയാമോ? മേലെ പറമ്പിൽ ആൺവീട്. ചുമ്മാ പഴയ സിനിമ കാണുക എന്നുള്ളത് എൻ്റെ ഗുൽസിതമാണ്. ആ ഗുൽസിതത്തിൽ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഭാനുമതി എന്നാണ് നമ്മുടെ മീന അമ്മച്ചിയുടെ ക്യാരക്ടർ. ഈ പെണ്ണ് ഗർഭിണിയാവും, ശോഭന. അപ്പം ചെന്നിട്ട് അവളുടെ അപ്പൻ, അതായത് ഭാനുമതിയുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും, ഇനി അവൾ നിങ്ങളെങ്ങാണം പേര് പറയുന്നു. അപ്പുണ്ട് ഒരു ഡയലോഗ്, കഴിവേറിയുടെ മോളെന്ന്. അല്ല,
അത്രയും ഉന്നതി നിൽക്കുന്ന അങ്ങേർക്ക് ആ സിനിമയിൽ കൂടെ ആ ഡയലോഗ് അടിക്കാമെങ്കിൽ ജബീനാക്ക് ഇത്തിരി പോലും തെറിയൊക്കെ അങ്ങോട്ടും തരാം. എന്ത് സാധൂകരണമല്ല, ഞാൻ ഇങ്ങനെ തന്നെ ചൗരി ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. ബി ഹാപ്പി വിത്ത് മീ. എടാ അല്ല എടാ, അതിന് നീ KUNNO KUTHIO കാണിച്ചാലേ എനിക്ക് അറിയാൻ പറ്റൂ. ബി ഹാപ്പി വിത്ത് മീ എന്ന് പറയുന്നത് ഏത് ജെൻഡറാണെന്ന് ഞാൻ എങ്ങനെ അറിയും? എടി എങ്ങനെ അറിയും ഞാൻ? ഇങ്ങോട്ട് തരുന്നതിന് പലിശയും കൂട്ടുപലിശയും ചേർത്ത് കൊടുക്കണം. അത്ര തന്നെ പ്രീത. നമ്മൾ ഇന്ന് വന്നത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേട്ടാവളിയനുണ്ട്. വേട്ടാവളിയും സ്വയം ചിന്തിച്ചിരിക്കുന്നത് ഞാൻ മംഗലശ്ശേരി നീലകണ്ഠനാണ്. വാസ്തവത്തിൽ ഇവൻ ഏതാണെന്ന് അറിയാമോ? വെറും ചവറ് പുറക്കി കുപ്പോളിയാണ്. കുപ്പോളിയായ ഒരുത്തരുന്നോണ്ട് പറയണ FIR ഇടുന്നു. എടാ എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞ ഇന്നലെ ഒരുത്തം വന്നിരുന്നത് ഷിബു തക്കാളി ഇന്നലെ പറഞ്ഞതിൻ്റെ ആദ്യത്തെ ഭാഷ ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഇത് വന്നിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യും. അപ്പോൾ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവനെ ആദ്യം ഞാൻ വിളിക്കുന്നത്, നമ്മളവിടെയൊക്കെ തൊന്നാ വിളിക്കുക. ഷിബു നീ അങ്ങനെ വിളിക്കാൻ പറഞ്ഞില്ലേ? നീ എന്നെ മീശ കയറ്റുമെന്നല്ലേ പറഞ്ഞേ? അല്ല മൂക്കി കയറ്റും, നീ എന്നെ അങ്ങ് വാനിഷാക്കും, നീ എന്നെ കാണാതാക്കും എന്നല്ലേ പറഞ്ഞേ? പറ്റിയില്ലല്ല, ഞാൻ ഇന്നും വന്നേ പറ്റിച്ചേ. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും നിന്നെ വിളിക്കും. നീ എന്നതാ ഇങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞിട്ടാ? പട്ടിയെ വിളിക്കുന്ന അങ്ങനെയാ. നീ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ഇങ്ങോട്ട് പറയുമ്പോഴാണ് പറയുന്നതെന്ന് ആരും മനസ്സിലാക്കത്തില്ല. ചില കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. ഇതൊന്നും അവർക്ക് ഞാൻ ഇന്ന് 2-3 കമന്റ് കണ്ടോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ. ചുമ്മാ ഇരിക്കുന്നവരെ ഞാൻ തെറി വിളിക്കുന്നത്. ഇവിടെ എത്രയും മനുഷ്യർ വരുന്നു, എത്രയും പേര് സംസാരിക്കും. രമേശൊക്കെ ഞാൻ തുടങ്ങിയപ്പോൾ ഉള്ള ആളാണ്. രമേശ് രഞ്ജു ഒക്കെ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉള്ള ആളുകളാണ്. ഞാൻ അവരെ എത്ര തെറി വിളിക്കുന്നു? യു മീൻ പട്ടി? യെസ്. അവൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ പൂട്ടിയിരിക്കും. പൂട്ടിയില്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിച്ചോളാം? അത് മറ്റേ മംഗലശ്ശേരി നീലകണ്ഠൻ സ്വയം പ്രഖ്യാപിക്കുന്ന കുപ്പയോളിയുടെ സഹോദരനെന്ന് അവകാശപ്പെടുന്ന ഈ കുപ്പയോളിയാണ് ചിബു പാലച്ചിറ. പട്ടിക്കുട്ടി ഓക്കെ അല്ലേ? മതിയായില്ലേ? നീ മറ്റേ വായി നോക്കിയിട്ട് പറയണം. എടാ ചടയമംഗലം അല്ലലവാദി, നീ എഴുതി ഉണ്ടാക്കി വെച്ച FIR നീ കൊണ്ട് കൊടുറാ പെറ്റീഷൻ. ഞാൻ നിന്നെ ചലഞ്ച് ചെയ്ത് ചെക്ക്. ഞാൻ 100% നിനക്കെതിരെ കേസ് കൊടുക്കും. തർക്കിക്കേ വേണ്ട. FIR ഇട്ട് നിന്നെ വന്ന് നിന്റെ ലൊക്കേഷനിൽ വന്ന് നിന്നെ പിടിക്കണടം വരെ ജബീന ഒറ്റക്കാലി നിൽക്കുമെന്നുള്ളതിൽ തർക്കിക്കേ വേണ്ട. ഇത് ഞാൻ ഡാം ഷുവറാക്കിയ കാര്യമാണ്. നീ, വിജിരാജ്, അതുൽ, ഒരാളെ ഞാൻ വിടത്തില്ല. എവരിവൺ, ജംഷീർ വിടില്ല. FIR ഇടുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്, എൻ്റെ രീതിയാണ്. ചെയ്തില്ല എങ്കിൽ, കേരള സ്റ്റേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ സെൻട്രലിൽ പോയി ചെയ്യിക്കും. നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. മനസ്സിലായ? നിനക്ക് FIR ഇടാനായിട്ടുള്ള ചെറിയ ടൈം ലിമിറ്റ് അവർ തന്നിട്ടുണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ എനിക്ക് മറുപടി പോലീസ് തന്നാലും തന്നില്ലെങ്കിലും I will make case against you. It's not a small FIR. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ എഴുതി ചേർക്കാൻ പോകുന്ന സാധനം നീ അവിടെ പറഞ്ഞ ആ കൊണപ്പല്ലടാ. പോലീസിന്റെ പേരുപയോഗിച്ച് പോലീസിന്റെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് പബ്ലിക്കിൽ ഒരു സ്ത്രീയെ വിളിച്ച് അവഹേളിച്ചു എന്നുള്ളതാണ് നിനക്കെതിരെയുള്ള കേസ്. അതിനകത്ത് ആൾമാറാട്ടമുണ്ട്. അധികാരവർഗത്തിനെയാണ് നീ ആൾമാറാട്ടം നടത്തിയിട്ടുള്ളത്. നീ ബാക്കിയൊക്കെ വിട്. ചപ്പീനാന്നോ ബീവിന്നോ തെറിത്താത്താന്നോ നീ എന്ത് കുടാപ്പിക്കേഷൻ പറഞ്ഞാലും നീ ആ ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, നിന്നെ അതിനകത്ത് സ്കെച്ച് ഇട്ടു. നീ ഈ സാധനം കംപ്ലീറ്റ് മുക്കിയിട്ടും കാര്യമില്ല. അപ്പൊ നീ പറയണ എന്താണ്? ഞാൻ നീങ്ങിയാൽ നീ കൊടുക്കും. നീയാണ് ആദ്യം കൊടുക്കണം. നീ ചെക്ക്. നീ ഷെബീനയെ മനസ്സിലാക്കിയതിൽ ഭയങ്കര കുഴപ്പമുണ്ടടാ. അതാണ് പ്രശ്നം. ഷെബീന കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. ഇനി എന്ത് നടന്നാലും ഞാൻ കേസ് നിനക്കെതിരെ കൊടുത്തിരിക്കും. നിന്നെ ഞാൻ എലിയെ പൊക്കുന്നണക്ക് പൊക്കുകയും ചെയ്യും. ഒരു തർക്കവും നീ വെക്കണ്ട. കാരണം ഹറാം പറപ്പിന് ഔലും കന്നിയും വെച്ച അലവലാദിയുടെ ആയസ്മൂഞ്ചി തക്കാളി മോനാണ് നീ. മനസ്സിലായില്ലേ? ചായ കുടി കേട്ടു, വെള്ളതാക്കിയത്. പിന്നെ നിനക്ക് എന്നെ വിറ്റേ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ പേരോ തെറിത്താത്താന്ന വെച്ചാലേ നിനക്ക് അന്നം പോവുള്ളൂ. അവിടെയുള്ള ന്യൂക്ലിയേഴ്സ് ഇല്ലേ, ആ ന്യൂക്ലിയേഴ്സിന് പാല് വാങ്ങിച്ചണമെങ്കിൽ പപ്പടി വാങ്ങിച്ചണമെങ്കിൽ ഞാൻ മെനക്കെടണം. എൻ്റെ പേര് വെച്ചാലേ പറ്റുള്ളൂ. അതിൻ്റെ പേരാണ് ഞാൻ തരുന്ന ദയ, ഔദാര്യം, പിച്ച. മൈ പിച്ച, എൻ്റെ പിച്ചയാണ് ഞാൻ നിനക്ക് തരുന്നത്. ആ പിച്ച വാങ്ങി നക്കുക.
തെണ്ടി തിന്നുന്ന നിനക്ക് ഞാൻ ഭിക്ഷയാണ് തരുന്നത്. മനസ്സിലായ? വെയിറ്റ് ചെയ്യാൻ ഞാൻ പോകുന്നില്ല. ഒരു മിനിറ്റ്. പിന്നെ നീ മുഹമ്മദ് നബിയെ വിളിച്ചു, ശബരിമല അയ്യപ്പനെ വിളിച്ചു. ശബരിമല അയ്യപ്പന്റെ കാര്യമായാലും മുഹമ്മദിന്റെ കാര്യമായിരുന്നാലും ഷെഫീന പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ നിന്റെ സാധനം ഉണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി. തർക്കമുണ്ടാ? നവോത്ഥാന നായകൻ, അക്കാലഘട്ടത്തിൽ നവോത്ഥാന നായകനാണ്. തർക്കമുണ്ടാ? അത് ഷെഫീന എവിടെയും പറയും. പക്ഷേ അദ്ദേഹം 13 വിവാഹം കഴിക്കുകയും ആദ്യത്തെ ഭാര്യയുമായി 28 വർഷം ജീവിക്കുകയും തന്നെക്കാൾ 20 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്ത അദ്ദേഹത്തിനെ റോൾ മോഡലാക്കി ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് എൻ്റെ ചോദ്യം. ഉത്തരവുണ്ടോ? മുസ്ലിംസ് പറഞ്ഞാൽ മതി. ഉത്തരവുണ്ടോ? നടക്കൂലാലോ. ഗോത്രീയതയിൽ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് എന്ന് രേഖപ്പെടുത്തിയതാണ് മുഹമ്മദ് നബി. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. ഒരു കാർ ലോണിൽ എടുക്കാത്ത ഒരു മേത്തനെ കാണിക്കാമോ? മുസ്ലിം മതവിഭാഗത്തിലുള്ള ഞാനും കാർ എടുത്തിട്ടുണ്ട്. ഞാൻ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാം മതപ്രകാരം പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും ഹറാമാണ്, മാതൃഭോഗത്തിന് തുല്യമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ നാസർ മദനിയ ഏതാ ഒരുത്തനുണ്ടല്ല, പേരിഞ്ഞ് വായിച്ചില്ല, അതിൽ വേറെ വീഡിയോ ഇട്ടിട്ട് വ്യൂസ് ഒന്നും കയറുന്നില്ല. ഉടനെ വീഡിയോ ഇടും ഷെഫീനയ്ക്കെതിരെ. അവർക്കറിയാം ഇപ്പോൾ റീച്ച് കിട്ടണമെങ്കിൽ ഷെഫീനയുടെ പേര് പറഞ്ഞാലേ പറ്റുന്നു. ഓക്കെ, ഈ നസർ മദനിയ ഏതോ ഒരുത്തുണ്ടല്ലോ, എൻ്റെ റസൂലിനെ പറഞ്ഞവന് പൊട്ടി കരഞ്ഞ ഒരാൾ. നിന്റെ അറിവിലേക്കായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. വളരെ നിസ്സാരമായിട്ടൊരു കാര്യം പറയാം. നിനക്ക് ബോധം വരാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് ബോധം വരുമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ, യുക്തിവാദികൾക്ക് ഇതുപോലുള്ള മതത്തിനെതിരെ പറയുമ്പോൾ ഒരു കേസ് വന്നാൽ അത് പ്രിവിലേജ് എന്ന് വിചാരിക്കുന്നവരാ. ഒരു കേസ് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ വന്നാൽ അത് ഞങ്ങൾക്ക് പ്രിവിലേജാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവിടെ ഞങ്ങൾക്ക് ബോധം ഉണ്ടെന്ന് അവർ പറയാണ്. സെറ്റി ഗോത്രീയതയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ശാസ്ത്രബോധമുള്ള മനുഷ്യരാണ് യുക്തിവാദികൾ എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു കേസ് വന്നാൽ അത് ആഡ് ഓൺ ആണ്. ഞങ്ങൾ അതിനെ ക്ലാപ്പ് ചെയ്ത് സ്വീകരിക്കും. ഓഫ് കോഴ്സ് അറസ്റ്റ് ഉണ്ടാകും, ചിലപ്പോൾ ജയിലുണ്ടാകും, ഒരുപാടൊക്കെ ഉണ്ടാകും. പക്ഷെ തൂക്കിക്കൊല്ലിൽ ഇറക്കി വിട്ടേ പറ്റുള്ളൂ. ഇന്ന് വരെ ഇന്ത്യ രാജ്യത്ത് 295A ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പോലും ഇല്ല. 153A പോലും ചുനാപ്പിക്കേഷൻ ഇതുവരെ ഇല്ല. പക്ഷെ കേസ് ഇടുമ്പോൾ ഈ രണ്ട് സാധനം ഇടുള്ളൂ. ആർട്ടിക്കിളിൽ 295A 153A ഇട്ട് കഴിഞ്ഞാൽ യുക്തിവാദികളായിട്ടുള്ളവർക്കെതിരെയായാലും അല്ലെങ്കിൽ മതസ്പർദ്ധത ഉണ്ടാക്കുന്നവർക്കെതിരെയായാലും കേസെടുക്കാൻ പറ്റും. പക്ഷേ ആർട്ടിക്കിൾ 19 കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചൊരു സാധനം പറയും. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനയിലെ ക്ലൗസ് ഉണ്ട്. ദാറ്റ് ക്ലൗസ് വി വിൽ പ്രൊഡ്യൂസ്. അതിനകത്ത് വേറൊരു സാധ്യതയുണ്ട്. ഓരോ ഇൻഡിവിഡ്വലിനും ഒരു കാരണവശാലും LLB എന്നൊരു സർട്ടിഫിക്കറ്റോ BLLM എന്നോ LLM എന്നോ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. സെൽഫ് മെയ്ഡ് വിമൺ ആണ് ഞാൻ വാദിക്കും എൻ്റെ കേസ്. ഒരു വക്കീലിനെ പോലും ചെവീനെ വയ്ക്കത്തില്ല. ഞാൻ വാദിക്കും എൻ്റെ കേസ്. എൻ്റെ ചോദ്യങ്ങൾക്ക് അവിടെ മറുപടി ഉണ്ടാകണം. എന്നെ ആ ഒരു കേസിൽ അവർ പെടുത്തുമ്പോഴാണ് എനിക്ക് അവരോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. നമ്മുടെ രാജ്യം നിഷ്കർഷിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ കൊച്ചുമക്കളെ ഉപദ്രവിക്കുന്നത് തെറ്റാണോ ശരിയാണോ? കൊച്ചുമക്കളെ പിടിച്ചു വെച്ച് സുന്നത്ത് കല്യാണം ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ? എൻ്റെ ചോദ്യമാണ്. പിന്നെ നിങ്ങൾ ശബരിമലയുടെ കേസ് പറയുന്നു. ശബരിമല കേസിൽ ഷെഫീനെ അല്ല പറഞ്ഞിട്ടുള്ളത്. ഈ നാട്ടിലെ കോടതി ചോദിക്കുമ്പോൾ ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കി കൊടുത്തത് ഈ നാട്ടിലെ സർക്കാരാണ്. അന്നത്തെ സർക്കാർ എഴുതി കൊടുത്ത അഫിഡവിറ്റിൽ അത് ആദിവാസികളുടെ അമ്പലമാണെന്നും അത് മുമ്പ് ബുദ്ധന്റെ വിഹാര കേന്ദ്രമാണെന്നും അവർക്ക് അവകാശപ്പെട്ട അമ്പലമാണെന്നുമാണ് എഴുതി കൊടുത്തത്. കേരളത്തിൽ മാത്രമേ അയ്യപ്പനുള്ളൂ, വേറെ എങ്ങോട്ട് പോയാലും അയ്യപ്പനില്ല. അതും കൂടെ ഓർത്തോണം. ഇനി ദൂത്രായുഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണ്ട. കലിയുഗം വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോഴും 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബി വന്ന ശേഷമാണല്ലോ മുസ്ലിം മതം ഇവിടെ വന്നത്. ബാവരണ്ണങ്ങിയ സുഹൃത്ത. അപ്പൊ ഈ റീസെന്റ്ലി നടന്ന ഒരു കെട്ടുകഥ മാത്രമാണത്. ഏതെങ്കിലും നിങ്ങളുടെ പുരാണങ്ങളിൽ അയ്യപ്പനെ പറ്റി സ്പെസിഫിക്കലി പറയുന്നുണ്ടോ? ഇല്ലാലോ. സം സോർട്ട് ഓഫ് മിത്ത്. അവിടെ ഒരു മനുഷ്യരുടെയും ഈശ്വര വിശ്വാസത്തിനെയോ അയ്യപ്പനെ ഇകഴ്ത്തുകയോ അല്ല ചെയ്തിട്ടുള്ളത്. അമ്പലങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസ പ്രകാരം ഇറച്ചി കഴിച്ചാൽ കുളിച്ചിട്ടേ അമ്പലത്തിൽ പോവാവുള്ളൂ. ദേവീ ക്ഷേത്രമാണെങ്കിൽ 7 അല്ല 12 ദിവസം കഴിയാതെ കയറാനൊക്കത്തില്ല. ഹസ്ബൻഡും വൈഫും റിലേഷൻഷിപ്പ് ഉണ്ടായാൽ പോലും കുളിച്ച ശേഷം അല്ലാതെ അമ്പലത്തിൽ കയറത്തില്ല.
അത് അമ്പലത്തിൽ എഴുതി വെച്ചതല്ല, ഒരു പണ്ഡിതനും പറഞ്ഞു കൊടുക്കുന്നതല്ല. അത് സ്വയമേവേ പെണ്ണുങ്ങൾക്ക് മനസ്സിലായി അവർ ചെയ്യുന്നതാണ്. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഒരു പണ്ഡിതന്മാരും ആ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തതല്ല. അത് ഭർത്താവിന്റെ നന്മയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും. കർവാചോത്ത്, നോർത്ത്, ഇതൊക്കെ പെൺകുട്ടികൾ ചെയ്യുന്നത് ആ കാര്യങ്ങളാണ്. അതൊന്നും ഒരിടത്തും നിർബന്ധപൂർവമായി നിഷ്കർഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളല്ല. ഇതൊക്കെ ഓരോ ചടങ്ങുകൾ, ആചാരങ്ങളായി ഓരോരുത്തർ ചെയ്യുന്നതാണ്. ഒരു അമ്പലത്തിലും ആർത്തവ സമയത്ത് പെണ്ണുങ്ങൾക്ക് ഇവിടെ കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു അമ്പലം അത് അയ്യപ്പ ക്ഷേത്രമാണ്. ബാക്കി ശാസ്താവിന്റെ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. ശാസ്താവാണ് അയ്യപ്പൻ. ആ ക്ഷേത്രങ്ങളിലൊന്നും ഈ റെസ്ട്രിക്ഷൻ ഇല്ല. അത് സ്ത്രീകൾക്കെതിരെയുള്ള മൗലിക അവകാശ ലംഘനമാണ്. അത് മനസ്സിലാകണമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകണം. പള്ളിക്കൂടത്തിൽ പോയാൽ മാത്രം മനസ്സിലാകുന്ന ഒരു സാധനമാണ് ഈ മൗലികമായ അവകാശങ്ങൾ എന്താണ്. ആഹാര സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇതൊന്നും വിലക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾക്ക് നേരെ ഒരു രീതിയിലുള്ള മതത്തിനും യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്ന ഭരണഘടനയുള്ള ഈ രാജ്യത്ത് ഒരു പൗരയായ എനിക്ക് കർശനമായും ആ സാധനത്തിനെ എതിർക്കാൻ പറ്റും. അവിടെ പെണ്ണുങ്ങളെ കയറ്റുന്നുണ്ട്. അതിന് പ്രായവ്യത്യാസം പരിമിതപ്പെടുത്തി എന്ന് വെച്ചാൽ തിട്ടൂരം, തീണ്ടാഴിക, തീണ്ടാ തുണി വിറ്റ് നടക്കുന്ന ഒരു വിഭാഗം ജനത ഒരു സ്പെസിഫിക് സ്ഥലത്തേക്ക് പെണ്ണുങ്ങളെ കയറ്റില്ല എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ ചോദ്യം ചെയ്യും. എങ്ങനെയുള്ള പെണ്ണുങ്ങൾ? തലയിൽ ആള് താമസമുള്ള പെണ്ണുങ്ങൾ. അടിമകൾ ചോദിക്കില്ല. തലയിൽ ആള് താമസമുള്ള പെണ്ണുങ്ങൾ ചോദിക്കും. അതിന്റെ പേരിൽ ലിബി ഹരിക്ക് ആദ്യം അവിടെ കയറാൻ പോയത് ലിബിയാണ്. അവൾക്ക് 8 കേസാണുള്ളത്. അത് അവൾക്ക് പ്രിവിലേജാ. ചോദിച്ചു നോക്ക്. വേണമെങ്കിൽ ഞാൻ പൊന്നമ്പരെ വിളിച്ച് ചോദിച്ചു നോക്ക്. അവൾ പറയാം എനിക്കത് ഗമയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രശ്നത്തിൽ അവൾ പെട്ടിട്ടുമുണ്ട്. ഞാനും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് വന്നാൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു വിഷയത്തിൽ, ഒരു സമരത്തിൽ ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ, ഈ സമരം ചെയ്യുന്നവർ നീ കണ്ടിട്ടില്ല? സമരം ചെയ്യാൻ പോകുമ്പോൾ അടി കൊള്ളും, ഇടി കൊള്ളും, കല്ലേറ് കൊള്ളും, ജയിൽവാസം വരും. ഇങ്ങനെയുള്ള സാധനങ്ങൾ വരില്ല എന്ന് പൂർണ്ണമായി ഉറപ്പ് വന്ന് ഒരിടത്ത് ഒളിച്ചിരുന്ന് കാറിനകത്തും കുപ്പയ്ക്കകത്തും നിന്റെ തള്ളയുടെ ഡാഷിനകത്തും കയറി ഇരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുന്ന കണക്കല്ല വാർഫീൽഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നത്. മനസ്സിലായ? മുറിയണ്ടി തക്കാളികൾ വന്നിട്ട് പോടി കൂടി എന്ന് പറഞ്ഞ തന്തയ്ക്കും തള്ളയ്ക്കും മാത്രമല്ല 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ല ലെവലാദിയും കൂടെ ഞാൻ തെറി വിളിക്കും. വെറുതെ വാങ്ങിച്ചു കെട്ടരുത് കേട്ടാ. മുറിയണ്ടി സ്ഥലം കലിയാക്കാൻ നോക്ക്. എന്തൊക്കെ എഴുതിയിരുന്നു? അതെന്താ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്ന? മീശയൊക്കെ വന്നു. ആഷിത അശ്വിൻ, അത് കറക്റ്റാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് കമൻസ് വായിച്ച് നിങ്ങൾക്ക് കൂടെ ട്രബിൾ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ, സോ ഇത്തരം കേസുകൾ കാണിച്ച് നീ എന്നെ വരട്ടാൻ നിൽക്കണ്ട. പിന്നെ നിന്നെ അന്വേഷിച്ച് ഞാൻ അവിടെ വന്നു എന്നല്ലേ നീ എനിക്കെതിരെ കൊടുക്കാൻ പോകുന്ന കേസ്? എടാ കൊതമോറ, നിന്നെ അന്വേഷിച്ച് അവിടെ വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ എന്നെ അന്വേഷിച്ച് നടക്കണമെന്നും എൻ്റെ ഉമ്മായും കൂടി ഞാൻ ദുബായിൽ പോയത് വ്യഭിചാരത്തിനെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് സാധനം നീ മുക്കിയിട്ട് കാര്യമില്ലടാ. ഞാനത് പൊക്കി സേവ് ചെയ്ത് വെച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാൻ നിന്റെ അടുത്ത് നല്ല 1ാം ക്ലാസ് തറ ഭാഷയിൽ നീ ഇവിടെ വന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞു. നീ വന്നില്ല, നീ ഒളിച്ചു കളിക്കണ്. അപ്പം ഞാൻ നിന്നെ തിരക്കി അവിടെ വന്ന് കണക്കായിപ്പോയടാ. ഞാൻ വന്നടാ, നിന്നെ തല്ലാൻ തന്നെയാണ് വന്നത്. നിന്നെ തല്ലി കൊല്ലാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആടാ ഞാനല്ലേ പറയുന്നത്. ഓടാ ഞാൻ വന്നോടാ, നീ എന്നെ തല്ലി കൊല്ലാനാ വന്നത്. നീ ഇതിനെ ഒളിച്ചു പോയേ? നീ എറണാകുളത്തല്ലേ താമസിക്കുക? നീ അവിടെ ഇല്ലെന്ന് നീ കള്ളം പറഞ്ഞില്ലേ? നീ ഫോൺ വിളിക്കുമ്പോൾ നിനക്ക് അറിയത്തില്ലടാ ഞാൻ ഏത് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേഡിയാണെന്ന്. നീ എന്നെ എത്ര കോള് വിളിച്ചിട്ടുണ്ട്? ഒരു കോള് എൻ്റെ മൊബൈലിൽ നിനക്ക് വന്നിട്ടുണ്ട്. നിനക്ക് ഈ പോയിന്റ് പറഞ്ഞു തന്ന ചെറ്റ ആരാണടാ? എടാ കള്ളനാണടാ അവൻ, ഇബിലീസിന്റെ മാപ്പിളയണത്. അവനൊരു പിണ്ണാക്ക് പറഞ്ഞുകൂടാത്തോണ്ടാണ്. കൊച്ചൊരു കാര്യം ചെയ്യുകട്ടാ, നല്ലൊരു വക്കീലിനെ പോയി കണ്ടിട്ട് പോയിന്റ്സ് ചോദിക്കേ, കൃത്യമായി പറഞ്ഞു തരും. പോയിന്റ്സ് വക്കീലോട് ചോദിക്കുന്നതിന് മുമ്പേ വക്കീലിനോട് പറയണം, സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇപ്പുറത്ത് നിൽക്കുന്നത് ഷെഫീന ബീവിയാണ് എന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടു. അപ്പൊ പുള്ളി പറഞ്ഞു തരും ഇതെന്താണ്, ഇതിന്റെ അറ്റം എന്താണ്, ഇതിനെങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരും. ഞാൻ നിന്നെ എടുക്കൂലെന്ന് വെച്ച് കളഞ്ഞതാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, കൂട്ടക്കുഴി, കൊതം മാറി, കൊതം മോറൻ. ഞാൻ എന്തുകൊണ്ട് എടുത്തെന്നറിയാമോ? ഇന്ന് എനിക്ക് വേറെ സബ്ജക്റ്റിലിടാ. അതുകൊണ്ടാ. ഇന്ന് വേറെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ എടുത്ത് വെച്ച് അലമ്പൂലായിരുന്നു. സത്യമായിട്ടും ഇന്ന് വേറെ സബ്ജക്റ്റ് ഇല്ലാത്തോണ്ടാ. എന്തായാലും നിനക്കിട്ട് 2 തരണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. യു നോ മേ ശാന്തി. ഇവിടെ എന്തോ നടക്കുന്നല്ലോ. ഹായ് ഷെറീന കുട്ടി.
അത് ശരി, നമ്മളിവിടെ ഇന്റർനാഷണൽ കാര്യം പറയുന്നു, ഇവിടെ കമന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ്. ശരി, ആകട്ടെ, നടക്കട്ടെ. കണ്ടിന്യൂ. ഞാൻ മിണ്ടണോ, ഞാൻ നിൽക്കണോ, പോണോ? നോ, ഐ ഡോണ്ട് നോ, ജസ്റ്റ് വാണ്ടഡ്. ആരെ കുറിച്ചാ പറയുന്നത്? സറിയ ലക്ഷ്മി. മംഗലശ്ശേരി നീലകണ്ഠന് സ്വയം അവകാശം നടക്കുന്ന ഒരു കൊതമോറനില്ലേ ഇവിടെ, പിന്നെ ചടയമംഗലത്തുള്ള ഒരു കൊതമോറൻ ജിനു എന്നല്ലേ നിങ്ങളൊക്കെ പറയണത്? അങ്ങനെ ഒരു അലബലാതി പേരാണ്. മറ്റേ ജിനു അല്ല കേട്ടാ, ഞാൻ അയാളാണെന്ന് പറഞ്ഞോളല്ലേ. ആ മനുഷ്യനൊരു പാവം ചെറുക്കനാണ്, പാവം കൊച്ചു ചെറുക്കൻ, പാവമാണ്. ഇതൊരു കൊതമോറൻ, താലിയെല്ലാം കൂർപ്പിച്ച്. കൊതമോറൻ എന്നല്ല പറയേണ്ടത്, വജേനാമോറൻ എന്നാണ് പറയേണ്ടത്. ശരിക്കും അതുപോലെ ഫേസാണ് അവനിക്കുള്ളത്. തള്ളക്ക് വിളിച്ചാൽ കുഴപ്പമില്ല, പെണ്ണമ്പളക്ക് വിളിച്ചാൽ കുഴപ്പമില്ല, മക്കൾക്ക് വിളിച്ചാൽ കുഴപ്പമില്ല. അയ്യോ എന്തൊരു തൊലി കെട്ടിയാന്നറിയാം. എന്നിട്ട് ഫേക്കിൽ വന്നിരുന്നുണ്ട് കക്ക് തള്ളക്ക് വിളി കേട്ടാലും നാണമില്ലാത്ത കുറയണം. ശ്രുതി മേനോ, നമ്മളിപ്പോൾ 3 days ആയി തീരെ മൈൻഡില്ല. ഇവിടെ ഞാൻ തലവോക്കാൻ വയ്യാതെ നടക്കണം. അപ്പോഴാണ് അമ്മയെ ചിരിച്ച് വയ്യാതായി. ശ്രീഷ ടാക്കിംഗ് അബൌട്ട് ജിനോ. അതുൽ, എന്താണ് മോളെ, ഇന്ന് രാത്രി വരാന്ന് പറഞ്ഞ? അതോ അവൻ്റെ ഫേക്കാണാ? എൻ്റെ ചച്ചി ശാന്തിവിള ദിനേശൊന്നുമല്ല. പിന്നെ കുറെ എണ്ണം വന്നിട്ട് എൻ്റെ സൗന്ദര്യത്തിനെ പറ്റി പറയുന്നു. ഹലോ, ആയ കാലത്ത് ഞാൻ സൗന്ദര്യ മത്സരത്തിന് പോയിട്ടില്ല. നീ ഈ വയസ്സാം കാലത്ത് എനിക്ക് തീരെ താല്പര്യമില്ല. തള്ളാക്കിളവി അമ്മച്ചി എന്നുള്ള കേಳಿ നിങ്ങൾ വിളിക്കുന്നത്, ഞാൻ തന്നെ എന്നെ വിളിക്കുന്നത് തള്ളയെന്നാണ്. പിന്നെ അതിനകത്ത് ഇനി കൂടുതലായിട്ട് ഉണ്ടാക്കാനില്ലല്ലോ. ആ വിളികൾ ഇവിടെ എടുക്കുന്നില്ല. പിന്നെ നല്ല 1ാം തരം കാണ്ടാമൃഗ മോറികളാണ് വന്നിരുന്നുകൊണ്ട് എന്നെ പറയണേന്നുള്ള വ്യത്യാസം മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ട് ഏറി വിടൂ എന്നുള്ളത് വേറെ കാര്യം. നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആര് ആണോ അതാണ് ദൈവം. അപ്പോൾ നമ്മൾ തന്നെ അല്ലേ മനുഷ്യൻ, അല്ലേ ദൈവം? അതെന്ത് സുനായാലും ഞാൻ നിന്നെ കളഞ്ഞു. ഷോ ലെഗ് ഫിംഗർ നൾസ് ബേബി. അതെന്ത് തക്കാളിയാണോടാ നീ എഴുതിയിടുന്നേ? നിന്റെ അമ്മയുടെ സാമാനം ഇവിടെ നിന്ന് കാണിക്കണമെന്നാണ് പറയണേ. അണ്ണാക്കിൽ എന്താ നിങ്ങൾക്ക് ആൾവേസ്? അണ്ണാക്കിൽ എന്താ നിങ്ങൾക്ക് ആൾവേസ്? അതുൽ ഷിഫീന് ശുന്ദരി ശിവൻ രഞ്ജു മതി നടത്തടങ്ങ്. ചേച്ചി, ഈ ടോപ്പിക്കൊക്കെ വിട്ടിട്ട് കുറച്ച് എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാമോ? ലൈഫ് സയൻസ് റിലേറ്റഡ്. ഓക്കെ, സയൻസിനെ പറ്റി മോനെ അറിയുള്ളൂ, ഇളയ വാവയ്ക്കാണ് അതിനെപ്പറ്റി കുറേ നോളജ്. അവ ഇടയ്ക്ക് ഒരെണ്ണം ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു, ഞാൻ വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്തേക്കാം. അവൻ നന്നായി അതിനെപ്പറ്റി പറയും. എനിക്ക് സത്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ബേസിക് നോളജ് തന്നെ അവനിൽ നിന്നാണ്. ഇളയ മോനാണ് അതിൻ്റെ ഒരിത്. പ്രശ്നം ഒന്നേ ഉള്ളൂ, അവന് മറ്റേത് മലയാളത്തിൽ അത്ര ഗ്രാഹ്യമില്ല. മറ്റേ ഭാഷയിൽ എന്തൊക്കെ പറയുന്ന കേൾക്കാം. അതിൻ്റെ 2 വീഡിയോ എൻ്റെ ടൈം ലൈനിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. പിന്നെ ജോബ് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയാസ് ആർ ഡെയർ. അത് ഈ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂലെന്നൊന്നും എനിക്കറിയത്തില്ല. ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ ഒന്നിട്ട് ഐഡിയാസ് ആർ ദെയർ. ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാൽ കഴിയണമൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. എവറിത്തിങ് എല്ലാം നമുക്ക് അങ്ങനെ തന്നെയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ റിസ്ക് ഉണ്ട്. ബിസിനസ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിസ്കി ഗെയിം. ഞാൻ വേറൊരു വിഷയം എടുത്തു വെച്ചിരുന്നു, ഹൈലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഇഷ്യൂ. നല്ല സാധനമായിരുന്നു, പക്ഷെ എനിക്ക് എവിടെയോ ഒരു അയണി സ്റ്റഫ് ഫീൽ ചെയ്തു. 126 കോടി രൂപ GST അടയ്ക്കണം എന്നുള്ള ഒരു ടേമിൽ അവർക്ക് അങ്ങനെ ഒരു കേസ് വന്നു. മെയിൻ മീഡിയാസൊക്കെ അത് മുക്കി. ലാസ്റ്റ് ആ ലേഡിയുടെ ഒരു ഇൻ്റർവ്യൂ മറുനാടൻ മലയാളിയിൽ മാത്രം വന്നൊരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് ആ ലേഡി പറയുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഒരു പാച്ചപ്പ് ഇല്ല, മൊത്തത്തിൽ ഒരു ഇത്. പക്ഷെ സിസ്റ്റമൊക്കെ ഓക്കെയാണ്. ഇതേ സെയിം സാധനം ബോച്ചെ ചെയ്യുന്നുണ്ട്. ഇവിടെ ബോച്ചയില്ലേ, അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു? ഇവർക്ക് GST അടയ്ക്കാത്തതിന് GST ഓഫീസേഴ്സ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ദെൻ അവർക്ക് ജാമ്യം കിട്ടുന്നില്ല. GST അടയ്ക്കാത്തതുകൊണ്ട് ജാമ്യം കിട്ടുന്നില്ല. അങ്ങനെ കുറേ കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് മുഴുക്കാതെ അതാണ് എനിക്ക് മറ്റൊരു സബ്ജക്റ്റ് എടുക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ കുറേ പോയി. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാനല്ല, ക്യൂരിയോസിറ്റി കൊണ്ട് അതിൻ്റെ പുറകെ കുറേ അന്വേഷണമായിട്ട് പോയപ്പം അതിൽ ആ പെണ്ണ് പറയുന്ന ഒരു കാര്യം, അവർ സ്വപ്നയുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഗവൺമെൻറ് തലങ്ങളിൽ നിന്ന് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാം. അതിൻ്റെ കൂടെ എനിക്ക് പിടികിട്ടിയ ഒരു കാര്യം പറയാം. രാമചന്ദ്രനെ അറിയാം, അറ്റ്ലസ് രാമചന്ദ്രൻ. പുള്ളിക്കാരൻ ബഹറിനിലോ കുവൈറ്റിലോ കണ്ടായിരുന്നു, എനിക്ക് എവിടെയാണ് ആദ്യമൊന്നും അറിയത്തില്ല. പിന്നെയാണ് പുള്ളി ദുബായിൽ വന്നത്. അവർ എന്താന്ന് പറയാനറിയാം,
നിന്റെ ആവിഷ്കാരം നിന്റെ കാലിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് വരുന്ന കുറച്ച് മൂത്രം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. വാ പൊളിച്ച അണ്ണാക്കിലോട്ട് ഒഴിച്ചു തരാം. വേണോ? കുറച്ച് തരട്ടെ. നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് ഉപ്പുള്ള മൂത്രമാണ്, വേറെ ഒന്നും വേണ്ടത്തില്ല. തരട്ടെ, ആ പളന്ന് വെച്ചാൽ മതി, അങ്ങോട്ട് തരാം. എണീറ്റ് പോവാൻ നിന്റെ അമ്മയുടെ മാപ്പിളയുടെ അടുത്താണ് അടിയിരിക്കുന്ന കാട്ട വരാതി എന്തരച്ചി മോളെ. അടി അടി പന്ന തക്കാളി മോളെ. നിന്റെ കാലിൻ്റെ ഇടയിലാണോ ഓടി ഞാൻ വന്നിരിക്കുന്നത്? എന്തരച്ചി മോളെ അടി. ആർക്കറിയാം? അതായത് രാമചന്ദ്രന് വന്ന കേസ് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ലുലു മുന്നോട്ട് വന്നതിൻ്റെ ഒരു ടൈം നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം പുള്ളി പത്രം വിറ്റു, പിന്നെ ഒരു ഗ്രോസറി തുടങ്ങി, ഗ്രാജുവലി സൂപ്പർ മാർക്കറ്റ് ശൃംഖല വന്നു. അങ്ങനെയാണ് പുള്ളി വന്നത്. സെയിം പാത്തിൽ തന്നെയാണ് രാമചന്ദ്രൻ വന്നിട്ടുള്ളത്. പക്ഷെ പുള്ളിയെ ഫുള്ളി ട്രാപ്ഡ് ആക്കിയതാണ്. അത് ആര് ചെയ്തതെന്ന് അറിയാം? എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം. ഞാൻ അവരുടെ ഒരു സൈൻ ബോർഡ് വർക്ക് ഏറ്റെടുത്തത് ഖലീൽ മാളിൽ ഒരു സൈൻ ബോർഡ് വർക്ക് എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത ടെൻഡർ, ഞാൻ കൊടുത്ത കൊട്ടേഷനേക്കാൾ വളരെ തുക കൂടിയ ഒരു കൊട്ടേഷനാണ് അതിൻ്റെ മാനേജർ അക്സെപ്റ്റ് ചെയ്തത്. അവിടെ തൊട്ടാണ് ഞാനത് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ കൊടുത്തത് ഞാൻ 23,000 ദിർഹംസ് ആണ് ഞാൻ കൊടുത്ത കോട്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായി 32-നാണ് അവരെ കൊട്ടേഷൻ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ എന്താ, സെയിം മെറ്റീരിയൽ, എവറിത്തിങ് സെയിം ആണ്. എനിക്ക് ഹാഫ് കിട്ടും. ഒരു സൈൻ ബോർഡ് ചെയ്തു കൊടുത്താൽ 10,000 രൂപ ഞാൻ ചിലവാക്കി 5,000 രൂപ എനിക്ക് കിട്ടും. ദിർഹംസ് ആണെങ്കിലും എനിക്ക് 5,000 കിട്ടും. അപ്പോൾ അത്രയും പ്രോഫിറ്റാണ് ഞാൻ എടുക്കുന്നത്. ഈ സൈൻ ബോർഡ് വർക്കിൽ പ്രോഫിറ്റ് റേഷ്യോ 50% ആണ്. ടെക്ക്, അതായത് ഈ ഇൻറ്റീരിയറിനൊക്കെ 75% ആണ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പം ഈ ഒരു വിഷയത്തിലാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാമചന്ദ്രനെ പറ്റിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളാണ്. എന്തുകൊണ്ട് പുള്ളിക്ക് സ്റ്റാഫുകളോട് സംസാരിക്കാൻ കഴിയാണ്ട് വന്നതെന്നറിയാമോ? പുള്ളി ആദ്യം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്ന പുള്ളിക്ക് ഈ ലോൺ എടുത്തിട്ടാണ് പുള്ളി ആദ്യം ഒരു സംരംഭം തുടങ്ങുന്നത്. ഗ്രാജുവലി അതിലേക്ക് വന്ന ആൾക്കാരുടെ പേർക്കും ലോൺ എടുത്ത് പുള്ളി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ വർക്കേഴ്സുമായിട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ പറയുന്നതെല്ലാം പുള്ളി തലകുലുക്കി കേൾക്കാൻ തുടങ്ങി. സോ മാനേജ്മെൻറ്റിൽ മിസ്മാനേജ്മെൻ്റ് ഉണ്ടായി. എന്തുകൊണ്ട് 23 എന്ന എൻ്റെ കൊട്ടേഷനെ റിജക്റ്റ് ചെയ്തിട്ട് 32 അക്സെപ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? അവർക്ക് 32ക്ക് ആ കൊട്ടേഷൻ കൊടുത്താൽ മേ ബി 5,000 ദിർഹംസ് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന പർച്ചേസ് മാനേജറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അവർ ഇട്ട് കൊടുക്കും. ബിക്കോസ് എൻ്റെ കാൽക്കുലേഷനിൽ സ്പെസിഫിക് ബോർഡിന് 23,000 ഇല്ല, 12,500 ചിലവാകുള്ളൂ. ബാക്കി 12,500 അവരുടെ പ്രോഫിറ്റ്, 23,000 അവരുടെ എമൗണ്ട് ആയിട്ട് കിട്ടും. ബാക്കി വരുന്ന 72 മീൻസ് 9,000, ബാക്കി 9,000-ൽ 5,000 ഈ പറയുന്ന പൊട്ടന് കൊടുത്താലും അവർക്ക് ആ ജോബ് കിട്ടും. സോ ഇതായിരുന്നു അവിടുത്തെ കളി. ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇല്ലെന്ന് അറിയത്തില്ല, ബിസിനസ്സുകാർക്ക് പിടി കിട്ടുള്ളൂ. അപ്പോഴാണ് ശരിക്കും രാമചന്ദ്രൻ ട്രാപ്പിഡ് ആയത് ഈ സ്റ്റാഫുകളിൽ നിന്നാണ് മനസ്സിലായത്. പിന്നെയാണ് അയാളുടെ ബിസിനസ് സ്ട്രാറ്റജി ഞാൻ നോക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പം നമുക്കവിടെ ഇതുണ്ടല്ലോ, എഴുത്തുകുത്തുകളുണ്ടല്ലോ. അപ്പം നമ്മൾ ദുരയോട് അന്വേഷിച്ചതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച ഭയങ്കര സ്പീഡിലായിരുന്നു. കാരണം കൂടെ നിൽക്കുന്നവരെല്ലാം തന്നെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കും, ലോൺ എടുക്കാൻ പെർമിഷൻ കൊടുക്കും. ഈ ലോണ് വെച്ചും മകൾക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അതിലുള്ള സ്റ്റാഫുകളുടെ ഒക്കെ പേർക്ക് ലോൺ എടുത്തിട്ടാണ് പുള്ളിക്കാരൻ വീണ്ടും പുതിയ സ്ഥാപനങ്ങൾ ഇട്ടിട്ട് പോയി. സോ ആ റീച്ച് ലെവൽ ഉണ്ടല്ലോ, അതിൽ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ദെൻ ഹീ സ്റ്റാർട്ടഡ് ടു മേക്ക് ഫിലിംസ്. അപ്പോൾ പുള്ളി കൈപ്പിടിയിലല്ലാത്ത മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് അസൂയാലുക്കളാണ് അതിലുള്ള കുറച്ച് പേരെ കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുകയും പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളിയെ പെടുത്തിയത്. ഈസി ആയിട്ട് അവർക്ക് അദ്ദേഹത്തിനെ പുറത്തെടുക്കാമായിരുന്നു. പക്ഷെ അവിടെ വർക്ക് ചെയ്തത് 100% എനിക്ക് ഫീൽ ചെയ്തത് അയാളുടെ ജാതിയാണ്. അയാളുടെ മതാടിസ്ഥാനത്തിലാണ് ആ പുള്ളിക്ക് ആ നെഗ്ലിജൻസ് വന്നത്. ലുലു ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് പുള്ളിയെ പുറത്താക്കാൻ. കാരണം ഈ നമ്മൾക്കിടയിൽ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടാവും. ഇപ്പം സൈൻ ബോർഡ് വർക്കിൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നല്ലോ, ഞങ്ങൾ സൈനേജ് ചെയ്യുന്നവർക്കിടയിൽ ഒരു ടീമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് കൂടുതൽ നമ്മളെല്ലാവരും കൊട്ടേഷൻ വെക്കും. അപ്പോൾ ആർക്ക് കിട്ടിയാലും നമുക്കതിൽ ജലസ് തോന്നില്ല, ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ആർക്കെങ്കിലും അധികം ഓവർലോഡ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അസൂയ കുശുമ്പ് ഞങ്ങൾക്കിടെ ഉണ്ടാവില്ല. അത് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയും. അതില്ലാതെ ഈ മനുഷ്യൻ അതിനകത്ത് കിടക്കട്ടെ എന്ന് വെച്ചത് ഈ പറയുന്ന കൂടെയുള്ള അസൂയാലുക്കൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഹൈലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ കേസിലും ദ സെയിം തിങ് ആണ് നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. റിലീജിയൻ അതാണ്, മറ്റത് അങ്ങനെയല്ല. അപ്പം ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വർഗീയത പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ എനിക്ക് മനസ്സിലായെന്ന്
അത് നാം കളയാടെ, ക്യാപ്ഷനൊക്കെ കളയാം. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ വന്ന് പറഞ്ഞാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന കോൺസിക്വൻസ് ഓർത്തിട്ടാണ് ഞാൻ ഇതിനെ കൂടുതൽ സ്റ്റഡി ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തോ സംതിങ് പ്ലേ നടന്നിട്ടുണ്ട്. എയ്തർ 126 കോടി രൂപ അവർക്ക് 1 കോടി എത്രയോ പേര് 1 കോടി സംതിങ് ആൾക്കാർ അവരുടെ വർക്കേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. അവർ ഗവൺമെന്റിനെതിരെ ആക്ഷൻ ഇറങ്ങുമെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. എങ്ങനെയെന്ന് അറിയാമോ? ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നു, ഞാനൊരു വില്ല എടുത്തതിൽ വില്ലയിൽ ചെറിയ പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കെയർ ടേക്കറെ പിടിച്ചകത്താക്കി. അപ്പോൾ എൻ്റെ സ്റ്റാഫുകളായിരുന്ന 8 പേരുടെ പാസ്പോർട്ട് കൊണ്ടുവച്ചിട്ടാണ് ഞാൻ അവരെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സപ്പോർട്ടീവായിട്ട് അവർ അത്രയും പേര് നിന്നിട്ടാണ് പുറത്തു കൊണ്ടുവരാവുന്നത്. വിത്തിൻ വീക്സിൽ ഞാൻ അവരുടെ പാസ്പോർട്ട് റിട്ടേൺ ചെയ്യുകയും ചെയ്തു. സോ ഈ സപ്പോർട്ട് സ്റ്റാഫുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ 1 കോടി വർക്കേഴ്സ് ഉള്ള അവർക്ക് 126 കോടി രൂപ ഉണ്ടാക്കാൻ ആളൊന്നൊക്കെ 200 രൂപ വെച്ച് കൊടുത്താൽ ഒരു എമൗണ്ട് പ്രോഫിറ്റും കിട്ടും, ബാക്കി പൈസ അവർക്ക് സേവിങ്സും ആകും. ശരിയല്ല? ഐ മീൻ 126 കോടി രൂപ കൊടുത്ത് തീർക്കാം. 54 കോടി രൂപ GST വേണ്ടി ഇവർ കെട്ടിയതിന് ശേഷം ബാലൻസ് ക്യാഷിന് ഒരു വർഷത്തെ കാലാവധി കൊടുക്കാമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഹൈലൈറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ ഓണറെ പിടിച്ചിപ്പം ജയിലിലിട്ടിരിക്കുന്നത്. ഇത് വളരെ ലാഗ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് പുള്ളി പുറത്തെടുക്കാൻ പറ്റുന്നില്ലെന്നാണ് പുള്ളിക്കാരത്തി പറയുന്ന ന്യൂസ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, യു റീഡ് ഇറ്റ്. ചിലർക്ക് ദഹിക്കില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന ടേമിൽ ഈ പറയുന്ന വിഭാഗങ്ങളിൽ ഉള്ളവർ പൊങ്ങി വരുന്നതിനെ, ഹു ഡിലീറ്റഡ് മൈ മെസ്സേജ്, മീ ഡിലീറ്റഡ്, ഇതിങ്ങനെ പൊങ്ങി വരുന്നതിനെ എതിർക്കുന്നത് ഇവർക്കിടയിലാണ്. അതായത് ഈ സ്ത്രീ പ്രത്യേകം പറയുന്നുണ്ട്, 4 പേരാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് ശത്രുതയില്ല, ഒന്നുമില്ല. അവർ എന്താ പറയണ പൊതു ഹർജിയായിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. ഇതൊരു ശൃംഖലയാണ്. അതായത് 10,000 രൂപയുടെ ഒരു വൗച്ചർ തരും. ഈ വൗച്ചർ ഉപയോഗിച്ച് സാധനം വാങ്ങിക്കുന്നവർക്ക് എന്തോ ബെനിഫിറ്റ് ഉണ്ടാകുമെന്നും അത് ഓരോ വീട്ടമ്മമാരാണ് അത് ഗൈഡ് ലൈൻ ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്നതിൽ ഇപ്പം ഇവർക്ക് 500 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ ആ 500 രൂപയിൽ 250 രൂപ കമ്പനി എടുക്കും, 250 രൂപ ഈ സാധനം വാങ്ങിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത വീട്ടമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ അത് നല്ലൊരു ടേമിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്, നല്ല ബിസിനസ്സാണ്. അത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള അസൂയാണ്. അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ യൂണിറ്റി ഇല്ലായ്മയാണ് അവരെ ഇങ്ങനെ ഒരു അവതാളത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട്. മറ്റവരങ്ങനെയല്ല, യുണൈറ്റഡ് ആണ്. ഒരു ആക്സിഡന്റ് നടക്കുകയാണ്, ഒരാൾ കിടക്കണു, എന്താ നിന്റെ ജാതി എന്ന് ചോദിച്ചിട്ട് ബ്ലഡ് കൊടുക്കുന്ന ടീമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അതേസമയം ഇവരങ്ങനെയല്ല, അകമഴിഞ്ഞിറങ്ങി നിൽക്കും. അവർക്കില്ലാത്ത ഒരൊറ്റ കാര്യം യൂണിറ്റി ഇല്ലായ്മയാണ്. ഏത് മതമായാലും ഏത് ജാതിയായാലും അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ മറ്റത് അങ്ങനെയല്ല. അപ്പം അതുകൊണ്ടാണ് അത് നീ പറയുന്ന മനസ്സിലാകുമെന്നറിയാം. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. ഷോർട്ട് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഇത്ര ചെറിയ കാര്യമേ ഉള്ളൂ. മറ്റ് മതവിഭാഗത്തിലുള്ളവർ കയറി വരുന്നതിനെ തലവെട്ടിക്കളയാനായിട്ട് നിൽക്കുന്നത് അവരുടെ ഇടയിലുള്ളവർ തന്നെയാണ്. അതിനകത്താണ് ഈ ജാതീയ വർഗീയ വിഭാഗീയത ഉള്ളത് ഡേഞ്ചർ ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ശൃംഖല വളർന്നു വരുമ്പോൾ ഓഫ്കോഴ്സ് അവർക്ക് കിട്ടുന്ന 500 രൂപ നമുക്ക് അസൂയ തോന്നേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ടാലൻറ്റ്, ബ്രില്യൻസിനാണ് അവർക്ക് ആ പൈസ കിട്ടുന്നത്. അതിൽ 250 അവരെടുക്കുന്നുള്ളൂ, ബാക്കി 250 അവർ ഹാൻഡ് ഓവർ ചെയ്യാണ്. സോ ഈ ഇഷ്യൂ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ബോധമില്ലാതെ ആ തള്ള അവിടെ ഇരുന്നിട്ട് ക്രൂക്രാക്ക് എന്ന് പറയുന്നുണ്ട്. ഞാനത് നിങ്ങൾക്കൊന്ന് ആ വീഡിയോ ഒന്ന് കാണിക്കാം. അവർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ സാധനമൊന്നുമല്ല. അങ്ങനെ 51 കോടി അടക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. 51 കോടി കൊണ്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിച്ചോളൂ ഞങ്ങൾക്ക്. ഇതെന്നത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഇതിനകത്ത് ഫസ്റ്റ് കമന്റിൽ ഇട്ടേക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. മറുനാടൻ്റെ ലിങ്കാണ്. മറുനാടൻ്റെ ആയതുകൊണ്ടാണ് ക്രോസ് ചെക്ക് ചെയ്തത്. പക്ഷെ എനിക്ക് മനസ്സിലായത് സംവൺ അവർക്കിട്ട് പണി കൊടുത്തതാണ്. ഒരു എന്താ പറയണേ, സത്യത്തിൽ പറഞ്ഞാൽ തോന്നിവാസമായിപ്പോയി. ഒരാൾ കയറി വരുന്നതിനെ ഇങ്ങനെ അങ്ങോട്ട് താറടിക്കുന്നത് ശരിയായ നടപടിയല്ല. പിന്നെ ആ ലേഡി തനിച്ചായത് കൊണ്ടായിരിക്കാം, പക്ഷെ എനിക്കറിയത്തില്ല. സീരിയസ്ലി ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ന്യൂസ് മറുനാടനല്ല, വേറെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംതിങ് സംവെയർ ഫിഷി. ഇതിനകത്ത് ആ സ്ത്രീ വിചാരിക്കേണ്ടത് ഈ 1.5 കോടി ആൾക്കാർ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്.
ആളോട് 200 വെച്ച് ചോദിക്കാം. വി ക്യാൻ റിട്ടേൺ ബാക്ക്. നോ, ഗ്രാജുവലി ഈ പ്രോജക്റ്റ് നടന്നു പോകും, അവർക്കത് കിട്ടും. ഇപ്പോഴത്തെ പ്രസന്റ് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പോകണം. ഈ ഒരു കാര്യം രാമചന്ദ്രൻ അന്ന് ചെയ്തിരുന്നെങ്കിൽ പുള്ളി അകത്തു പോകില്ലായിരുന്നു. അന്ന് പുള്ളി അകത്തു പോയപ്പം അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്തു? അച്ഛൻ ഇനി പുറത്തിറങ്ങത്തില്ല, പകരം ഇവിടെയുള്ള സർവ്വ അസറ്റും കൊണ്ട് മുങ്ങാന്ന് വെച്ച് പുള്ളി ആ ക്യാഷും കൊണ്ട് മുങ്ങി. മകനാണ് പണി കൊടുത്തത്. മകൻ പണി കൊടുത്തപ്പോൾ സഹമായിട്ട് കൂടെ നിന്നവരും കൂടെ പണി കൊടുത്തു. അവസാനം നമ്മുടെ സുഷമ സ്വരാജ് പുള്ളിക്കാരത്തി ഇടപെട്ടിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. ആ ഭാര്യയാണ് കാട്ടയ്ക്ക് കൂടെ നിന്ന് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു അവർക്ക്, ഒത്തിരി സ്ട്രഗിളിലാണ്. എനിക്കും ആ സമയത്ത് എൻ്റെ അറബി മരിച്ച സമയത്തുള്ള ഒരു ഇഷ്യൂവിൽ എനിക്കും ഒരു കേസ് ഉണ്ടായിരുന്നു എൻ്റെ കമ്പനിയുടെ ഇതായിട്ട്. അപ്പം ഞാനും അങ്ങനെയാണ് ഞാൻ ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ പുള്ളിയുടെ വൈഫ് ചെയ്യുന്നത് കണ്ടതും സുഷമ സ്വരാജ് ഇടപെടുന്നതൊക്കെ അറിഞ്ഞതും. എൻ്റെ കാര്യത്തിനും അവർ കുറേയധികം ഞാൻ അവിടെ ആയിപ്പോയി, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തത് സുഷമ സ്വരാജ് ആയിരുന്നു അന്ന്. വളരെ ഈസി ആയിട്ട് വേഗം തന്നെ എന്നെ നാട്ടിലെത്തിക്കാനുള്ള സപ്പോർട്ട് ചെയ്തത് സുഷമ സ്വരാജ് ആയിരുന്നു അന്ന്. പിന്നെയാണ് പുള്ളിക്കാരത്തി മരണപ്പെട്ടു പോകുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, ഇത്രയധികം സ്ട്രെങ്തനാണ് ഇത്. നിങ്ങൾ പലപ്പോഴും പലരും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് വേണ്ടി ഞാൻ നിന്നു എന്നുള്ളത്. അത് എന്നിലുണ്ടാക്കിയ ഒരു നിരാശാബോധത്തിൽ നിന്നാണ് ഞാൻ അയാൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞത്. അതിൻ്റെ റീസൺ ഈ രാമചന്ദ്രനൊക്കെ തന്നെയാണ്. ഞാൻ കണ്ടതാണ് ഇവറ്റകളുടെ ആ ഒറ്റപ്പെടുത്തൽ, മതാടിസ്ഥാനത്തിലുള്ള ഒറ്റപ്പെടുത്തൽ ഞാൻ വിറ്റ്നസ് ആയ കാര്യമാണ്. ദെൻ ഐ റിയലൈസ് ഈ പറയുന്ന അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ജീവിച്ചിരിക്കില്ല എന്ന നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ, സ്ലോ പോയിസണിങ് കൊന്നുകളയുമെന്ന്. ഇതേപോലൊരു വ്യക്തി സൗദിയിൽ ഇതുപോലെ പിന്നെ മതത്തിനെതിരെ പറഞ്ഞതിന് അയാൾ ആസിഡിലിട്ട് പൊട്ടിച്ച് കളഞ്ഞെന്നാണ് പറയുന്നത്. വൈഫ് അകത്തേക്ക് കയറിപ്പോകുന്ന ഭർത്താവിനെ കണ്ടുള്ളൂ, തിരിച്ച് അയാളെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുത്തൻ അവിടെ അങ്ങനെ ആകരുത് എന്നുള്ളത് അതൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അയാൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും. പക്ഷെ ഞാൻ അതിനകത്ത് എൻ്റെ ഫാമിലിയോ എൻ്റെ ഇതോ ഒന്നും ഞാൻ ആലോചിക്കാതെ അതിനകത്തേക്ക് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആയ റീസൺ എനിക്ക് മനസ്സിലായത് ഹി വിൽ ബി പണിഷ്ഡ് എന്ന് പറഞ്ഞാൽ നോ മോർ ആയിരിക്കാനാണ് ചാൻസ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അത് ആ ഒരു രീതി ഇവർക്കുണ്ട്. അപ്പം അത് എല്ലാവരും ചോദിക്കുന്നതാണ് ഇപ്പം എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ പറയാം. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൽ അവർ ചോദിക്കുന്ന ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, നിങ്ങളിന്ന് ഇരുന്ന് ആലോചിച്ചാൽ ഇത് തീരാവുന്നതേ ഉള്ളൂ, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ കമൻറ്റ് കാണുന്നുണ്ടായിരിക്കും, അതുണ്ടായിരിക്കാം. ശരിയാണ്, നിങ്ങൾ പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു. എൻ്റെ ഉമ്മച്ചിയും പറയാറുണ്ട്, എന്തിന്, ആർക്ക് വേണ്ടിയിട്ട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. ബെനിഫിറ്റ് ഒന്നുമില്ലാതെ, ഒരു രീതിയിലുള്ള റിട്ടേണും ഇല്ല, തെറിവിളികളും ഒറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും മാത്രമായിട്ടും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ എൻ്റെ ഈ കഷ്ടപ്പാടിന് അന്നൊരു വാല്യൂ ഉണ്ടാകും. അത്രേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതെനിക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഈ കല്ലെറിയുന്നവർക്ക് ഞാനിത് പറഞ്ഞത് സാഹചര്യം എന്താണെന്നും എന്തുകൊണ്ട് ഇത് പറയണമെന്നും മനസ്സിലാകും. അപ്പം ഞാൻ മതത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, എക്സ് മുസ്ലിമാന്ന് പറഞ്ഞു, പല രീതിയിലുള്ള അലിഗേഷൻസ് വന്നിരുന്നു. ഇതിനെ ഒന്നും ഞാൻ ഒപ്പോണന്റ് ചെയ്യാനോ അല്ല അങ്ങനെ അല്ല എന്ന് പറയാനോ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മൈൻഡ് ചെയ്യാനേ പോയിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ കമൻ്റ് ഇടുന്ന കമൻറ്റോളികളോടാണ്. ഷെഫീന കോട്ടയത്തുണ്ട്, ഷെഫീനയുടെ ഫോൺ നമ്പറും ഉണ്ട്. ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി, നിന്റെ അമ്മയ്ക്കും മുത്തിക്കും കുടുംബത്തിലെ അങ്ങേ അറ്റത്ത ആളിനും തെറി വിളിക്കാനുള്ള യോഗ്യതയും അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ആളാണ് ഇപ്പുറത്ത്. പക്ഷെ നിനക്കൊക്കെ സ്വന്തം ID പോലും മാറ്റി വെച്ചിട്ട് വേറെ ഫേക്ക് ID വന്നിട്ട് ഇവിടെ കമൻ്റ് ഇടേണ്ടി വരുന്ന ഗതികേട് ഓർക്കുമ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ, സഹതാപം മാത്രം. ഈ പറയുന്ന ഭയങ്കര സംഭവങ്ങളായ നീലകണ്ഠൻ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഈ കൊതമ്മോറന് പോലും എൻ്റെ ഫോട്ടോ വയ്ക്കാൻ ഭയം വരുന്ന ഒരു രീതിയിലേക്ക് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനഫാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ട് ഉണ്ണിമായ ശരിയാണ്, നീ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും കിടന്നു കൊടുക്കുമോ? പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നീ കിടന്നു കൊടുക്കുമോ? അങ്ങനെ നീ ചെയ്യുമായിരിക്കാം, അതുപോലെ എല്ലാവരും ചെയ്യുമെന്ന് നീ കൺസെപ്റ്റ് കൊണ്ടുവരുത് കേട്ടോ ഉണ്ണിമായ ആർ കൃഷ്ണ. ഓക്കെ, മറുപടി തന്നാൽ ഞാൻ നല്ല ആരോ പറഞ്ഞാണെങ്കിൽ, അർജുൻ പറഞ്ഞാണെങ്കിൽ
ഞാനിരുന്ന് പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കണ്ടേ? മേ ബി ദേ ആർ ലിസണിങ് ടു മീ ഇൻ എ വെരി കെയർഫുൾ മാനർ. അവർക്ക് ഡിസ്റ്റർബൻസ് ആകണ്ട എന്നുള്ളത് കൊണ്ട് എടുത്ത് കളയണം. നിന്റെ ഒന്നും അഭിപ്രായം ഇവിടെ എടുക്കുന്നില്ല. കേൾക്കാൻ വന്ന 10 പേർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് പറയുന്നത്. ഓക്കെ, ഇവരുടെ പിന്നെ സുബീന നിസാർ, ഇവരുടെ ആക്ഷൻ കാണുമ്പോൾ തലമണ്ട നോക്കി കൊടുക്കാൻ തോന്നുന്നു. ആരേലും ഇവരെ പിടിച്ച് ഒന്ന് കെട്ടി ഇട്ടിരുന്നെങ്കിൽ ഭൂമിക്ക് ഭാരമാവാനായിട്ട്. ചായ കുടിച്ചപ്പോൾ പോയ ഇതാണ്. മോളെ മുറിയണ്ടിച്ചി, നിന്റെ മാപ്പിള കവയ്ക്കാൻ പറയുമ്പോൾ കവയ്ക്കുകയും കിടക്കാൻ പറയുമ്പോൾ കിടക്കുകയും ഉണ്ടാക്കാൻ പറയുമ്പോൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് ജീവിക്കുന്ന നിനക്ക് സാധാരണ ഫ്രീഡമായിട്ടിരിക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചൊറിച്ചിലുണ്ടല്ലോ. ഡെറ്റോൾ ഒഴിച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഡെറ്റോൾ ഒഴിച്ച് സാമാനത്തിലേക്ക് ഒഴിച്ചാൽ ആ ചൊറിച്ചിലങ്ങ് മാറി കിട്ടും. അതിനിവിടെ വന്നിരുന്ന് മോങ്ങിയിട്ട് കാര്യമേ പോരെ. പറഞ്ഞ എവിടെ? സുബീന നിസാർ, പോയി വേറെ ഏതെങ്കിലും വെടി ടീമിൻ്റെ കൂടെ പോയിരുന്ന് കാഴ്ച കാണിച്ചില്ല. തലമണ്ടയ്ക്ക് അടിക്കാൻ നിന്റെ ഉമ്മായ അടിയടി പൂണ്ടാക്കി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുന്ന പലരും ഉണ്ടാകും. അൽഹംദുലില്ലാ. അതാണ്ട് അൽഹംദുലില്ലാ കമൻറ്റ് വന്നല്ലോ കുഞ്ഞുമോൻ. അപ്പം നിങ്ങൾ ആ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ ഓർത്തതാണ് ഈ വിഷയം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണോ. ഈ ഒരു ഇൻസിഡൻറ്റും രാമചന്ദ്രൻ്റെ ഇൻസിഡൻറ്റും ഞാൻ മനസ്സിലാക്കിയ കാര്യവും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ ചിലർക്ക് സംസാരിക്കാൻ കഴിയാത്ത കാര്യമുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവർക്ക് ഒരു നാക്ക് വേണ്ടേ? ഇപ്പം പലരും നമ്മൾ പല പ്രഭാഷണവും കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത് അവർ പറയുന്നു എന്ന് പറയത്തില്ലേ? ദാറ്റ്സ് മീ. ഇപ്പം ഈ പലരും ആക്രമിക്കുമ്പോൾ പലരും തകർന്നു പോകും. ഇപ്പോൾ ഓസ് മലയാളിയെ അവയിട്ട് ആക്രമിക്കുന്നു. എന്നോട് അവൾ സംസാരിക്കാറുണ്ട്. സത്യത്തിൽ അവളുടെ ബോൾഡ്നെസ് ഭയങ്കരമാണ്. ആ കുട്ടി ഭയങ്കര ബോൾഡായിട്ടാണ് അത് ഫേസ് ചെയ്യുന്നത്. ഞാൻ 2 പ്രാവശ്യം ഞാൻ ചോദിച്ചിരുന്നു, എനിക്കറിയാമല്ലോ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കേസല്ല, അപ്പം എന്തെങ്കിലും ഉണ്ടെന്ന്. ഇല്ല, എനിക്ക് അവനെ കണ്ടാൽ പട്ടി വിലയാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് ഓസ് എനിക്ക് ക്യാഷ് അയച്ചു തന്നിട്ടുള്ളത്. അതെ, എനിക്ക് ഓസ് 1 ലക്ഷം രൂപയാണ് അയച്ചു തന്നിട്ടുള്ളത്. 1ഉം 2ഉം അല്ല, 1 lakh rupees എനിക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവൾ എന്നോട് പറഞ്ഞത് ഏത് വിധേനയും ഇവനെതിരെ നിങ്ങൾ FIR ഫയൽ ചെയ്യുക, CMB ഇടണമെങ്കിൽ പേയ്മെൻ്റ് ആകും. എനിക്ക് 1 ലക്ഷം രൂപ ഓസ് അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട് അവൾ. അങ്ങനെയാണ് ഞങ്ങൾ, അങ്ങനെയാണ് സുഹൃത്തുക്കൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബാർട്ടർ സിസ്റ്റം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ട് ഓസ്. ആ ക്യാഷ് കൊണ്ട് തന്നെയാണ് ഞാൻ നിനക്കിട്ട് പണിയാനും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് വന്നാലും ഞാൻ നിനക്ക് പണി തരും. അതിനു മുമ്പേ നീ പോയി കേസ് കൊടുത്തു. എനിക്ക് 1 ലക്ഷം രൂപ അവൾ തന്നിട്ടുണ്ട്. നിനക്ക് നന്നായിട്ട് നോവട്ടെ എന്നുള്ളതാണ്. നല്ലപോലെ നോവട്ടെ. എനിക്ക് വലിയ വരുമാനമൊന്നുമില്ലടാ. $26, $30 ഇങ്ങനെയൊക്കെയാണ് ഒരു മാസം കിട്ടുന്നത്. 4 മാസം കൂടുമ്പോഴാണ് 10,000 രൂപ കിട്ടുന്നത്. എനിക്ക് വലിയ വരുമാനമൊന്നുമില്ലടാ. അതുകൊണ്ട് തന്നെ ആ കുട്ടി എനിക്ക് 1 ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്തുകൂടെ? വണ്ടിക്കൂലിക്കായി, പെട്രോളിനായി, ഫുഡിനായി ഇത്രയും കാശൊക്കെ ആ കുട്ടി അയച്ചു തരുമ്പോൾ പിന്നെ എന്താ വേണം? ഞാൻ കണ്ണോട് അന്തം. ഞാൻ പിന്നെ ചോദിച്ചടി 2 0 കുറച്ചിട്ട് 10 രൂപയല്ലേ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. അവൾ 10,000 അല്ല 1 രൂപ അയച്ചു എടുത്തൊന്ന് കൊടുക്കാൻ. ഓക്കെ, കണ്ടില്ലെന്ന് നോക്കിയല്ല, എടുത്ത് ദൂരെ കളയുന്നതാണ് നല്ലത്. ഷെജീമ, ഐ അണ്ടർസ്റ്റുഡ്. ഞാൻ ഇത് വായിക്കത്തില്ല, അടുത്ത് കളയുകയുള്ളൂ. ഓക്കെ, കുഞ്ഞിനെ ഉറക്കി. ഓക്കെ ആഷിത. അപ്പം ഈ വിഷയത്തിൽ ഈ പറയുന്ന ഹൈലൈറ്റ് മാളിൻ്റെ എനിക്കറിയത്തില്ല അത് അവരിലേക്ക് എത്തുമെന്ന്. ആ സ്ത്രീയുടെ എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ലിസൺ ടു മീ വെരി കെയർഫുള്ളി. പൈസ ചോദിച്ചിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി പുള്ളിയെ പുറത്തിറക്കുക. ദെൻ ബി വൈസായിട്ട് GST കൃത്യമായി പേയ്മെൻറ്റ് ചെയ്തിട്ട് സെയിം സ്ട്രാറ്റജിയോടുകൂടി മുൻപോട്ട് പോവുക. നമ്മൾ എതിർക്കുന്ന ഒരു സാധനത്തിനെ സമരം കൊണ്ടൊന്നും നടക്കത്തില്ല. പൈസ വേണം, ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. അപ്പോൾ അതിനുള്ളൊരു പോം വഴി ആരുടെ തലയിൽ മുതിക്കാത്തൊരു സാധനമാണ് ഈ ഹൈലൈറ്റുകാരൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് സംഗതിയാണ്. അത്രയും ടോപ്പിൽ എത്രയോ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് പൈസ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. ഇപ്പം ഞാനിവിടെ താഴെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയാൽ സത്യമായിട്ട് ഭയങ്കര പൈസയാണേ. എനിക്കിപ്പം അരി കുറച്ച് സാധനം എല്ലാം കൂടെ വാങ്ങിയപ്പോൾ തന്നെ 1,500 രൂപയാകും.
പക്ഷെ എൻ്റെ മാസ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 4000 രൂപയ്ക്കുള്ള റേഷൻ വാങ്ങിക്കാന്നാണ്. 5 കിലോ പച്ചരി, 2 കിലോ ഉഴുന്ന്, 10 കിലോ അരി, ഇങ്ങനെയാണ് എൻ്റെ ഒരു റേഷ്യോ. പഞ്ചസാര 2 കിലോ, തേയില 1/2 കിലോ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 4000 ആണ് എൻ്റെ ബഡ്ജറ്റ്. ബാത്റൂം കഴുകുന്നത്, ക്ലീൻ ഫ്ലോർ ക്ലീനർ, പിന്നെ സോപ്പൊക്കെ വേറെ വാങ്ങിക്കും. പക്ഷേ ഓൾ ടോട്ടൽ എൻ്റെ ഒരു 4000 ആണ് എൻ്റെ ബഡ്ജറ്റ്. അതിൻ്റെ മേളിൽ 1 രൂപ വന്നാൽ ഞാൻ കട്ട് ചെയ്യും. ഒന്നിൽ ചിലപ്പോൾ റവ 2 കിലോ റവ എടുത്ത് അങ്ങ് മാറ്റി വയ്ക്കും. അങ്ങനെയാണ് നമ്മളൊരു ടാർഗറ്റ് ഇട്ട് പോകും. ഇത് തെറ്റണത് എപ്പോഴെന്നറിയാം, ഒരു പനിയോ വല്ലതും ഒക്കെ വരുമ്പം മോനെ കൊണ്ട് താഴത്തെ കടയിൽ വിടുമ്പോൾ 1500 രൂപയാവും. വാങ്ങിച്ചതാകെ 1 കിലോ പഞ്ചാരയും 1 കിലോ അരിയും കുറച്ച് സാധനങ്ങളും പോയി ഈ താഴത്തെ കടയിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഞാൻ മാക്സിമം അവിടെ വിടത്തില്ല. അപ്പോൾ എത്രയോ പേര് അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട്. ഈ ആഷ്പുഷ് ആൾക്കാർ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നവരുണ്ട്. ആ സാധനമാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കൊച്ചമ്മമാരെയാണ് അവർ കൺസേൺ ചെയ്തിട്ടുള്ളത്. സോ ക്യാഷ് ഉള്ളവർ സ്പെൻഡ് ചെയ്യുന്നു. ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് മണി. ലീഗൽ മണിയാണ്. ഒരു രീതിയിലുള്ള മാഫിയയല്ല, ഒരു രീതിയിലുള്ള ഗോൾഡ് കടത്തലുമല്ല, ഒന്നുമല്ല. സ്ട്രെയിറ്റ് ലൈനാണ്. അമ്മമാർക്ക്, വീട്ടമ്മമാർക്ക് ഏണിങ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബെസ്റ്റ് സാധനം, ഒരു ബെസ്റ്റ് സൂപ്പർ സാധനം. അതിനെ ഡീഗ്രേഡ് ചെയ്യാനും അവരെ തകർക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആരോ നല്ല കളി കളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല കൈയുണ്ട്. 54 കോടി രൂപ അടയ്ക്കുമ്പോൾ ബാക്കി പൈസ അടയ്ക്കാൻ സാവകാശം കൊടുക്കണമെന്ന നിയമമുണ്ട്. പിന്നെ ഈ വൗച്ചറിന് GST കൊടുക്കണ്ട എന്നുമുണ്ട്. പക്ഷേ ഈ വൗച്ചറിൻ്റെ GST ആണ് 126 കോടി രൂപ GST അടയ്ക്കാനായിട്ട് പറയണം. അപ്പം ഞാൻ ഈ എമൗണ്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബാഹുല്യം മനസ്സിലാക്കണം. ഹൗ മെനി പീപ്പിൾ ആർ വർക്കിംഗ്, എത്ര പേരുടെ അന്നമാണ്. ആ സ്ത്രീ കരയുന്നത് അവരുടെ ഹസ്ബൻഡ് ജയിലിലായതിൻ്റെ ഇതാണ്. ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് ജയിലുണ്ടാകും, ചെക്ക് റിട്ടേൺ ആകും, പ്രോബ്ലംസ് ഉണ്ടാകും. ഈ സമയത്ത് ഈ അനാവശ്യമായ വരട്ട് ഗൗരവം ഇഗ്നോർ ചെയ്താൽ അവർ ദേ ആർ ദ ബെസ്റ്റ്, നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വന്നാൽ സൊസൈറ്റി ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണെന്നറിയാം, അവരെ ഡീഗ്രേഡ് ചെയ്യും, ഇകഴ്ത്തും, അവരെ അങ്ങോട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കളയും. പകരം അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ മാത്രമല്ല ജീവിക്കുന്നത്, അതിനപ്പുറം കുറേ അധികം മനുഷ്യർക്ക് ജോലി സാധ്യതയും കൂടിയാണ് അവർ ഓഫർ ചെയ്യണത്. സോ അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്താൽ മതി. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, അവരെ ആരോ ട്രാപ്പ് ചെയ്തതാണ്. ആൻഡ് സ്റ്റിൽ അവർക്ക് ചാൻസ് ഉണ്ട്. ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ദാറ്റ് മണി, ഇഗ്നോർ ഇറ്റ്. ആ പൈസ റിക്കവർ ചെയ്യാൻ അവരെ കൊണ്ട് വിത്തിൻ മന്ത് സാധിക്കും. സോ അത് അവരുടെ സ്റ്റാഫുകളോട് ഓപ്പണായി പറഞ്ഞ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത്, അതാണ് മാനേജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാനേജർ കറക്റ്റ് ആണെങ്കിൽ ഇതൊക്കെ നടക്കും. ഭിക്ഷയെടുപ്പല്ല അത്. അവരിൽ നിന്നൊരു ആ ക്രൗഡിൽ നിന്നൊരു മണി ഉണ്ടാക്കിയെടുത്ത് പ്രസന്റ് ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യുക, ദെൻ പേ ദം ബാക്ക്. അതിനുള്ള സാവകാശം അവർക്ക് കിട്ടും. കേസിൽ നിന്ന് അവർ മുക്തിയാവും. കൊടുക്കില്ല, ഞാൻ പിന്നെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നൊക്കെയാണ് ആ ലേഡി പറയണത്. ആൻഡ് ദെൻ ദ സെയിം കമന്റ്, ഇവർക്ക് ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും, അതൊരു ഗ്രേറ്റ്നെസ് ഒന്നുമല്ല. യു ആർ നോട്ട് ഗീവിങ് എനി ജോബ്, അതർ പേഴ്സൺ വിൽ ഗീവ് ജോബ്. അതൊരു വലിയ എക്സ്ക്യൂസ് അല്ല. സർക്കാർ തലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഒരു ടാർഗറ്റഡ് ആയിട്ടൊരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ഷോ ദം ബാക്ക്. അതായത് ഈ വർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ടാലൻ്റ് ഉള്ള നിങ്ങൾ അത് കീപ്പ് ചെയ്യാനുള്ള ടാലൻ്റ് കൂടെ കാണിക്കണം. ബിക്കോസ് ഈ സെയിം സാധനം തന്നെയാണ് ബോച്ചെ ചെയ്യുന്നത്. ബോച്ചയ്ക്കെതിരെ എന്താ അങ്ങനെ ഒരു ആക്ഷൻ വരാത്തത്? പിന്നെ ഇത് അയാൾ ഒരു സാധനത്തിൽ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് അയാൾ ലീവ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അയാൾ പിടിക്കപ്പെടാത്തത്. രവി പിള്ള എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല? ഒരു മൈന്യൂട്ട് സാധനം അയാൾ വിട്ടുവിടൂല. ടാക്സ് എന്ന് പറഞ്ഞാൽ ഓൺ ടൈം പേയ്മെൻ്റ് ആയിരിക്കണം. നമ്മൾ ടാക്സ് കൃത്യമായി അടയ്ക്കണം. ഒന്നും സംഭവിക്കാനില്ലെന്ന്. നമ്മളൊരു ചായ കുടിച്ച് കളയുന്ന പൈസ അങ്ങനെ ചിന്തിച്ചാൽ മതി. നല്ലൊരു ഹോട്ടലിൽ കയറി ശരിക്കും സമൃദ്ധമായ ഒരു സദ്യ കഴിച്ചു, അപ്പോൾ കിട്ടുന്ന പൈസ ഒരു ദിവസത്തെ ബഡ്ജറ്റ് കുറച്ച് വെച്ചിട്ട് ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കുക. നമ്മുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് അപ്പുറത്ത് കൊടുക്കാതിരിക്കുക. കാരണം വളർന്നു വരുന്നവനെതിരെ ശത്രുക്കളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടാവും. അത് എങ്ങനെയാണ് അശ്രദ്ധക്കുറവിൻ്റെ പരിണത ഫലം. പക്ഷെ അവരത് സമ്മതിക്കുന്നില്ല. അപ്പം ഒന്നാമത്തെ കാര്യം, അവരെ ഇത്രയും പേര് ടാർഗറ്റ് ചെയ്യുന്നത് അസൂയ മൂലമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര ഉയരത്തിലേക്ക് പൊങ്ങുന്നുവോ അത്രയും തന്നെ ശത്രുക്കൾ ഉണ്ടാവും. അത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല, അസൂയ കൊണ്ടാണ് ആ കണ്ണങ്ങനെ വരുന്നത്. അപ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളുടെ ഭാഗം കൃത്യമായി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ പരിപാടിയാണ് എന്നേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഹായ് പ്രഷീദ സലേം. അപ്പോൾ കഥ മനസ്സിലായില്ലേ? ഇത്രയും ധൈര്യം, ഐ ലൈക്ക് യു, ഞാൻ ഇപ്പോൾ എന്നും കാണും. താങ്ക് യു ഐ ഡ്രോപ്സ്. നിങ്ങളും ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തൂടെ? ഒരുപാട് വിമൻസിനെ അത് ഒരു ആശ്വാസമാകും. യു ക്യാൻ ചേച്ചി. ശരണ്യ ലക്ഷ്മി എസ്.
ഞാനൊരു ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല കേട്ടോ, ഞാൻ മുൻപേ ഇങ്ങനെ നാട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരിത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ജോബ് അല്ലെങ്കിൽ എന്തൊരു ബിസിനസ്സും നമ്മൾ ഇൻട്രസ്റ്റോടെ ചെയ്യുമ്പോൾ അത് സക്സീഡ് ചെയ്യും. ഞാൻ സൈൻ ബോർഡ് കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ റൈറ്ററാണ്. അപ്പം എനിക്ക് ഒരു മാഗസിനായിരുന്നു എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരുപാട് പേര് വേണം, കാരണം ഡിസൈൻ ചെയ്യാൻ ഒരാൾ വേണം, എഡിറ്റർ വേണം, അത് നോക്കി ചെയ്യാനുള്ള ഇത് വേണം, നല്ല ടാലൻ്റുള്ള റൈറ്റേഴ്സ് വേണം, പിന്നെ ഫോട്ടോഗ്രാഫി, ഇതെല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്ത് ഇറ്റ്സ് വെരി ഹ്യൂജ് വർക്കാണ്. ഇയർലി ഒരു മാഗസിൻ ഇറക്കിയാൽ തന്നെ എൻ്റെ ബഡ്ജറ്റ് കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്ക് പറ്റാത്ത ഇത് ഫറാൻ ഓക്കെ വേണ്ട, അല്ല അതൊന്നും ചെയ്യാനൊക്കത്തില്ല അതിനകത്ത്, അതങ്ങനെ കിടന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ എന്തുകൂടെ എഴുതിയിടുന്നത്. സോ ആ ബിസിനസ് ഞാൻ സത്യത്തിൽ എനിക്ക് ഫോഴ്സ് ആയിപ്പോയി, കാരണം ഞാൻ കമ്പനി ഓപ്പൺ ആക്കി, ദെൻ എനിക്ക് ഇയർലി അതിൻ്റെ ഇത് അടയ്ക്കണം, അപ്പോൾ എനിക്ക് റവന്യൂ വേണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ സൈൻ ബോർഡാണ് നല്ല പ്രോഫിറ്റബിൾ സാധനം. അങ്ങനെയാണ് അതിനകത്തേക്ക് ചാടിയത്. പിന്നെ റിയൽ എസ്റ്റേറ്റ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് റെൻറ്റിന് കൊടുത്ത് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ള ഒരു കൺസേണിൽ അടുത്തടുത്തടുത്ത് അങ്ങനെയാണ് ഓരോരോ സാധനങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഇത് എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ്. സോ ഓൺസ് ഞാനത് സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് യു ദ ഡീറ്റെയിൽസ്. 100% അതിനകത്ത് ഒരുപാട് പേർക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനല്ല അതിൻ്റെ ഓണർ. ആരൊക്കെ അതിനകത്ത് ജോയിൻ ചെയ്യുന്നോ അവരെല്ലാം അതിൻ്റെ ഓണേഴ്സാണ്. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ അതിൻ്റെ അധികാരി, ബാക്കിയുള്ളവരെല്ലാവരും അതിനകത്ത് ജോലിക്കാർ, അങ്ങനെയല്ല. എവറി ഓൺ ഓണേഴ്സാണ്. അത് ഈക്വലായിട്ട് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അത് നല്ലൊരു പ്രോജക്റ്റാണ്, അതിൻ്റെ പച്ച് വർക്കിലാണ് ഞാനുള്ളത്. അപ്പം ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞാൻ ചെയ്യും, ബട്ട് ഞാൻ ഈക്വലായിട്ടേ ഷെയർ എടുക്കുള്ളൂ. എൻ്റെ പൈസ ഇട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഹ്യൂജ് വേണമെന്നുള്ള പെർസെൻറ്റേജ് ഒന്നുമില്ല. എവറി വൺ ഈസ് ഈക്വൽ. ആരൊക്കെ അതിനകത്ത് ജോബ് ചെയ്യണോ എല്ലാവരും അതിനകത്ത് വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിരിക്കും. ദെൻ ആ കമ്പനി വിൽ ഗ്രോ ഇൻ എ വെരി ഗുഡ് മാനർ. അത് അതിനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് പിടിച്ച് തൂക്കി ദൂരെ കളയുമെന്നുള്ള ക്ലൗസ് വെച്ചൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് അതിനകത്ത് ആളുകളെ എടുക്കുകയുള്ളൂ. ടാലൻ്റ് ഉള്ളവർക്കൊരു വിഭാഗം, ടാലൻ്റ് ഇല്ലാത്തവർക്കൊരു വിഭാഗം. ടാലൻ്റ് മീൻസ് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് ഒക്കെ തരംതിരിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അതിന് മുമ്പ് എൻ്റെ കാല് സെറ്റാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷത്തെ എൻ്റെ പണം ഞാൻ സേവ് ചെയ്ത് വെച്ച കാശ് എനിക്ക് ഫരീദയ്ക്ക് കൊടുക്കേണ്ടി വന്നു. മേ ബി നെക്സ്റ്റ് മന്ത് അയക്കാൻ. അപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഒന്ന് സെറ്റാക്കി ഇപ്പോൾ നടക്കുന്നതിനെക്കാട്ട് കുറച്ചുകൂടെ സ്പീഡായിട്ട് നടക്കണം, അതൊരാഗ്രഹം. അപ്പോൾ ഞങ്ങൾക്ക് ടയേർഡാകുന്നുണ്ട് പെട്ടെന്ന്, ഇങ്ങനെ കുനിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സെറ്റാക്കിയ ശേഷം ഐ വിൽ ഡു ദാറ്റ് ബിസിനസ് ഷുവർ. അപ്പം നമുക്ക് ചെയ്യാം. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സൊന്ന് തറച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. GST കൂട്ടർ വാതുറന്ന് വെച്ചിരിക്കുന്ന അറിയാതെ ഉടായ്പ കുൽസിത നടത്തിയാൽ പിടിക്കില്ല എന്ന തോന്നൽ. കാലം മാറിയത് അറിയില്ല എന്ന് തോന്നുന്നു. ഐ ലൈക്ക് യു ചേച്ചി, താങ്ക് യു. അതുൽ രഞ്ജിത്ത് കുമാർ, ഇല്ലല്ല, അതുലിന് മറുപടി കൊടുത്തിട്ടില്ല. ഞങ്ങൾ പോലീസിനെ കൊണ്ട് വാൺ ചെയ്യിപ്പിച്ചിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പോലീസ് ചോദിച്ചിട്ടു വൈ വുഡ് ഐ വാൺ ഹിം. അപ്പം ഞാൻ പറഞ്ഞു, സാറേ 26 വയസ്സുള്ളൊരു പയ്യനാണ്, എൻ്റെ മകൻ്റെ പ്രായമാണ്, നമ്മൾ ഒരു ചാൻസ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പം സാറ് അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് വന്നു, ഓക്കെ നോ പ്രോബ്ലം, ഞാൻ അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത് ഞാൻ SP ഓഫീസിൽ കൊണ്ട് കൊടുത്തതാണ്. DYSPക്ക് ആദ്യം കൊടുത്തു, അവിടുന്ന് പേപ്പർ വർക്ക് നീങ്ങാത്തതുകൊണ്ട് SP കൊണ്ട് കൊടുത്ത്, SP വഴി CI വഴി SI അങ്ങനെയാണ് എത്തിച്ചത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആ ഒരു മൊത്തം ഏരിയയിൽ അത് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന ഒരു കോള് പോയിട്ടുണ്ടായിരുന്നു. കോള് പോയി ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അവൻ വീണ്ടും ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അന്ന് തന്നെ പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹീ ഈസ് നോട്ട് സ്റ്റോപ്പിംഗ്, ദെൻ നിങ്ങളത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്, അതുമായിട്ട് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ ഓരോരുത്തരെ നമ്മൾ അത് കാട്ടി തന്നിട്ട് ഞാൻ പോകുള്ളൂ. അത് അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായില്ല. ഒരു മൈക്ക് കിട്ടി നമ്മളൊരു പിന്നെ ഇതുപോലൊരു പ്രതലമുണ്ടെങ്കിൽ ആരെ എന്ത് തെറിയും വിളിച്ചു കളയാന്നുള്ളൊരു തോന്നൽ ഇവറ്റകൾക്കുണ്ട്. ഇവന്മാർ വിളിക്കുന്ന തെറിക്ക് ഇവന്മാർ വന്ന് പറയണത് ഞാൻ തെറി വിളിക്കണമെന്നാണ്. എന്നെ തെറി വിളിച്ചാൽ തിരിച്ച് വിളിക്കും, അത് ഞാൻ എവിടെയും പറയണേണ്. ഇവന്മാരെ ഞാൻ എന്തോ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന് ചാടുന്നതാണ്. പിന്നെ ഈ കോഴിക്കാട്ടം ക്യാരറ്റ് ചേച്ചിക്ക് കയറ്റാനാണെങ്കിൽ അവൻ കൊണ്ടുപോയി കയറ്റിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവക്കെപ്പോഴും കൊച്ചുപിള്ളേരാണ് ഇഷ്ടം. ചെറിയ പ്രായത്തിലുള്ള ചെറുക്കനെയല്ലേ പിടിച്ചു കൂടെ വെച്ചത്. അപ്പം ഈ പരുവത്തിലുള്ളത് അവൾക്ക് വേണം. 22 വയസ്സുള്ളവനെ പിടിച്ചുണ്ടാക്കിയോളാണ് അവൾ. 46 വയസ്സുണ്ട്.
അപ്പോൾ ഇതായിരിക്കും പരുവ്, അവൾക്കത് പരുവായിരിക്കും, അവൾ കയറ്റിക്കൂട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ അതിന് ഷെഫീനായ ഊക്കണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. ഹായ് ഷെഫി, ഇന്നലെ വരാൻ പറ്റിയില്ല, രാവിലെ കണ്ട, നല്ല മറുപടിയാണ്. താങ്ക് യു. ഇന്നലത്തെ ലൈവ് പൊളിച്ചു. പാൻ കാർഡ് ആധാർ ലിങ്ക് ചെയ്ത് ഹിസ്റ്ററി, ജിയോഗ്രഫി, സെൻട്രൽ സെവറൽ ഉള്ളപ്പോഴാണ് ഈ ടാക്സ് ഫ്രോഡ് ചെയ്യുന്നത്. എക്സാക്ട്ലി, അത് തെറ്റായ ഒരു നടപടി തന്നെയാണ് രമേശ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അപ്കമിങ് ആയിട്ട് വരുന്ന കമ്പനികളെ ഡീഗ്രേഡ് ചെയ്യാതെ സപ്പോർട്ട് ദം. ബിക്കോസ് ഫിനാൻഷ്യലി സൗണ്ടായി ഇപ്പുറത്ത് നിൽക്കുന്നത് മൈനർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ ഒരു ഇക്വാലൻ്റ് ആയിട്ട് മറ്റൊരു വിഭാഗം വേണ്ട അനിവാര്യ ഘട്ടം എവിടെയുണ്ട്. രമേശന് ഞാൻ പറഞ്ഞത് മനസ്സിലാകും, ഇല്ലെങ്കിൽ ഈ പോർഷൻ റിപ്പീറ്റഡ്ലി കാണാം. ദെൻ യു വിൽ റിയലൈസ് വാട്ട് ഐ സെഡ്. മനസ്സിലാകും. ഓക്കെ മാഡം, മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഉറപ്പിച്ചോ? കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അതിന് മേലെ എന്തായാലും അമ്മച്ചിയുടെ കേസ് എടുക്കണമെങ്കിൽ അവിടെ മാഡത്തിൻ്റെ ഏതെങ്കിലും ഒരു തന്തയെ അപ്പോയിൻറ്റ് ചെയ്യണം. റാഷിദ്, മുറിയണ്ടിക്ക് പിന്നെ പഞ്ചായത്തും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ തള്ളയെ കൊണ്ടുവന്ന് പടക്ക കമ്പനി നടത്തുന്നവനിക്ക് പറ്റത്തില്ലേ? അത് നടക്കും. അതുൽ ബ്ലോഗ്സ്, കഷ്ടം. അയ്യോടാ പാവ. എടാ, നിനക്ക് ഈ മുതുകി തള്ളയായിട്ട് എന്തരടാ ഇടപാട്? മുതുകിയെ കിട്ടിയോളടാ നീ. അപ്പോൾ ക്യാരറ്റ് ആയിട്ട് കളിക്കുന്നോണ്ടാ, നിന്നെ കൊണ്ട് പറ്റൂ, താങ്ങൂലടാ. നീ വേറെ ആളെ നോക്ക്. കുരയ്ക്കാതെ പോ. കുരയ്ക്കണ്ട, ഇവിടെ കിടന്ന് കുരയ്ക്കണ്ട, കൊണയടിക്കാതെ പോവാൻ നോക്ക്. എന്നാൽ എടാ 22 വയസ്സുള്ളപ്പോഴാണ് മറ്റേ ചെറുക്കനെ കയറ്റിയത്. എന്നിട്ട് അവനെ കൊണ്ട് പറ്റത്തമ്മനെ അവൾ കളഞ്ഞിട്ട് പോയി. പിന്നെ ശാന്തേട്ടാ, എൻ്റെ ശാന്തേട്ടാ, ആ കഥ സ്റ്റോറി ഉൾപ്പെടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ശാന്തേട്ടാ, എൻ്റെ ശാന്തേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനും കളഞ്ഞത് ക്യാരറ്റ് പ്രശ്നം കൊണ്ടാണ്. അവൻ പറഞ്ഞിട്ട് ക്ലിപ്പിങ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നുണ്ട്, ആ ക്യാരറ്റ് ഈസ് ദ മെയിൻ മോട്ട എന്ന്. എടേ ഈ ശാന്തകുമാരി, നിങ്ങൾ ഇത് എന്തിരടെ ഇവിടെ വന്ന് എന്നെ തെറി വിളിക്കുമ്പോൾ തിരിച്ചു വിളിക്കൂലേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഐ കാൺ ഗീവ് എനി പ്രോമിസ്. കണ്ടന്റ് സൂപ്പർ, താങ്ക് യു. ചേച്ചി, വാട്ട് ഹാപ്പൻ വൈ യു ആർ നോട്ട് ഗിവിങ് റിപ്ലൈ ടു മീ? നീ എന്തോ എഴുതിയിട്ട കൊച്ചേ, ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ നിനക്ക് മറുപടി തന്നല്ലോ. ആരാ പറഞ്ഞില്ലാന്ന്? ചേച്ചി ഹാപ്പൻ വൈ യു ആർ നോട്ട് ഗിവിങ് മീ യു കണ്ടന്റ് ദാരിദ്ര്യമുള്ള മൂക്കണയാ അണ്ണ കണ്ടന്റ് ദാരിദ്ര്യമേ, സിംഹമേ, പോയി എനിക്കെതിരെ വീഡിയോ ചെയ്യൂ. അന്നത്തിന് വക വേണ്ടേ? ജോലി ചെയ്യാൻ പറ്റൂലല്ലോ. എനിക്ക് വിയർപ്പിൻ്റെ അസുഖമല്ലേ, നിൻ്റെ ഓൾക്കും നിനക്കും വിയർപ്പിൻ്റെ അസുഖമല്ലേ? പോയി മൂക്കണയാൻ ചെല്ലി എനിക്കെതിരെ വീഡിയോ ചെയ്യുക. അയ്യോ തെറിത്താത്ത, അയ്യോ വിച്ചി, അയ്യോ ഫ്ലവറി മോള്, ഇപ്പോടാ ചെല്ലി. എന്നിട്ട് വേറെ ഒരു കണ്ടന്റും ഇല്ലല്ലേടാ. നീ ലവക്കിട്ട് പണിതല്ലേ പരീത, അവള് പണി തന്നില്ലേ? അതാണ് ചേക്ക്. നീ ഇവളെ കൊണ്ട് എനിച്ചിട്ട് പണിതപ്പം ലവള് ഞാൻ അറിയാതെ നിനക്കിട്ട് പണി തന്നു. കിട്ടിയാ ശ്രൈക്കി? എങ്ങനെയുണ്ട്? അതാണോടാ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായില്ലേ? നീ ഇങ്ങോട്ടൊരു സ്ട്രൈക്ക് എന്നപ്പോൾ അനക്കിട്ട് ഞാൻ നല്ലൊരു എച്ചക്കല സ്ട്രൈക്ക് തിരിച്ചു തന്നു. എങ്ങനെയുണ്ട്? നീ ഞമ്മെന്ന് ഞാൻ കാണട്ടെ. ചാന്തേച്ചി, ഞാൻ പറയണ മനസ്സിലാക്കും നിങ്ങൾ ദയവ് ചെയ്തിട്ട്. പിണക്കം ഞാൻ ഇല്ലേ, എൻ്റെ മെസ്സേജ് ഡിലീറ്റ് ആക്കി. എടേ മാറി ഡിലീറ്റ് ആക്കിയതായിരിക്കും. ഇയാൾ എന്തുവാടേ ഇത്? മാം ടോപ്പിക് സൂപ്പർ, താങ്ക് യു കല്യാണി, ലൈക്ക് യു മാം, താങ്ക് യു. ഷഫീനെ പല്ലിൻ്റെ കരിമില്ല സോർട്ട് ഇറ്റ് ഔട്ട്. ചുക്കുമണി ജിപ്പിൽ അങ്ങനെയുള്ളവരൊന്നും ഇവിടെ ഒന്ന് കൂടുതൽ കൊണയടിക്കണ്ട. ഇതിന് ചാർജില്ല. പവർ ഇപ്പൊ തീരും, ഇപ്പൊ കണക്ഷൻ തീരും. സിങ്കടമണി ഇപ്പോൾ നിങ്ങളുടെ നെയിമോ ഫോട്ടോയോ വെക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇനി കേസ് കൊടുക്കാൻ പറ്റുക? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ആദ്യം കൊടുത്ത കേസ് തന്നെയാണ് കണ്ടിന്യൂഷനാണ് കൊടുക്കുന്നത്, അല്ല പുതിയ കേസല്ല, ആ പഴയ കേസാണ്. പറയണം എന്നാണ് റിക്വസ്റ്റ്. പറയണം, ഇത് ഉപദ്രവിക്കരുത് എന്ന് പറയണം എന്നാണ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ആവർത്തിക്കരുത് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കേസിന് പോകാം. ഞാൻ പോകുന്നില്ല, ഇത് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അതേ സാധനം, അതേ സിസ്റ്റം, അതേ ഡിസ്കിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. സെയിം തിങ്. ആദ്യം എന്ത് പറഞ്ഞു
ഡിലീറ്റ് ആയാൽ പോവില്ല, സാധനം അവിടെ കിടപ്പുണ്ട്. ഷെഫീന ബീവി കേസും ഉണ്ടോ? അതിനുശേഷം പിന്നെ പിച്ചീന പുച്ചീന ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫോട്ടോ ഉൾപ്പെടെ അതിനകത്ത് വെച്ചിട്ട് തകർക്കുന്നുണ്ടോ? ആ സാധനമേ ഉള്ളൂ. ചേച്ചി സ്ട്രെസ് പ്രഷർ ഒക്കെ ഇല്ലേ ഇങ്ങനെ മറ്റുള്ളവരുടെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ? ശരണ്യ ലക്ഷ്മി, മറ്റുള്ളവർ ഡീഗ്രേഡ് ചെയ്താൽ ഗ്രേഡ് താഴാനും മാത്രമുള്ള ഗ്രേഡേ എനിക്കുള്ളൂ എന്നാണ് ശരണ്യ വിചാരിക്കുന്നത്. ഈസ് ദാറ്റ് യു ആർ തിങ്കിങ് ദാറ്റ് മൈ ഗ്രേഡ് ഈസ് ദാറ്റ് മച്ച് ലോ? അവന് കേസ് കൊടുക്കണം. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ദാറ്റ്. ലിപ്സ്റ്റിക് സൂപ്പർ. അതെന്നെ ഒരു സുബി കളിയാക്കിയപ്പോൾ കുറച്ചുകൂടി ഇട്ടതാണ്. ഇപ്പോൾ എവിടെ ഷെഫീന എന്ന പേര് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ഈ വ്ലോഗാണ്. സ്വയം വികലാംഗത്വം വരുത്തിയവരെ നിരന്തരം അവഹേളിക്കുന്ന IPC എത്രയൊക്കെ വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്? നിങ്ങളെ കുറിച്ച് വേറെ നല്ല ടോപ്പിക്സ് കേൾക്കാൻ ഇരിക്കുമ്പോൾ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് ദീസ് ടോപ്പിക്സ് ജസ്റ്റ് ഗോ എവേ. ശരണ്യ ലക്ഷ്മി. ഓക്കെ. ന്യൂസ് ആക്കറിന് അഗൻസ്റ്റ് കേസിൽ, ന്യൂസ് ആക്കറിന് അഗൻസ്റ്റ് ഇപ്പോഴല്ല, എത്രയോ നാൾ മുമ്പേ കൊടുത്ത കേസ് അവിടെയുണ്ട്. ന്യൂസ് ആക്കർ മാത്രമല്ല, ഫിജോ ജോസഫും അതിനകത്ത് പ്രതിയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അവർ രണ്ടുപേരൂടെ ചേർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ പ്ലാൻ ചെയ്തതിന് അതിനകത്ത് ഒരു പാലയെ കുത്തിക്കയറ്റി അയാൾ വഴി കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുത്ത് ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ കേസാണ് അവിടെ നടക്കുന്നത്. അത് വ്യക്തിഹത്യ, പ്ലാനിങ്, കൊല്ലാൻ പ്ലാനിങ്. ഇവ എഴുതി വെച്ച് പറഞ്ഞില്ലേ, ഇവൻ പറഞ്ഞ എല്ലാ സാധനവും അതിനകത്തുണ്ട്. അവൻ വരുമ്പോൾ അവനുള്ള പണി കിട്ടും. പിന്നെ അത് ഞാനത് പറയത്തില്ല. നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. എവിടെ കൊടുക്കണോ അവിടെ ഞാൻ ചെയ്യൂന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ. ഞാൻ സൈലന്റ് ആയിരിക്കും. അങ്ങനെ പുലി പതുങ്ങുന്നത് പായറതൊക്കെ താൻ പതുങ്കുறது പയന്തില്ലേ പായും. പോരെ. അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ദേഷ്യപ്പെടരുത്, സത്യം പറയണം. ഒരിക്കലും ഈ ചോദ്യത്തിന് കളവ് പറയരുത്. നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ വൈൻ കഴിക്കാറുണ്ടോ? വൈൻ മദ്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്. വൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കടയിൽ കിട്ടുന്ന വൈനല്ല, ഞാൻ തന്നെ വാറ്റുന്നതാണ്. ഞാൻ തന്നെ ഒരു ഭരണിക്കകത്തിട്ട് സ്വയം വാറ്റി കുടിക്കും. വൈൻ ഞാൻ ഉണ്ടാക്കാറുണ്ട്, വൈൻ കഴിക്കാറുണ്ട്. അതിന് ഇന്ന് കളവ് പറയേണ്ട കാര്യം എന്താ? കുടിക്കുന്നൊരു ക്രൈമൊന്നുമല്ല. ഇറ്റ്സ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അതൊക്കെ കഴിച്ചാൽ ഇറങ്ങി അവിടെ കിടക്കും. എനിക്ക് നാറ്റവും ഇഷ്ടമല്ല, ആ കുടിക്കുന്നവരെ ഇഷ്ടമല്ല, ആ സ്മെല്ലേ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ വിനു ഭാഗ്യത്തിന് കഴിക്കത്തില്ല. മോൻ ബിയറൊക്കെ കഴിക്കും. ബാക്കി ഫ്രണ്ട്സൊക്കെ കഴിക്കുന്നതാണ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. യുവർ ഇംഗ്ലീഷ് ഈസ് ഗുഡ്. നോ മൈ ഇംഗ്ലീഷ് ഈസ് നോട്ട് ഗുഡ്. ഇറ്റ്സ് വെരി ഒരുപാട് പേര് എൻ്റെ മിസ്റ്റേക്കാണ് പറഞ്ഞത്. ഞാൻ ആരോ എനിക്കൊരു തിരുത്തു എഴുതുന്നത്. എൻ്റെ ഇംഗ്ലീഷ് അത്രയും ഗുഡ് ഇംഗ്ലീഷ് ഒന്നും അല്ല. ഐ എം വെരി പുവർ ഇൻ ഇംഗ്ലീഷ്. പിന്നെ ഇത് പോകുന്നത് ഇംഗ്ലീഷ് അറിയുന്നുണ്ട്. ഇവറ്റുകൾ മലയാളം പറയത്തില്ലെന്ന് ഇവറ്റുകളോടെ കിടന്ന് സംസാരിച്ച് എനിക്കിതങ്ങ് വന്നു പോകുന്നതാണ്. അല്ലാതെ അത് ഭയങ്കര നോളജ് ഉള്ളതൊന്നുമല്ല. സംസാരം നമ്മൾ നാട്ടിൽ പഠിച്ച നമ്മളെ കൊണ്ട് അത്ര ഇവരൊക്കെ പറയുന്ന അത്രയും സ്പീഡിലൊന്നും പറ്റത്തില്ല. ഇവരൊക്കെ ഭയങ്കര ഇംഗ്ലീഷുകാരാണ്. ഇവിടെയുള്ള രണ്ടെണ്ണം ഭയങ്കര ഇംഗ്ലീഷുകാരന്മാരാണ്. നമ്മളെ കൊണ്ടൊക്കില്ല. ഞാൻ അത്രയും ടാലൻറ്റഡ് അല്ല. കൊടുത്ത കേസിൽ പ്രതികരണമില്ലെങ്കിൽ മച്ചമ്പി RTA ആക്ട് 2005 എടുത്തങ്ങ് വീശും. 10 rupees കോഡ് ഫീസ് സ്റ്റാമ്പ് വെച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് മറുപടി തന്നേ പറ്റൂ. ഇല്ല, ഇത് നമ്മൾ വനിതാ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്ത്, SP-ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിനും തന്നെ റിയാക്ഷൻ ഇല്ല. വളരെ സൈലൻ്റ്. ഇപ്പം നമ്മളടുത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ കേരള സുന നടക്കുന്നത് കൊണ്ട് അവർ തിരക്കുകളിലാണേ. ആ തിരക്ക് കഴിയാതെ നമ്മളത് എടുക്കാൻ ഒക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഐ എം ഗിവിങ് ദം ടൈം, കുറച്ച് ടൈം പീരീഡ് കൊടുക്കുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തില്ല എന്ന് വേണ്ടല്ലോ. എന്നിട്ട് നമുക്ക് CMB ഫയൽ ചെയ്യാം. അതെനിക്കറിയാം. എൻ്റെ പൊന്നു കൊച്ചെ പ്രശീത സലീം, ഇതൊക്കെ എനിക്ക് മകൻ വാങ്ങിത്തരുന്നതാണ്. എനിക്കിതിനെ അറിയുന്നത് 100 വട്ടം പറഞ്ഞ കേസാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ കോസ്മെറ്റിക് ഒന്നും വാങ്ങിക്കാറില്ല. ഇത് മകൻ അവൻ്റെ കൂട്ടുകാരെ കൊണ്ടൊക്കെ വാങ്ങിപ്പിച്ച് തരുന്നതാണ്. എനിക്ക് അറിയത്തില്ല. ഞാൻ ആകെ വാങ്ങിക്കുന്നത് കൺമഷിയാണ്, പൊട്ടും. അത് ആ വട്ടേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ കുട്ടി വാങ്ങിത്തരുന്ന സാധനമാണ്. വൈൻ കുടിക്കുന്നത് നിങ്ങളുടെ ഉമ്മയ്ക്ക് അറിയുമോ? അത് ഹറാമല്ലേ? ഉമ്മക്ക് അറിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഉമ്മച്ചി കണ്ടാൽ വഴക്ക് പറയുമായിരിക്കും. അങ്ങനെ ഉമ്മ കാണാൻ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ക്രിസ്മസോടനുബന്ധിച്ചാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത്. അത് മോൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ക്രിസ്ത്യൻസ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. എനിക്ക് ധൈര്യം ചിക്കിലിയും കിട്ടും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ അത് ഒരു സ്ഥിര മദ്യപാനം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കാനല്ല. വൈൻ ഉണ്ടാക്കും.
അതിപ്പോഴും ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്, ഒരു കുപ്പി ബാലൻസ് ഇരിപ്പുണ്ട്. അത് ഞങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് വാങ്ങിച്ചു വെച്ചത്. അതൊരു നിരന്തരമായ സാധനമൊന്നുമല്ല, അങ്ങനെയൊന്നും ഒരു നിർബന്ധ ബുദ്ധിയോടെ കഴിക്കുന്നതൊന്നുമല്ല. ഫിറോസ് ആൻഡ് സജന വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അത് കള്ളമായതുകൊണ്ട് ദേവി നമ്മൾ അതിനകത്ത് കമൻറ്റ് പറഞ്ഞ് എന്തിനാ വെറുതെ? നമുക്ക് കുറേ അധികം വീഡിയോ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താകാനാണ്? അത് കള്ളമാണ്. അവർ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അവർക്ക് റീച്ച് കിട്ടാനും വ്യൂ കിട്ടാനും പുതിയ ചാനൽ ഓപ്പൺ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പുതിയ നാടകമാണ്. അതിനപ്പുറം ഒന്നുമില്ല. ലിറ്റിൽ ക്ലീവേജ് ക്യാൻ ബി സീൻ. ഹായ് ചേച്ചി, ഫാമിലി എല്ലാവരെയും വെച്ച് ഒരു വീഡിയോ ചെയ്യാമോ? കുറച്ച് ഡിഫറെൻ്റായി ഈ പ്രഷർ ടോപ്പിക്സ് ഒക്കെ മാറി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ. ഇല്ല, ഞാനൊന്നും ചെയ്യത്തില്ല ശരണ്യ. ഹായ് ചേച്ചി, അങ്ങനത്തെ ചാനലല്ല ഇതേ, സോറി, അതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്, ബട്ട് ഞാനത് ടോപ്പിക്ക് ആക്കത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, സോറി കേട്ടോ. ആ ഫോണിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതെന്താ ആ ഫോണിന് എന്താ ജീവൻ ഉണ്ടെങ്കിൽ എന്താ? എന്താടി നിനക്ക് ഡെറ്റോളം മരുന്ന് വേണോടി? ആടി നോ ചേച്ചി, അങ്ങനെയല്ല. ബട്ട് നമുക്ക് എല്ലാവരെയും ഒരു സമാധാനമല്ലേ വേണ്ടത്? ചേച്ചിക്ക് ചുറ്റും ഉള്ളവരെല്ലാവരും ചേച്ചിക്ക് എഗെയിൻസ്റ്റ് ആണ്. സോ ഇങ്ങനെ ഇത്രയും ബോൾഡാകാൻ പറ്റുന്നു. യു ആർ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. എനിക്ക് ചുറ്റുമുള്ളവരെ ഞാൻ കെയർ ചെയ്യുന്നതിന് ഐ ആം ഏണിങ് മൈ സെൽഫ്, ഐ ആം ഈറ്റിംഗ് മൈ ഫുഡ്. ഞാൻ എന്തിനാ ഇവരെ കെയർ ചെയ്യുന്നത്? ഹൂ ആർ ദേ? ഹൂ കെയർസ്? ഹൂ ഗീവ് എ ഷിറ്റ്? ഷെഫി, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും ഫലം കാണും. ഇത് വെളുത്ത്, ഈ സാധനം ഇത് വെളുത്ത് മാവേ, ഇതിനെന്തൊക്കെയോ കുഴപ്പമുണ്ട് പിള്ളേരെ. ആയ ഹായ് ചേച്ചി, ഐ ആം എ ബിഗ് ഫാൻ. SFG. ഷിഫി, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും ഫലം കാണാം. എല്ലാവരും മുട്ട് നടക്കുന്ന ഒരു കാലമുണ്ട്. സ്പോട്ടാട്ട്, ബിഗ് ഫോട്ടാട്ട്. ആണോ? എവിടെ? ഞാൻ കണ്ടില്ല. ഫിൽറ്റർ ഫിൽറ്റർ വന്നിട്ട് അതെങ്ങനെ പോക്കുക? ഫിൽറ്റർ വേണ്ടല്ലോ. അതെനിക്ക് അറിയത്തില്ലടെ. ആവാ ഫിൽറ്ററൊക്കെ വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാനാണ് പിള്ളേരെ. ഞങ്ങളെന്താണ് ഈ പണിയാണോ? എടാ പിഗ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹായ് ചേച്ചിക്കുടി, ജെസ്സി ആന്റണി. ഹായ് 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 ഹായ്. അപ്പം ശരി, എല്ലാവരും പോയി കിടന്നുറങ്ങി. ഞാൻ പോണു. ഗുഡ് നൈറ്റ്. സൂപ്പർ കണ്ടന്റ്, താങ്ക് യു. അയ്യോ, ഞാനിത് പറഞ്ഞില്ല ടീച്ചർ, ഞാനിതൊന്നും പറയില്ല. ഞാൻ നാളെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ച് തീർന്നില്ല. ഞാൻ ആ വിഷയം ഒന്നും കൂടെ കേൾക്കട്ടെ. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ കണ്ടോ. ഇത് എന്താണെന്നറിയ നവരസം. ഗുഡ് നൈറ്റ് ജൽസ്റ്റ. ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ലൈവിൽ വന്നിട്ട് ഞാൻ പോണു. എടേ 1 മണിക്കൂറൊക്കെ ഇരുന്നില്ലടേ, നടു അടയ്ക്കൂലടേ, എന്തരടേ. ഗുഡ് നൈറ്റ് മാം. വിയർ സോക്സ്. അത് ഞാൻ ഇടാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഈ നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ താരനും കൂടി മുടിയും കൊഴിഞ്ഞ് ആകെ പ്രശ്നം. ശാന്തകുമാരി മെമ്പറാണോ കൃപ? ആരൊക്കെ എനിക്ക് കാശ് തരുന്നുണ്ട് കേട്ടോ. താങ്ക് യു കേട്ടോ. പാവഞ്ഞായി. എനിക്കാണെങ്കിൽ കൊച്ചുങ്ങളൊന്നുമില്ല കൊണ്ടുവന്ന് നിർത്തി കരഞ്ഞ് പിച്ചെടുക്കാനായിട്ട്. നിങ്ങളൊക്കെ മറിഞ്ഞ് തന്നാലേ ഉള്ളൂ. ഡോക്ടർ ഇതൊക്കെ ആരോട് പറയണ്? റൂബി മൈൻഡ് ചെയ്യുന്നതല്ലോ, നെറ്റ് തീർന്നിട്ട് ചാർജ് ചെയ്ത് ഓടി വന്നതാ. ജെസ്സി ആൻ്റണി. ഞാൻ കണ്ടില്ല നിങ്ങളുടെ കമൻറ്റ്, അതുകൊണ്ട് നോക്കട്ടെ. ഞാൻ കണ്ടില്ലടേ, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റി പറഞ്ഞില്ലേ,
ഇളയ വാവ അങ്ങനെ അധികം ഇങ്ങനെ ക്യാമറയ്ക്കൊന്നും പോസ് ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം അവനങ്ങനെ ഞാൻ വീഡിയോ എടുക്കുക ഞാൻ വളരെ റെയറായിട്ടാണ്. കുറേ ഫോട്ടോയൊക്കെ ഞാൻ ഇവൻ കാണാതെയൊക്കെയാണ് ഫോട്ടോ എടുത്ത് വെക്കുന്നത്. ഒരു നല്ല സ്വീറ്റ് മെമ്മറീസ് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അവരങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യത്തില്ല. മൂത്തവൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ലാതെ എപ്പോഴുമൊക്കെ നമ്മുടെ കൂടെയൊക്കെ വന്ന് നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കും. അത്യാവശ്യം അങ്ങനെയാണ്. അല്ലാതെ പിന്നെ അവരിങ്ങനെ വന്ന് ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ ഒരു മൂടുണ്ടെങ്കിൽ അവർ വരുമെന്നുള്ള. വിനു പിന്നെ ഒട്ടും വരത്തില്ല. വിനു അത് പക്ഷെ അത് നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അല്ല, വിനുവാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൻ്റെ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. പുള്ളിയാണ് എൻ്റെ അടുത്ത് ചാനൽ ഓപ്പൺ ചെയ്ത് തന്നത് വിനുവാണ്, ഞാനല്ല. വിനുവാണത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിനുവിൻ്റെ പേർക്ക് തന്നെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും പുള്ളി അങ്ങനെ ഒരു വരത്തില്ല. പിന്നെ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്ത് വെക്കാറുണ്ട്. അത് മെമ്മറീസിന് വേണ്ടിയിട്ട്. ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അറിയാമല്ലോ, ശത്രുക്കൾ അത്രയുണ്ട്. അതുകൊണ്ടാണ്, വെറുതെ എന്തിനാണ്. ഈസ് ദ കണ്ടന്റ് ഓക്കെ? ഇപ്പോൾ പറയുന്ന നിങ്ങൾ ചെന്ന എന്ന് എപ്പോൾ അത് രണ്ടും കള്ളമല്ലേ? ഇപ്പോൾ പറയുന്നു നിങ്ങൾ ചെന്നു എന്ന്, അപ്പോൾ അത് രണ്ടും കള്ളം. അടേ, അത് അവൻ അന്ന് പറഞ്ഞ് ഞാൻ ചെന്നിട്ടില്ല ആനാകോനയെന്ന്. ഇപ്പം അവൻ പറയണ് ഞാൻ ചെന്നെന്ന്. അവന് വല്ല വ്യവസ്ഥയുണ്ട്? നിങ്ങളല്ലേ അത് പോയിട്ട് എന്ന് പറയുന്നു. മുറിയേണ്ടി വിളി നിർത്തി ടീച്ചറെ. ആശ്വാസ്കറിയ ജിന്നെ പൊയ്ക്കിടവിൻ്റെ റൂം. പുര നിറഞ്ഞു നിൽക്കുന്ന ഇളയവാവ. നിങ്ങൾക്ക് എൻ്റെ കൊച്ചുങ്ങളെ കാണാൻ പറ്റിയ സോക്കേടാണല്ലേ. പുള്ളിക്ക് ഒരു അവാർഡ് കൊടുക്കണം. മോള് പോയി മോളെ മാപ്പിളയുടെ കാര്യം അന്വേഷിക്കും. പിന്നെ വന്നിരുന്ന് കാണുമെന്ന് എനിക്കറിയാം. കെട്ടടി അമരാവതി മോളെ. മോളെ അമരയ്ക്ക് തക്കാളി വെണ്ടയ്ക്ക കത്തിരിക്ക പടവലങ്ങേ എടി ക്യാരറ്റ് മോളെ ചെല്ല്, അല്ലെങ്കിൽ വല്ല സോഡാ കുപ്പിയും ശരിയാക്കി വെക്ക്. ഗുഡ് നൈറ്റ് മാം. വൈ യു ആർ നോട്ട് പോയിന്റിങ് ഔട്ട് ദോസ് കോൺട്രാൻഡിക്കേറ്റഡ് ഫാക്ട്സ്? വിച്ച് ഫാക്ട്സ്? അവനും അത് പോയിന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് കോമൺ സെൻസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയത്തില്ലേ റൂബി? ഞാൻ പറയണോ? ഇത് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ പോരെ? അവൻ അന്നെന്താ പറഞ്ഞേ? ഞാൻ കള്ളം പറയണ്, ഞാൻ വന്നിട്ടില്ല എന്ന്. ഇന്ന് അവൻ എന്താ വായിച്ചേ? ഇന്ന് അവൻ ഇരുന്നോണ്ട് പറയണേ എന്താണ്? അവരിവിടെ വന്നിട്ടുണ്ട്, അവരെന്നെ കത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്, അവരെ വാഹനം ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. കേൾക്കാൻ പോകുന്നവർക്കല്ലേ അറിയാം. പിന്നെ ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ കുറേ ദിവസം 3 or 4 വീഡിയോ എനിക്കെതിരെ അവൻ ഇട്ടു. എനിക്ക് മറുപടി താ, എനിക്ക് മറുപടി തരുന്നില്ലേ, എനിക്ക് മറുപടി താ എന്ന് പറഞ്ഞു. വിജിരാജ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ ചാനലിൽ പോയിരുന്നിട്ട് ലൈവ് ഇട്ട് തെറി വിളിച്ചു. അവനും തെറി വിളിക്കുന്നു, ഇവനും തെറി വിളിക്കുന്നു. അതുൽ അതിന്റെ താഴെ പോയി കമന്റ് ഇടുന്നു, പച്ച പോക്കൃത്തരങ്ങൾ എഴുതി വെക്കുന്നു. ഇതൊക്കെ ഇവർ ചെയ്തിട്ട് ഇവർ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോ? എനിക്കറിയാമല്ലോ. മാം പ്ലീസ് വിയർ സോക്സ്. ഞാൻ സോക്സ് ഇട്ടോളാം. ഞാൻ നിർത്തി, മൈൻഡ് ചെയ്യുന്നില്ല. ജെസ്സി ആന്റണി, ഐ മൈൻഡഡ് യു സോ മെനി ടൈം. ഈ ചാനലിന്റെ ലക്ഷ്യം വിട്ടിട്ടുണ്ട് അലക്കുക എന്നുള്ളതാണ്. ചേച്ചി മകളുടെ പേരെന്ത്? എനിക്ക് പെൺകുട്ടികളില്ല. കഴിഞ്ഞില്ല, ഞാൻ കഴിയുന്നില്ല. ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂടെ ഇരുന്നിട്ടേ പോവുള്ളൂ. ചെറിയ മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബൈ ദ വേ അവൻ്റെ 1 വർഷം മിസ്സായിട്ടുണ്ട്. അതാണ് അവൻ്റെ ആ ഏജും അതുമായിട്ട് ഇതില്ല. അത് 1 വർഷം അവൻ പോയില്ല, പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവനൊരു അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവന് ഇവിടുത്തെ ലാംഗ്വേജുമായിട്ട് സെറ്റ് ആവാത്തത് കൊണ്ട് ഒരു 1 year വീട്ടിൽ നിൽക്കേണ്ടി വന്നു. തന്നെയാണ് അവൻ കണ്ടിന്യൂ ചെയ്തത്. ഇവിടെ KEMSലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിലാണ് അവൻ. 9 പഠിക്കേണ്ടതാണ്, അപ്പോൾ 8ലാണ് പഠിക്കുന്നത്. ഞാൻ പോവുക ചേച്ചി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പ്രഷീദ സലീം. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ടീച്ചറെ ഞാനത് നിർത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നോട്ട് ഷുവർ. ഇങ്ങോട്ട് വന്ന് കുത്തിയാൽ, ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാൽ അത് ഞാൻ തിരിച്ചു ചൊറിയും എന്നുള്ളതിൽ തർക്കമേ ഇല്ല. ആ ചൊറിച്ചിലങ്ങ് മാറിയില്ലേ? പൊയ്ക്കോ. ഇപ്പോൾ ഒരു സമാധാനമില്ലേ? പൊയ്ക്കോ. എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു. ആരെയും വിലവെക്കാത്ത സ്വഭാവം. ഐ ഡ്രോപ്സ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പോണു. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ മല്ലു ട്രാവലിൻ്റെ കേസിൽ ഇടപെടുന്ന സമയത്ത് അതിനകത്ത് കാര്യം, എനിക്ക് ഈ പറയുന്ന മല്ലു ട്രാവലിൻ്റെ എക്സ് വൈഫിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അവരെ പറ്റി ഒന്നും അറിയത്തില്ല. എനിക്ക് പക്ഷെ സൗദി വനിതയെ അവൻ ചെയ്തു എന്നുള്ളത് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അത് ഞാൻ 2 പേരുടെയും വീഡിയോ കണ്ടിട്ട് അനലൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാവരും ആ പെൺകുട്ടിയെ ബോഡി ഷെയിം ചെയ്യുമ്പോഴും വൃത്തികേട് പറയുമ്പോഴും ഞാൻ മല്ലു ട്രാവലിന് എഗൻസ്റ്റ് ആയിട്ട് ആ പെൺകുട്ടിക്ക് സപ്പോർട്ടീവായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. എനിക്കറിയാം വ്യൂ കിട്ടില്ല, തെറി കിട്ടും, എന്നെ ഡീഗ്രേഡ് ചെയ്യും, എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അവിടെ തുടങ്ങിയാണ് ഈ സൈബർ അറ്റാക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പുള്ളത് വേറെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫിജോ ജോസഫ്, കാദർ കരിപ്പൊടി, സീക്രട്ട് ഏജൻറ്റ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് യുണൈറ്റഡ് ആയി, ഈ തനൂജ ഇവരെല്ലാവരും കൂടെ ചേർന്ന് യുണൈറ്റഡ് ആയിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കി. അതുൽ ബ്ലോഗ്, ജിനു, വിജി രാജ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സൈഡിൽ, ഞാൻ ഇപ്പുറത്ത് പാവം ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ ഓസ് എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. റസീന ചാഞ്ചാടി കളിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ജലജ എനിക്ക് വേണ്ടിയിട്ടാണെന്നും അറിയത്തില്ല, ഒരു വീഡിയോ ഇട്ടിരുന്നു, ഞാനത് എൻ്റെ ടൈം ലൈനിൽ കൊണ്ടുവരും, പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മായയ്ക്ക് ഏതോ കാര്യം മനസ്സിലായിട്ട് മായയും ഒരു വ്ളോഗ് എടുത്തിരുന്നു, പക്ഷെ മായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതോടെ ഞാൻ മായ കട്ട് ചെയ്തു. ഇനി എൻ്റെ വീഡിയോ എടുത്താൽ ഞാൻ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും ഞാൻ ചിന്തിച്ചും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മായ ഇനി എൻ്റെ വീഡിയോ എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, അവിടെ നിന്ന് ഒരു ആൻസർ എനിക്ക് വരാത്തത് കൊണ്ട് മായ ഇനി എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു അറ്റാക്ക് നടക്കാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ദെൻ തനുജ ഇഷ്യൂവിൽ ഞാൻ മൊത്തത്തിൽ ഒന്ന് വിജിലൻ്റായി അലർട്ടഡായി നടന്ന സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന സ്റ്റോറി തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട്, വിഷമം തോന്നണ്ട. നിങ്ങളും വിനുവും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഡസൻറ്റ് മാറ്റർ, ദാറ്റ് നോട്ട് ബോദേഴ്സ് എനി വൺ. ഇറ്റ്സ് അവർ പേഴ്സണൽ ഇഷ്യൂ. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഹൗ മച്ച് ഇറ്റ് ഈസ്, ഈവൻ ഹീ ഈസ് 18 years old, ഇത് നിങ്ങളുടെ ഒരു നൺ ഓഫ് യുവർ കൺസേൺ. ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് മൈ പ്രൈവസി. ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ ഇറ്റ് അൺടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നിങ്ങളോട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയുക. ഓക്കെ, എനിക്ക് 2 ആൺമക്കളാണ്. ഇതാ വന്നു പ്രബുദ്ധ ചോദ്യം, ഏജ് ഡിഫറൻസ് ക്വസ്റ്റ്യൻ. കഷ്ടം, ശോകം, ദാരിദ്ര്യം. ഇപ്പോൾ ഡെയിലി യുവർ ലൈവ് കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. സോ ലൈവ് മുടക്കല്ലേ. നോ ശ്രീകുമാർ, ഒരു സോങ് പാടുമോ? നീ പോയില്ലേ ഇതുവരെയും? നിന്നെ എപ്പോൾ പറഞ്ഞുവിടാം. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഇപ്പോൾ ഡെയിലി യുവർ ലൈവ് കേട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവിടെ എന്നെ കാണാൻ വന്നു മല്ലു ട്രാവലിൻ്റെ എക്സ് വൈഫ്. വന്നപ്പോൾ ഞാൻ മറ്റേ പെണ്ണിനോടുള്ള വൈരാഗ്യത്തിൽ കുട്ടിയെ ഇൻസൾട്ട് ചെയ്തു. ദെൻ ആ കുട്ടിയുടെ ഒരു സ്റ്റോറി ഞാൻ മനസ്സിലാക്കുമ്പോൾ ഐ റിയലി ഫീൽ വെരി ബാഡ്. എൻ്റെ ഒരു റൂഡായിട്ടുള്ള ക്യാരക്ടർ എനിക്ക് തന്നെ വെറുപ്പായി. ദെൻ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈഫിലേ ചെയ്യാത്തൊരു കാര്യം ചെയ്തു. ആദ്യമായിട്ട് ബെഗ് ചെയ്തു ആൾക്കാരോട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യമാണ്, പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ. ദെൻ എൻ്റെ രാഷ്ട്രീയം മറന്ന് ഒരുപാട് പേരെടുത്ത് അറിയാൻ വേണ്ടി ചോദിക്കണം, ദേഷ്യപ്പെടും. സത്യം പറയാം, ഒരിക്കലും ഈ ദേശം അപ്പോൾ തക്കാളി നിനക്ക് ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടണം, ശരി പോ. അപ്പോൾ ഞാൻ ഒരുപാട് പേരെടുത്ത് പോയി സംസാരിച്ചു. ദെൻ എനിക്ക് മനസ്സിലായി പൊളിറ്റിക്സ് അല്ല, ഇതിനകത്ത് മറ്റൊരു പ്ലേ ഉണ്ട്. എവരി വെയർ. ഹായ് 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 ഹായ്. എടാ നീ വന്ന് ഉമ്മ വെച്ചളയല്ലോ, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത കാര്യം പറഞ്ഞോളേം. പോയിക്കോ. അയ്യോ, ഇപ്പോൾ ഡെയിലി യുവർ ലൈവ് കേട്ടില്ലെങ്കിൽ ഒരു സുഖമല്ല. സോ ലൈവ് മുടക്കല്ലേ. എനിക്കൊരു ഷെയർ തരണം. പേയ്മെൻറ്റ് എത്ര പറഞ്ഞാൽ മതി? ജീൻസ് 100. എന്തിന്? എന്നും പലതവണ പറഞ്ഞതാണ്, വീണ്ടും പറയുന്നു, സ്വകാര്യത സംരക്ഷിക്കാൻ ശ്രമിക്കുക. എക്സാക്ട്ലി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അന്ന് ഞാൻ കൂടുതൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ട് വലിച്ച് കീറാൻ വേണ്ടിയിട്ട് ചെറിയ ആൾക്കാരെ വരെ, അതായത് കൂടെ നിൽക്കുന്നൊരു മൈന്യൂട്ട് ഫീലിംഗ് വന്നാൽ അവരെ പോയി ത്രട്ടൺ ചെയ്ത് അവരെ കൊണ്ട് മൈക്കടിപ്പിച്ച് എനിക്കെതിരെ പറയുക. ആദ്യമെല്ലാം ഞാൻ കുറച്ച് റിയാക്ട് ചെയ്തു. ദെൻ ഐ റിയലൈസ് ഇവരെല്ലാം ചേർന്നിട്ടുള്ള പ്ലേ ആണ്. ഇതിനകത്ത് സാവകാശം മറുപടി കൊടുക്കുന്നതാണ് നല്ലതെന്ന്. എല്ലാം മീറി പോകുമെന്ന് പറയും. നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ആശയദാരിദ്ര്യം വെച്ച് ഓക്കെ ആശയം കൊണ്ട് നേരിടുന്ന കണക്കല്ല, തെറി ആയപ്പോഴാണ് ഈ പറയുന്ന ടീമംഗങ്ങൾക്കെതിരെ ഞാൻ പിന്നെ നിയമത്തിൻ്റെ കാര്യം കൊണ്ട് ഇറങ്ങിയത്. പിന്നെ ജംഷീർ അവിടെ കടന്ന് പറയുന്നത് ഞാൻ ആദ്യം മുതലേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വീണ്ടും വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് എൻ്റെ ഒറ്റ മറുപടിയുള്ള ഐ വിൽ റിമൂവ് യു ഫ്രം ദ യൂട്യൂബ്. ബിക്കോസ് ഫിജോ ജോസഫിൻ്റെ ടൈം ലൈനിൽ എനിക്കെതിരെ വലിയൊരു ഗൂഢസംഘം ഇതുപോലെ പോക്കർത്തരം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ എനിക്ക് റിപ്പീറ്റഡ്ലി ഇതേ സെയിം സ്റ്റോറി തന്നെ എപ്പോഴും പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ മാറ്റി വെച്ചിരിക്കുകയാണ്, സൈഡാക്കി വെച്ചിരിക്കുകയാണ്. ഈ നടക്കുന്നതൊക്കെ തന്നെ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കുമാണ്. ഇതിനകത്ത് ആരൊക്കെ എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ 100% നിങ്ങൾ ഉറപ്പിച്ചോ, ദേ ആർ നോട്ട് ജെനുവൻ. അവരൊരിക്കലും പൊതുജനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നിങ്ങൾ തെറ്റിപ്പോലും തരിക. സിജോ ടാക്സ് ആയാലും, ജിനു ആയാലും, അതുൽ ആയാലും, ഖൈസ് ആയാലും, അൽത്താഫ് ആയാലും ഒരുത്തൻ പോലും പേഴ്സണാലിറ്റി ഉള്ളവനല്ല. ഈ
ഒരാൾ ആക്രമിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ഭാഗം കൂടെ ചേർത്ത് നമുക്കും കൂടെ കുറച്ച് ഏണിങ്സ് കിട്ടട്ടെ എന്നൊരൊറ്റ ടാർഗറ്റിൽ ഇറങ്ങി നിന്ന് കളിച്ചവരാണ് ഇവരെല്ലാവരും തന്നെ. ഇതിനകത്ത് ഞാനില്ലേ ഇല്ല. ഈ ജാസ്മിൻ ഇഷ്യൂ ആണെങ്കിൽ പോലും ജാസ്മിനെ പറ്റി മോശം പറഞ്ഞത് ഖൈസാണ്. ഖൈസിൻ്റെ വോയിസ് ആണ് ഞാൻ പ്ലേ ചെയ്തത്. അപ്പോഴും ഞാനാണ് ടാർഗറ്റഡ് ആയത്. തനൂജ വിഷയത്തിൽ തനൂജയുടെ ഭർത്താവാണ് ക്യാരറ്റ് ഇഷ്യൂ പറഞ്ഞത്, ഷെഫീനയല്ല. ഷെഫീന അവൾ ക്യാരറ്റ് കയറ്റുന്നുണ്ടായില്ലെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അവളുടെ ഹസ്ബൻഡാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. സോ ഓൾ ഇൻ ടോട്ടൽ ഇതൊക്കെ പ്ലേ ചെയ്തു എന്നൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഇത് ടാർഗറ്റഡ് ആണ്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് അപ്പുറത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും 100% ഞാനിപ്പുറത്ത് തനിച്ചായതുകൊണ്ട് തന്നെ എനിക്ക് ബലം കൂടും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ പോകുന്ന പാത്ത് കൃത്യമാണ്, കറക്റ്റാണ് എന്നുള്ളത്. എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായം അത് വീണയ്ക്കായാലും ഫരീദയ്ക്കായാലും മല്ലു ട്രാവലിൻ്റെ എക്സ് വൈഫിനായാലും ഒക്കെ എൻ്റെ സൈഡിൽ നിന്നുള്ളത് ഞാൻ ചെയ്തിരിക്കും. ജെസ്സി ആൻ്റണി ഹായ് 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 ഓക്കെ ഹായ് ചേച്ചി. കുറച്ച് ഡേയ്സായി ഞാൻ ലൈവിൽ വന്നിട്ട്. കുട്ടികൾക്ക് എക്സാം ആണോ? അരവിന്ദ് ജിൻസന ഹായ്. ഫരീദയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജെസ്സി ആൻ്റണി ഹായ് ഹായ്. രഞ്ജു താങ്ക് യു. ഫരീദയെ വെല്ലൂരിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അവരൊരു വീട് നോക്കുന്നുണ്ട്. അവരവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ജൂനിയർ ഡോക്ടറാണ് നോക്കിയത്. ജൂനിയർ ഡോക്ടർ കുറച്ച് നിരാശാജനകമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ സീനിയർ ഡോക്ടേഴ്സ് ഓക്കെ വി വിൽ കണ്ടിന്യൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ ഷീ ഈസ് കണ്ടിന്യൂ. അവളുടെ രീതി അവിടെ ചെയ്യുന്നുണ്ട്. അവൾ അവിടെയാണുള്ളത്. നിങ്ങളെ എല്ലാവരും വഴക്കു പറയുന്നു. യൂട്യൂബ് തുറന്നാൽ മൊത്തം വിഷയം ഇതാണ്. കബീർ MC അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അൽത്താഫിനെ ഞാൻ അങ്ങനെ പറയത്തില്ല. കാരണം വിനുവിന് അൽത്താഫിനെ പറ്റി നല്ല അഭിപ്രായമാണ്. പക്ഷെ അൽത്താഫിനെ പറ്റി എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിനുവുമായിട്ടുള്ള ആ ഇഷ്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാൻ ലൈവിലിരിക്കുമ്പോഴാണ് ജിനു എന്നെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തെറി വിളിക്കാൻ തന്നെയാണ് ഞാൻ ലൈവ് കട്ട് ചെയ്തത്. ഞാൻ തിരിച്ചു വന്ന പച്ച തെറിയാണ് വിളിച്ചിട്ടുള്ളത്. അതെല്ലാം കേൾപ്പിക്കാൻ പോലും പറ്റാത്ത അത്രയും രീതിയിലുള്ളൊരു 3 കോൾ അവൻ കട്ട് ചെയ്ത് വീണ്ടും വിളിക്കുന്ന എല്ലാം ഞാൻ അവനെ പച്ച തെറി തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. വിളിച്ചിട്ട് അവൻ എന്നോട് ഒരു കോംപ്രമൈസ് ടോക്കാണ് നടത്തിയത്. അപ്പം എന്നെ കോൾ ചെയ്തിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് പോയത് കൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷനുണ്ട്. നിങ്ങൾ എത്ര രാത്രിയായാലും തിരിച്ച് വന്നിട്ട് അത് എന്താണെന്നൊരു എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി എക്സ്പ്ലനേഷൻ വന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്ന സമയത്താണ് എനിക്ക് ദേഷ്യം പിടിച്ചത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് സോറി പറയാൻ വരുന്നു. ഇന്നലെ ഷിബു പാലച്ചിറ അവൻ ഇന്നലെ സോറി പറയാൻ വിളിച്ചു. ഞാൻ എടുക്കുന്നില്ലെന്ന് കണ്ടപ്പം തോന്നിവാസം പറഞ്ഞു. മനസ്സിലായോ? അപ്പം ഈ തോന്നിവാസം അവൻ പറയുന്നത് കണ്ടിട്ടാണ് ആ രീതി, ആ ടേമേ ശരിയല്ല എന്ന് കണ്ടിട്ട് ഞാൻ പെൺകുട്ടികളോട് പറഞ്ഞതാണ്, നിങ്ങൾ ഉറച്ചു നിന്നാൽ ഈ പട്ടികൾ എത്ര കുറച്ച് മേളിൽ കയറി നിങ്ങളുടെ കാലി പിടിക്കുന്ന ഒരു അവസ്ഥ യുവന്മാർക്ക് ഉണ്ടാകും. കാരണം സ്ത്രീകൾക്ക് അത്രത്തോളം പ്രിവിലേജ് ഉണ്ട്. അത് യൂസ് ചെയ്യാൻ അറിയാത്തത് പെൺകുട്ടികളാണ് എന്ന് ഞാൻ പറഞ്ഞതിനെ ആ വീഡിയോ ഞാൻ കാണാൻ പോയില്ല. അൽത്താഫിൻ്റെ വീഡിയോ ഞാൻ കാണാൻ പോയില്ല കേട്ടോ. കണ്ടെങ്കിൽ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. അവ അതെടുത്ത് വെച്ചിട്ടുണ്ട്, ഷെഫീന ബീവി നിങ്ങൾക്ക് മാത്രമേ ഉമ്മയുള്ളൂ, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഉമ്മയുണ്ട്. എന്താ അധികാരമാണ് അവനുള്ളത് ഉമ്മയുടെ കാര്യം പറയാൻ? അവൻ്റെ ഉമ്മയെ വിളിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് എന്നാണോ? അവൻ എന്നെ വിളിച്ച സെപ്റ്റിക് ടാങ്ക് എന്നാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ അമ്മയെ അവൻ വിളിച്ച സെപ്റ്റിക് ടാങ്ക് എന്നാണ്. അവിടുന്ന് അവർക്ക് എന്ത് വേണോലും എന്നെ പറയാം, എന്നെ ചീത്ത വിളിക്കാം. ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അൽത്താഫ് വ്ളോഗിൻ്റെ ആ വീഡിയോ പോയി കാണുക. അതിനകത്ത് കൃത്യമായിട്ട് അവൻ അമ്മ 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 എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതേ സാധനം സീക്രട്ട് ഏജന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പച്ച മോശം പറഞ്ഞിട്ടുണ്ട്. അവൻ വീഡിയോ ചെയ്ത് എന്തിനാണെന്നറിയാം, ഞാൻ എരുമ എന്നും പോത്ത് എന്നും ബഷീറുടെ വൈഫുകളെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിട്ട് നീ കഴുതയാണോ നീ ഇതാണോ എന്ന് അവനും പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിടത്ത് പറയുമ്പോൾ നമ്മൾ കൃത്യമായിരിക്കണം. ഇപ്പം ഞാൻ നിന്നെയൊക്കെ തെറി വിളിച്ചിട്ട് നിങ്ങൾ തെറി വിളിക്കില്ലേ എന്ന് പറയാൻ ഒക്കത്തില്ല. ഞാൻ തെറിയാണ് വിളിക്കുന്നത്. യെസ് ഓഫ് കോഴ്സ്, എന്നെ തെറി വിളിച്ചാൽ തെറി വിളിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന എനിക്ക് മറ്റൊരാൾ തെറി വിളിക്കണമെന്ന് പറയാൻ ഒക്കത്തില്ല. ബിക്കോസ് ഐ ഹാവ് നോ റൈറ്റ്. യുവമാരൊക്കെ ചെയ്തതാണ്. അൽത്താഫ് എന്തടിസ്ഥാനത്തിലാണ് ആ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ കാറ്റിനനുസരിച്ച് തൂറ്റിയതാണ്. അന്ന് അവന് ഇത് വേണമായിരുന്നു. അത് കർമ്മ. അതിനകത്ത് അവൻ 5 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 5 രൂപ അവന് മുഴച്ചിരിക്കും. ആ 5 രൂപ അവൻ കട്ട് ചെയ്ത് കളയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. കാരണം അതിനകത്ത് എൻ്റെ ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം എൻ്റെ അമ്മയെ പറഞ്ഞതിനല്ല ഞാൻ പറഞ്ഞത്. ആ ജിനു എന്ന് പറയുന്നത് 3rd റേറ്റ് ഗുണ്ടയാണ്. അവൻ
മോശമേ പറയുള്ളൂ. ഏത് സ്ത്രീയാണ് അവൻ വിട്ടിട്ടുള്ളത്? ഓസ് മലയാളി എന്ന് പറയുന്ന പെൺകുട്ടിയെ എത്രമാത്രം മോശമായിട്ടാണ് അവൻ പറയുന്നത്? ഏത് പെൺകുട്ടികളാണ് അവൻ വിട്ടുവെച്ചിട്ടുള്ളത്? പച്ച അപരാധം മാത്രം പറയുന്ന ഒരു വൃത്തികെട്ട ജന്തുവാണ് അവൻ. അവന് വക്കാലത്ത് വിളിച്ചുകൊണ്ട് അൽത്താവ് പറഞ്ഞെങ്കിൽ അവൻ നശിപ്പിച്ചത് അവൻ്റെ ജെന്യൂനിറ്റിയാണ്. അവനൊരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ഇത് കാണിച്ചിരുന്നു. അതിനകത്ത് ഞാനത് എടുത്തില്ല കേട്ടോ ആ വീഡിയോ. അതിനകത്ത് കയറിയിട്ട് ഒരു ഹിഡൻ ഡ്രോ കാണിക്കുന്നുണ്ട്, ഒരു അറ കാണിക്കുന്നുണ്ട് കട്ടിലിൻ്റെ. ആ അറയ്ക്കകത്ത് അവനൊരു കമൻറ്റ് പറയുന്നുണ്ട്, ഈ അവിഹിതമൊക്കെ നടത്തുന്നവർക്ക് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് എന്ന്. പറഞ്ഞു പോയതാണ്. എന്നാൽ ആ സാധനം ക്രോപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ല, അതവിടെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് നല്ലപോലെ കൊടുക്കാം. കാരണം അവിഹിതത്തിൽ പോയി കിടന്നും അവിഹിതം ചെയ്തും ശീലമുള്ള ഇവനെന്ന് എനിക്ക് നിസ്സാരമായിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രതികരിച്ച ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞതാണ്. അത് അപ്പോഴും ഞാൻ എന്നെ തെറിയല്ല പറഞ്ഞത്, പ്രോപ്പർട്ടി അല്ല, അങ്ങനെയല്ല പറയുക. പാർട്ട്ണർ എന്നാ പറയുന്നത്. തിരുത്തിയില്ല. പകരം അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഇനിയും കേട്ടോണം. അവനിത് കാണണമെന്നോ അല്ലെങ്കിൽ അവൻ്റെ ചാനലിൽ കൊണ്ടിട്ട് ആളുകൾ റിവ്യൂ ചെയ്യണമെന്നോ ഇത്രയും വലിയ ചാനലിൽ ഞാൻ ചൊറിഞ്ഞു എന്നൊന്നുമല്ല. ഞാൻ അവിടെ എങ്ങും കൊണ്ടുവരെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തില്ല. എൻ്റെ ചാനലിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞവിടെ ഇട്ടുമോ എത്രയോ ദിവസം കഴിഞ്ഞ് മാസം കഴിഞ്ഞിട്ടാണ് അത് കണ്ടിട്ട് മറുപടി എനിക്ക് ഇട്ടത്. ഞാൻ നിങ്ങൾ എന്നെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അതിനകത്തുണ്ട് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണോ അത് ചെയ്തത്. എനിക്ക് കണ്ടപ്പോൾ ഒരു സ്ത്രീയെ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നതിന് പകരം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു വിഷയത്തിൽ ജംഷീർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ എങ്ങനെ വൃത്തികേട് പറയുമ്പോൾ കൃത്യമായി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സാധനത്തിൽ എവിടെയെങ്കിലും ഈ ജംഷീർ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം തെളിവുൾപ്പെടെ കൊണ്ടുവന്നാൽ അവൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഞാൻ ഒരു വാക്കും കൂടെ തരുന്നു. ഈ ജംഷീർ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം സത്യമായതുണ്ടെങ്കിൽ ഈ കൊടുത്ത എല്ലാ കേസും പിൻവലിച്ച് ഞാൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞേക്കാം. എല്ലാവരോടും ഞാൻ പബ്ലിക്കായിട്ട് മാപ്പ് പറയാം. ജംഷീർ പറഞ്ഞ ഒരു സാധനം, അവൻ എനിക്കെതിരെ പറഞ്ഞ ഒരു സാധനത്തിൽ സത്യമുണ്ടെങ്കിൽ, എൻ്റെ എഡ്യൂക്കേഷൻ 10ാം ക്ലാസ് എന്ന് പറഞ്ഞു, സത്യമാണോ അല്ലയെന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്ന് കാണിച്ചു. ബിനുവിൻ്റെ കേസ്, 5 മാപ്പിള, എൻ്റെ മകന് കേസ്, ഞാൻ അവിടെ വേറെ ആരുടെ സെറ്റപ്പ്, എൻ്റെ വസ്തുവിൻ്റെ കാര്യം, എൻ്റെ ഉപ്പച്ചിയുടെ കാര്യം, എൻ്റെ ഉമ്മ 2 കല്യാണം കഴിച്ച കാര്യം, ഒരു സാധനം അവൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ വീട് പറയാം. പറകുന്ന പീവം നാവായിക്കുളോ എന്നാണ് എൻ്റെ പോസ്റ്റൽ അഡ്രസ്സാണ്, കല്ലമ്പലത്താണ്. അവിടെ പോയി അന്വേഷിച്ച് നോക്കിയിട്ട് ആരെങ്കിലും ഒരു തെളിവ് എനിക്ക് കൊണ്ട് തന്നാൽ എൻ്റെ ഉമ്മ ജീവിച്ചത് എങ്ങനെയാണ്, എൻ്റെ ഉമ്മക്ക് എത്ര ഭർത്താവ്, എനിക്ക് എത്ര ഭർത്താവ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, ഞാനൊരു ഓപ്പൺ ബുക്കാണ്. അതിനകത്ത് മറച്ചു വയ്ക്കാനായിട്ട് ഒന്നുമില്ല. ഹസ്ബൻഡ് PhD ആണ് ചെയ്യുന്നത്. അയാളുടെ ഫേസ് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 കുട്ടികളെ യവന്മാരെടുത്ത് വെച്ച് ഊക്കണത് കണ്ടവളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ വെച്ച് തന്നെയാണ് ഞങ്ങൾ ക്ലബ് ഹൗസിൽ പോലും ചെയ്യുന്നത്. പുതിയ ഫോട്ടോ ഒന്നും ഞാൻ ആഡ് ചെയ്യാനേ പോയിട്ടില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് എനിബഡീസ് കമൻറ്റ്. ഇങ്ങനൊരു സംഭവമേ ഇല്ല. ഇതിനപ്പുറം ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് പറയാൻ അറിയത്തില്ല. പിന്നെ അവനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവൻ നാട്ടിൽ വന്നാൽ അവനെ ഞാൻ പൊട്ടിച്ചിരിക്കും എന്നുള്ളൊരു തർക്കമില്ല. അവനെ ഞാൻ വരുത്തും, ചാത്തന്മാരെ കൊണ്ട് ഞാൻ അവനെ വരുത്തിക്കും എന്നുള്ളത് എൻ്റെ പ്രോമിസാണ്. അത് എന്നോട് തന്നെ, എന്നിലെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത പ്രോമിസാണ്. അത് തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. എൻ്റെ കുട്ടിയുടെ പുറത്ത് കേസില്ല, എൻ്റെ കുട്ടി ഒരു പ്രോബ്ലത്തിലല്ല, യാതൊരു കാര്യങ്ങളും ഇല്ല. ഇല്ലാത്തൊരു കാര്യത്തിന് അവൻ പറയുമ്പോൾ എടാ നീ അങ്ങനെ പറഞ്ഞോടാ എന്ന് പറഞ്ഞോണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അത് അവൻ്റെ തള്ളയുടെ ചരിത്രമായിരുന്നു പറയുന്നത്. പിന്നെ അതിനകത്ത് കുറേ അധികം ചരിത്രങ്ങൾ സത്യമുണ്ട്. ആ സത്യം എൻ്റെ ചരിത്രമല്ല, ഫിജോയുടെ ചരിത്രമാണ്. ഫിജോ ജോസഫ് എന്ന് പറയുന്നത് ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള എന്ന് സ്വയം അവകാശപ്പെടുന്ന ആലപ്പുഴ ബോട്ടമ്മായിയുടെ ചരിത്രമാണ് ആ ചെറുക്കൻ പറയുന്നത്. അവളുടെ ആദ്യത്തെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആദ്യത്തെ ഭർത്താവിനെ വെച്ചിട്ട് 2ാമതൊരുത്തൻ്റെ കൂടെ ബോട്ടിനകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പം ഭർത്താവിൻ്റെ അനിയൻ കണ്ടുകൊണ്ട് വരികയും അവൻ എടുത്ത് വെച്ച് ചാവിട്ടി കഴുത്തൊടിച്ച് കയ്യും കാലും തല്ലി ഒടിച്ച് രമേശ് ചെന്നിത്തലയുടെ മുമ്പിൽ നിവേദ്യം അർപ്പിക്കാനായിട്ട് പോയി നിൽക്കുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ മറുനാടൻ മലയാളിയിൽ ഇന്നും കിടപ്പുണ്ട്. അമ്മാതിരി ചെയ്ത ആ സ്ത്രീയുടെ ചരിത്രമാണ് പറയുന്നത്. 4ഓ 5ഓ ആണുങ്ങളുമായിട്ടൊക്കെ അഫെയർ വെച്ചത് അവളാണ്. ഷെഫീനാക്ക് അങ്ങനെയല്ല. ബയോളജിക്കൽ ടെസ്റ്റ് എടുക്കാൻ ഞാൻ വില്ലിങ് ആണ്. ഫിജോ ചെയ്യാമോ എന്ന് ചോദിക്കാം. 2 പേരും കൂടെ ഒന്നിച്ചൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറയും. ഇപ്പം ടെക്നോളജിയൊക്കെ ഡെവലപ്പായി അപ്പോൾ കൃത്യമായിട്ടുണ്ടാവും. ടെസ്റ്റ് ആ പരിശോധിക്കുന്ന സാധനം പൊട്ടിത്തെറിക്കുന്ന ലെവലിലുള്ള സാധനം അവളെ സാധനത്തിൽ നിന്ന് കിട്ടും. അതുപോലെയല്ല ഷെഫീന്. അപ്പം അത് കൃത്യമാണ്. പിന്നെ ക്യാരറ്റ് ഗേളിൻ്റെയും ബാക്കിയുള്ളവരുടെ സർക്കസും ഒക്കെ കൊണ്ടുവരുമ്പോൾ ക്യാരറ്റ് ഗേളിൻ്റെ കേസിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം, അവളൊരു സൈക്കോയാണ്.
അവൾ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ളത്. ഞാനത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എലന്തൂർ പോയി ഞാൻ അന്വേഷിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അവൾ പറയണത് ഞാൻ കള്ളം പറഞ്ഞത്, അത് അവളാണ് പറയണത്. നാഴികയ്ക്ക് 40 വട്ടം കള്ളം മാത്രം പറയുന്ന ഒരു സ്ത്രീയാണ് അത്. അവളുടെ ഒരു കൂട്ടുകാരത്തെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കേട്ടാൽ പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും ഞാൻ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞോ അത് എല്ലാം തന്നെ കൃത്യമായി തെളിവുൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അവസരം വരുമ്പോൾ ഞാൻ ഇരുന്ന് പറയുക തന്നെ ചെയ്യും. വിടത്തില്ല ഞാൻ, അത് 100% ഉറപ്പാണ്. പിന്നെ അതുൽ വ്ലോഗ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ചാനലിന് സ്ട്രൈക്ക് തന്നത് അവളാണെന്നും ഞാൻ സോറി പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ സ്ട്രൈക്ക് മാറ്റും എന്നാണ് പറയുന്നത്. അതുൽ വ്ലോഗ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കഴിക്കുന്നത് ആഹാരമാണ്, നിന്നെ പോലെ തീട്ടമല്ല. ഷെഫീനയുടെ തീട്ടം തിരുന്ന നിനക്ക് സോറി പറയാനൊക്കെ തോന്നും, പക്ഷെ ഷെഫീനയ്ക്ക് അത് തോന്നത്തില്ല. മാപ്പ് എന്ന് നീ എന്നോട് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയണ തന്തയില്ലാ സ്വഭാവം എനിക്കില്ല, അത് നിനക്കുണ്ട്. മനസ്സിലായ? നീ എന്നെ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്, പിന്നെ നീ പറഞ്ഞു നീ അത് പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മനസ്സിലായ? ഞാൻ അങ്ങനെ പറയാനും ഉദ്ദേശിക്കുന്നില്ല. നിന്നെ പോലുള്ള ചെറ്റ നാറികളെടുത്ത് കോംപ്രമൈസോ ഒരു രീതിയിലുള്ള സോഫ്റ്റ് കോർണറോ എൻ്റെ സൈഡിൽ നീ പ്രതീക്ഷിക്കുക പോലും വേണ്ടില്ല. എൻ്റെ കുട്ടിയുടെ പ്രായമുണ്ടെന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു, അതില്ല, തീരെ ഇല്ലാണ്ടായിട്ടുണ്ട്. നിനക്കുള്ള മറുപടി നിനക്ക് നെറ്റിയടി കിട്ടുമ്പോൾ നിനക്കത് മനസ്സിലായിക്കോളൂ. പിന്നെ ഏതെങ്കിലും ക്യാരക്ടർ ആണികളുടെ സാമാനം കണ്ടിട്ടുള്ള നിൻ്റെ ഇളക്കം അത് നീ അവളോടങ്ങ് കാണിച്ചാൽ മതി. അത് എൻ്റെ അടുത്ത് കാണിക്കാനായിട്ട് നീ വരണ്ട, നടക്കുന്ന കേസേ അല്ല. മനസ്സിലായില്ലേ? അങ്ങോട്ട് ചെന്നാൽ വിടില്ല. ഹാറ്റ്സ് ഓഫ് ഷെഫീന. ജോർജ് മാത്യു, താങ്ക് യു. സ്ത്രീകളുടെ പ്രിവിലേജ് ഉപയോഗിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് വളരെ മോശമാണ് ഷെഫീന. ഞാൻ എന്താണ് ദ്രോഹിച്ചതെന്നൊന്ന് പറഞ്ഞാണ് മിസ്റ്റർ. ഷെഫീനയ്ക്കെതിരെ അവിടെ ഒരു വീഡിയോ ഇടുകയാണ്. ഷെഫീനയെ ബംഗാളി പൂശി എന്ന് പറയുന്നുണ്ട്. ബംഗാളികളെ മൊത്തം വെച്ചിട്ട് പൂശുന്ന ഒരുത്തിയാണ് ഷെഫീനയെ ബംഗാളി പൂശി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ച് ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കണം. അത് ഷെഫീനായി കിട്ടത്തില്ലടാ. ഇത് വ്യത്യസ്തയാളുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ സാധാരണ അടിമകളല്ലെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബിൽറ്റിൻ മോഡേ ഇങ്ങനെയാണ്. ഞാൻ ചെറിയ പ്രായത്തിലെ ഞാൻ ഇങ്ങനെയാണ്. എന്നോട് പറഞ്ഞാൽ പ്രതികരണം ഇടുന്നുണ്ടാവും, ഞാൻ തിരിച്ച് പ്രതികരിക്കും. ഞാൻ തന്നിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അവർക്ക് വേഗം വേറെ കണ്ടന്റ് കിട്ടാനിട്ടാവും നിങ്ങൾ പറയുന്നതിനെ ഏറ്റു പറയുന്നത്. അതല്ല, ഇപ്പം ഷെഫീനയെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു സംഭവം, അതിൻ്റെ വിജയമാണ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജയമാണത്. ഇപ്പം എൻ്റെ ചാനൽ ആരും അറിയാനും പോകുന്നില്ല. ബിക്കോസ് ഞാൻ എടുക്കുന്ന ടോപ്പിക്കെല്ലാം പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ്, ഞാൻ യുക്തിവാദി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ചിലതൊന്നും ചിലർക്ക് ദഹിക്കുക പോലുമില്ല. ബിക്കോസ് അത്രയും GK ഉള്ളവർക്ക് മാത്രമേ എൻ്റെ സബ്ജക്റ്റുകൾ ദഹിക്കുകയുള്ളൂ. അങ്ങനെയുള്ള എന്നെ വേൾഡ് ഫേമസ് ആക്കി തന്ന അവന്മാരാണ് ചെയ്യട്ടെന്ന്. എനിക്ക് ഭയങ്കര വ്യൂ ആണെന്ന്. ഇപ്പോൾ പണ്ടൊക്കെ 1K പോകുള്ളായിരുന്നു. ഈ 1K 100K സബ്സ്ക്രൈബർ എന്ന് നിങ്ങൾ അളവല്ലേ? സത്യം നോക്കിയ മോളിയാ 1K പോകുള്ളൂ. ഇപ്പം ഞാൻ ചുമ്മാ എന്തെങ്കിലും ഇട്ടാൽ തന്നെ 5K പോകും. അപ്പോൾ എനിക്ക് പ്രിവിലേജ് നടക്കടന്ന് നമുക്ക് കാശ് കിട്ടുന്നുണ്ടോ ആളുകൾ കാണുന്നില്ലേ, നമ്മളെന്ത് ആഗ്രഹിച്ചോ നടക്കുന്നില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ലേഡിയാണ്. ഇത് എന്താണെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇവരൊക്കെ തന്നെ പ്രീ പ്ലാനഡായി ഐക്യമുന്നണി സൃഷ്ടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ആർക്ക് നാണക്കേട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കേ നാണക്കേട് വരും. ഇത്രയും പേര്, അതായത് ടോപ്പ് ലെവലിലുള്ള സീക്രട്ട് ഏജൻറ്റും കാദർ കരിപ്പൊടി ഉൾപ്പെടെയുള്ള ടോപ്പ് ഫിഗർ 1 മില്യൺ സബ്സ്ക്രൈബുള്ള ജാസ്മിൻ ഉൾപ്പെടെ ഒപ്പോസിറ്റ് നിന്നിട്ടും ഷെഫീനയുടെ അകത്തുള്ള രോമം പോലും പറിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല വാട്ട് ദേ ആറെന്ന്. ഇത് നിലപാടുള്ള പെണ്ണിടമാണ്. ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അത്രത്തോളം ക്വാളിറ്റി അവിടെ ഉണ്ടാകണം. അതില്ലാത്തവർക്ക് തിരിച്ചു കൊടുക്കും. ലാഭം നിന്നുണ്ട് കാദർ കരിപ്പൊടി വിച്ചിനെ ഈ MDMA അധികം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിചിമ്പ്രചനമാണ്. അതെന്നെയാണ് പറഞ്ഞതെന്ന് അൽത്താഫാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് ഈ പെറ്റീഷനിൽ അൽത്താഫ് വ്ലോഗിനെ സാക്ഷിയാക്കി വെക്കേണ്ടി വന്നത്. കാദർ കരിപ്പൊടി എന്നെ തെറി വിളിച്ചു എന്നുള്ളത്, പിച്ചിന ബിച്ചി എന്ന രീതിയിൽ എന്നെ തെറി വിളിച്ചു എന്നുള്ളത് വാക്കുമൂലം തന്നിരിക്കുന്നത് അൽത്താഫ് വ്ലോഗാണ്. അവൻ വന്ന് ആൻസർ പറയട്ടെ, അല്ലെങ്കിൽ അവൻ മാറ്റി പറയട്ടെ, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഒരു ദിവസം എന്തായാലും സ്റ്റേഷൻ വരെ വരേണ്ടി വരുമോ? എനിക്കും അത്രയും ഉദ്ദേശ ലക്ഷ്യമുള്ളൂ. ഒരുപാടങ്ങ് കൊണയടിക്കുന്നവന്മാർക്ക് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമോ ഷെഫീന കാരണം? ദാറ്റ് ഈസ് മൈ പ്രിവിലേജ്. ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അതാണ്. പിന്നെ ബാക്കിയുള്ളവർ തരുന്ന സർട്ടിഫിക്കറ്റ്, ഷെഫീന ഭയങ്കര ഡീസൻ്റ്, എനിക്ക് നിങ്ങളുടെ കൾച്ചർ സർട്ടിഫിക്കറ്റ് വേണ്ട. ആ കൾച്ചർ സർട്ടിഫിക്കറ്റ് റേഷൻ കടയിൽ കൊടുത്താൽ റേഷൻ കിട്ടൂല, അവിടെ പുത്തൻ എണ്ണി കൊടുക്കണം. ആ ക്യാഷ് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ അഡ്രസ്സൊക്കെ ധൈര്യമായിട്ട് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
എവരി വൺ, ആർക്ക് വേണം പോയി അന്വേഷിക്കാനാണ് അഡ്രസ്സ് പറയണത്. പോയി അന്വേഷിച്ചോ, പോയി അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ വിവരങ്ങളോട് കൊടുക്കണം എന്ന് പറയാം. പിന്നെ ഞാൻ പറയുന്ന സത്യം, ഇന്നിപ്പോൾ ഞാൻ എടുത്ത ടോപ്പിക്ക് ഹൈലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ആണ്. ഹൈലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഭർത്താവിന് എത്ര വയസ്സുണ്ടെന്നോ, എനിക്ക് എത്ര കല്യാണമെന്നോ, ഞാൻ എത്ര തൂറിയെന്നോ, എൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഞാൻ തീട്ട എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. വാട്ട് ഐ സെഡ്, അതിനകത്ത് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പോണൻ്റായിട്ട് പറയാം. അല്ലാത്ത അത് പറയുമ്പോൾ അത് നാണം കെട്ടൊരു പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കൊച്ചിനെ കാണിച്ച എല്ലാവരുടെയും സ്നേഹം പിടിച്ചു വാങ്ങുന്ന ആൾ ആണെന്ന എനിക്ക് കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, കാന്തറിക്ക ഒരു തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല. ഷെഫീന ചേച്ചി വെറുതെ പറയുകയാണ്. ആദ്യത്തെ വിരുദ്ധ നിന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് എൻ്റെ ഇതിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ടല്ലോ. ഷെഫീന ചേച്ചി അല്ലടാ ആദ്യത്തെ അത് പറയുന്നത്, ഞാനല്ല പറഞ്ഞത്. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നോ, അവൻ തീവ്രവാദിയാണെന്നോ, കുറ്റവാളികളുടെ കൂട്ടായ്മയാണെന്നോ ഞാനല്ലടാ പറയുന്നത്. അത് പറഞ്ഞത് CI റാങ്കിലുള്ള ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ഒരാളാണ് പറഞ്ഞത്. ആ വീഡിയോ ഉൾപ്പെടെ ഞാൻ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹണി ട്രാപ്പ് എന്ന രൂപയാണ് ഒരു പെണ്ണ് കൊടുത്തപ്പോൾ, ഒരു പെണ്ണ് 10 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് അവൻ്റെ പേർക്കുണ്ട്. ഹണി ട്രാപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുമായിട്ട് സെക്ഷൽ ടോക്ക് നടത്തുകയും തുണി ഊരി അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവൾ പൈസ ചോദിക്കും, ആ സാധനം വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട്. അപ്പം ഇവൻ പെണ്ടാട്ടി അല്ലാത്ത ഒരുത്തിക്ക് തുണി ഊരി കാണിച്ചു കൊടുത്തു എന്നുള്ളത് വ്യക്തം. അപ്പം അതിനകത്ത് എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയത്തില്ലേ, ആളാരാ, അവൻ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ 4 കല്യാണം കഴിച്ച കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലായില്ല? ഇതൊന്നും പോരാണ്ട് മുഹമ്മദ് നബിയെ ഞാൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ട് വരുന്നത്. ഇവിടെ നിങ്ങളിത് എന്ത് കുന്തമാണെന്ന് പറഞ്ഞാലും ഒന്നുമില്ല, ഞാൻ മിണ്ടാറില്ല. അറിഞ്ഞുകൂടാത്തൊരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് തരുന്നില്ല. ഞാനിട്ട കണ്ടന്റ് കറക്റ്റ് ആണോ, മീൻസ് ലീഗലാണോ, ഞാൻ കണ്ടില്ല. ആയി സുഖമാണോ, ആയി മുഹമ്മദ്, ആയി മാം, എനിക്ക് വയ്യ, ഞാൻ പോണം. ഇങ്ങനെ പറഞ്ഞുകൂടാതാണ് ലാഭം പറയുന്നത്. അപ്പം ഇതാണ് വസ്തുത. ഇതിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെയും എനിക്ക് സാവകാശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുത്ത് ഓരോരുത്തർക്ക് മറുപടി കൊടുക്കാത്തത്. ആൻഡ് ഓൾ ടോട്ടൽ ഇത് തന്നെയാണ് സ്റ്റോറി. ഞാൻ ഫരീദയെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ടീമുകളെല്ലാം കൂടെ അപ്പുറത്ത് നിൽക്കുന്നത്. പിന്നെ സീക്രട്ട് ഏജന്റിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നല്ല അസാധ്യ കുശുമാണ്. അപ്കമിങ് ആയിട്ടുള്ള ആരെയും അവൻ പണി കൊടുക്കും. അവൻ പണി കൊടുത്ത കുറേ പേരുടെ ഡീറ്റെയിലാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്കമിങ് ആര് വന്നാലും അവൻ പറയണത് പടുപൊട്ടത്തരവും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ കഥയുമാണ്. അല്ലാതെ അവനിക്ക് ജെന്യുവൻ ആയിട്ടൊരു ഒപ്പീനിയൻ പറയാൻ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എല്ലാത്തിലും ഡുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരുത്തനാണ്. അപ്പം അങ്ങനെയുള്ള കുലടാൻ എന്നെ പറ്റി മോശം പറഞ്ഞാൽ കുലട്ട് കാര്യം ഞാൻ വിളിച്ചു പറയും. അപ്പം അതിനകത്ത് എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഒരു വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ ക്രോപ്പ് ചെയ്തത്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ പറയാവുന്ന ആ വാഴ, എന്നെ പറ്റി പറഞ്ഞ പടുമോശത്തിന് ആ വാഴയ്ക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ പച്ചയ്ക്ക് ഞാൻ അങ്ങ് പറയുകയും ചെയ്യും. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ഈ ഒരു വിഷയത്തിൽ വേണ്ട. ഓക്കെ, ഓന്തിനെ പോലെ നിറം മാറും എന്ന നിലപ്പിൽ. പിന്നെ ഇരുന്ന് മോങ്ങുന്ന ഒരു ക്യാരക്ടറാണ്, ഇരുന്ന് മോങ്ങുന്നുണ്ട്. ക്യാരക്ടറാണ് മോങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടു, നിങ്ങളത് കണ്ടായിരുന്നു? എന്താ വാണി, നിങ്ങളെ ഞാൻ ഇവിടെ വരുത്തും. ആരാ ഇപ്പം ഇവള് കളക്ടറാ, ഇവളൊരു സാധുന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇവള് പറയണേണ് എന്നെ ഇവിടെ വരുത്തി കാണിക്കുന്നു. എന്തിന്, എന്തടിസ്ഥാനത്തിൽ? എടി ജോലിയിൽ ജീവിക്കടി എന്ന് ഞാൻ പറഞ്ഞതിനാണ് ഇവിടെ വരുത്തി കാണിക്കുമെന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് ജലജ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അവളെ പറ്റി പടുമോശം പറഞ്ഞു, നാളെ നിങ്ങൾ എന്നെയും പറയും. എൻ്റെ മക്കള് നാട്ടുകാരിങ്ങനെ പറയണ എനിക്കിഷ്ടമല്ല. നന്നായി നീണാൽ വാഴട്ടെ എന്ന് എനിക്ക് ജലജയോട് പറയാനുള്ളൂ. നീണാൽ വാഴട്ടെ നീ. കാരണം ഞാൻ അറം പറ്റി പറഞ്ഞു കളയും. അത് കർമ്മ വിൽ ഗീവ് യു ആൻസർ. മനസ്സിലായ? എൻ്റെ കുട്ടികളുടെ അടുത്ത് വെച്ചിട്ട് നീ ഒരുമാതിരി വർത്തമാനം പറഞ്ഞതിന് കർമ്മ വിൽ ഗീവ് യു ഗുഡ് ആൻസർ ആൻഡ് വെയിറ്റ് ഫോർ ദാറ്റ്. ഇതുവരെയും എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. നിനക്കത് കേൾക്കാം. നീ അത് വാങ്ങിക്കൊണ്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എന്നാന്ന് എന്നെ വിളിച്ചോ പോരെ. അൽത്താഫിൻ്റെ വീഡിയോ കണ്ടു. അവൻ പറയുന്നുണ്ട് ഷെഫിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ ആളുകളുണ്ട്, അവരെല്ലാ കാര്യവും വിളിച്ചു പറയുന്നുണ്ടെന്ന്. സുനിത സുമി, എനിക്കറിയാം. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഔട്ട്സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ ശത്രുക്കൾ തന്നെയാണ് അതിനകത്തുള്ളതെന്ന് എനിക്കറിയാം. അത് യുക്തിവാദികളും എക്സ് മുസ്ലിംസും കുറച്ചധികം തീവ്രമായ ചിന്തകരും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ്. ഒരുപാട് പേര് അതിനകത്തുണ്ട്. എന്തിനാണ്? സുഡാപ്പിയുടെ മെയിനായിട്ടുള്ള സുഡാപ്പി അംഗങ്ങൾ പോലും അതിനകത്തുണ്ട്. എനിക്ക് എല്ലാവരെയും അറിയാം, ആരാണ് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അതിനകത്ത് കൃത്യം ഡീറ്റെയിൽസ് അറിയാം. ഞാൻ ആ ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് സീക്രട്ട് മോഡ്സ് എന്ന് പറഞ്ഞൊരു പേഴ്സണൽ ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഒരു പട്ടിച്ചാത്തനും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രഹസ്യങ്ങളില്ല.
ഞങ്ങൾ രഹസ്യമായിട്ട് ഒരു കാര്യവും പറയുകയോ രാജ്യവിരുദ്ധ പ്രവർത്തനമോ ഒന്നും ഞങ്ങൾ നടത്താറില്ല. അങ്ങനത്തെ പരിപാടി ഞങ്ങൾക്കില്ല. നേർക്ക് നേരെ പോലും ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിലുള്ള ഇല്ലീഗൽ വർക്കിനും പോകുന്ന ആൾക്കാരല്ല. അപ്പം ഞങ്ങൾക്ക് ഈ മടിയിൽ ഖനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്നൊരു കഥയുണ്ട്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായ? അനു അൻഷിത വേൾഡ് ഷെഫീന ബീബി, താങ്ക് യു. ചേച്ചി ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് മോൾക്ക് വയ്യാത്തോണ്ട് എന്ന് ഒരു ന്യായം, അതൊക്കെ കള്ളമാണ്. അതൊക്കെ വെറും കളവാണ്. കളവ് മുഴുക്ക അവൾ പറയുന്നു. കളവ് മാത്രമാണ് പറയുന്നത്. കാരണം ഏതോ ഒരു വീഡിയോ ഉണ്ടല്ലോ പോയി പിടിക്കുന്നത്, മറ്റേ വീണ കൊച്ചു പോയി പിടി, അതൊക്കെ ട്രൂ ആണെന്ന് അവൾ സമ്മതിക്കുന്ന വോയിസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് കൂടുതൽ എന്തുവാ, അവൾ സമ്മതിക്കുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ പ്രശ്നം ക്യാരറ്റാണ്. ക്യാരറ്റ് ഈസ് ആൻ ഇഷ്യൂ, വെരി ബിഗ് ഇഷ്യൂ. അപ്പോൾ അത് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ആണുങ്ങൾക്കും അത് പറ്റുമെന്ന് വരത്തില്ല. അത് സഹിക്കാൻ എല്ലാ ആണുങ്ങളും സമ്മതിച്ചെന്ന് വരത്തില്ല. അരയിഞ്ചൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ക്യാരറ്റ് കൊണ്ട് സാറ്റിസ്ഫൈ ആകുന്നവർ അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈ ആവുക എന്നുള്ളതാണ്. ഇത് എന്നെക്കൊണ്ട് പറയിക്കുന്നതാണ്. മനസ്സിലായോ? ഒരു കാരണമല്ല. എൻ്റെ കെട്ടിയവൻ ചത്തു ആടി, എൻ്റെ കെട്ടിയവൻ ചത്തു, പൊലവടി അടിയന്തരം നീയാണ് നടത്തിയത്. എന്തൊക്കെ മോശമാണ്. ഞാൻ സാധാരണയാണ് എന്നെ ഇങ്ങനെ പറഞ്ഞ ഒരാളെ ഞാൻ വെറുതെ വിടൂ. ഞാൻ ആ ചാനലേ നോക്കാറില്ലായിരുന്നു. ഞാൻ ആ ചാനലേ നോക്കില്ല. അവളങ്ങ് ഇരുന്നു അടി വീടും പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വീഡിയോ എടുക്കുന്നതല്ലേ, ആ കട്ടിലൊന്ന് പറക്കി ഒതുക്കിയെങ്കിലും വെച്ചൂടെ. അത്ര കഴപ്പാണ്. സ്വന്തം വീടൊന്ന് വൃത്തിയാക്കി പോലും വെക്കത്തില്ല. വലിച്ച് വാരി ഇട്ടിട്ടാണ് അതിൻ്റെ നടുക്ക് കുറേ പട്ടിയെ വെച്ചിട്ടാണ് വീഡിയോ പോലും എടുക്കുന്നത്. അവളെ അടുത്താണ് നമ്മൾ ജോലി ചെയ്യാൻ പറയുന്നത്. സ്വന്തം വീട്ടിലെ ജോലി ചെയ്യാനേ എന്നെ വയ്യ. വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ പോലും ഇല്ല. അയ്യോ, ആരാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഇപ്പം ഒരു പെണ്ണുമ്പിളയെ വിളിച്ചിട്ട് അവരെ വിരട്ടി അവരെ കൊല ചെയ്തിട്ട് അവസാനം അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തു. അവർ കിട്ടിയില്ലെങ്കിൽ അവർ ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ പെണ്ണുമ്പിളയ്ക്ക് വേറെ ബന്ധമുണ്ടെന്ന്. എങ്ങനെയുണ്ട്? ആ സ്ത്രീയെ കൊല ചെയ്തേക്കുന്നു. വല്ല കാര്യമുണ്ട്? ഒരു കുടുംബം നശിപ്പിക്കാനായിട്ട് അതിൽ നിന്നാണ് വീണയെ കാണണമെന്നുള്ളൊരു ഇത് എനിക്ക് വന്നത്. വീണയെ ഞാൻ കാണണമെന്ന് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം, ഒരാൾക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒരാളെ നശിപ്പിക്കാനായിട്ട് ഞാൻ ഇറങ്ങി നിൽക്കത്തില്ല. ഞാൻ ആരാണെന്ന് പോലും റിവീൽ ചെയ്യത്തില്ല. എൻ്റെ കയ്യിലുള്ള ഒരു സാധനവും മറ്റൊരാൾക്ക് പ്രോബ്ലം, അത് അസ്ലാം മാളിയുടെ കേസിൽ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ പറയത്തില്ല. ഞാനായിട്ട് ആരെയും നശിപ്പിക്കത്തില്ല. പക്ഷെ അവർ തന്നെ വന്ന് നാശം വാങ്ങി എടുത്തുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഈ വിഷയത്തിൽ ഇപ്പം നമ്മൾ തമ്മിലൊരു തർക്കം, ഇപ്പം ഞാനും എൻ്റെ ആമിയും കൂടെ നല്ല അടിയുണ്ടാവും. സത്യത്തിൽ ഞങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ്. ആമിയുടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് സംസാരിച്ചിട്ടാണ്, അവർ രണ്ടും കൂടെ പ്ലാൻ ചെയ്താണ് ഞങ്ങളെ ഒന്നിപ്പിക്കുന്നത്. അപ്പം ഞാനും അവളും കൂടെ ചെറിയ അലസണ്ടകൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ആമി വെല്ലൂരാണ്. ആമി ചിലപ്പോൾ സൺഡേക്ക് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പം ഞങ്ങളുടെ സൗഹൃദ ബന്ധം അങ്ങനെയാണുള്ളത്. ക്യാഷിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ 100% ഞങ്ങൾ തമ്മിൽ തീർക്കുമെന്നതിനപ്പുറം ഞാൻ അവളെ കെട്ടിയവനെ വിളിച്ചിട്ട് എടാ പിന്നെ നിൻ്റെ പെണ്ണുമ്പള അവൻ്റെ കൂടെ ലവ് ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ കിടന്നതാണ്, അവൻ്റെ കൂടെ പോയതാണെന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. അതിനാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വം ഇല്ലായ്മ കൊണ്ട് നശിക്കപ്പെട്ട ജീവിതം അവളുടേത് മാത്രമല്ല, മറ്റൊരു പാവം കുട്ടിയുടേതാണ്. ആ കുട്ടിക്ക് ജീവിതം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, 2 പിഞ്ച് പൈതലുകൾ നഷ്ടപ്പെട്ടു. അതിൽ ഇളയ കുഞ്ഞിന് ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് വയ്യ എന്നറിഞ്ഞിട്ട് ഉറക്കം കിട്ടും. എൻ്റെ കുട്ടിക്കൊരു പനി വന്നാൽ എനിക്ക് ഉറക്കം കിട്ടത്തില്ല. ഹാർട്ട് പേഷ്യൻ്റായ കുഞ്ഞിനെ കാണാൻ പോലും കഴിയാത്തൊരു പെൺകുട്ടി കരയുന്നുണ്ടെങ്കിൽ കാരണക്കാരി ആരെന്ന് നിങ്ങൾ ഒതുക്കുക. എത്ര കുലസ്ത്രീകൾ വന്ന് എന്ത് തെറി എന്നെ വിളിച്ചാലും ഞാൻ മനസ്സിലാക്കിയ സത്യം അതാണ്. നിങ്ങൾ ഒരു വശം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരാളുടെ ഡ്രാമയെ കണ്ടിട്ടുള്ളൂ. അവളുടെ ഡേർട്ടി ഫേസ് എന്താണെന്ന് ജനം തിരിച്ചറിയുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും ഉണ്ടാകും. അന്ന് ഞാൻ പറഞ്ഞ ഈ സാധനം ഇവിടെ കിടക്കും, നിങ്ങൾ അന്ന് കണ്ടോളുക. ഞാൻ ഒരാളെയും പേര് സ്പെസിഫിക്കലി പറയത്തില്ല. കഴിഞ്ഞ ഒരാഴ്ചയിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒരു സ്ത്രീയുമായിട്ട് പൈസയുടെ ഇടപാടിൽ തെറ്റിയപ്പോൾ അവളുടെ ക്യാഷ് തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിനെ വിളിച്ച് അവൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത മഹത് വ്യക്തിയാണ് ഈ സൗഹൃദം. അപ്പം അവളെ സൗഹൃദത്തിൻ്റെ ലെവൽ നിങ്ങൾ ഓർത്ത് നോക്കിക്കൊള്ളുക. തന്നെ എൻ്റർടൈൻ ചെയ്യാത്ത ഭർത്താവിന് മറ്റൊരു സ്ത്രീക്ക് ബന്ധമുണ്ടോ എന്ന തോന്നലിൽ ആ സ്ത്രീയുടെ കുടുംബം ശിഥിലമാക്കി അവളുടെ കുട്ടികളിൽ നിന്ന് ആ അമ്മയെ വേർതിരിച്ച് നടുക്കടലിൽ കൊണ്ടു നിർത്തിയത് ഇവളാണ്. ആ കുട്ടി വേറെന്ത് ചെയ്യണമായിരുന്നു? അവിടെ യഥാർത്ഥത്തിൽ വ്യക്തിത്വത്തോടു കൂടി അവൻ പെരുമാറി. ഞാൻ കാരണം നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് ഞാൻ ജീവിതം കൊടുക്കണമെന്ന് അവൻ നിശ്ചയിച്ചു. അവൻ ആരെയും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, അവൻ ആർക്കും ചിലവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കോടതി വിധിയുള്ള സാധനമാണ്. അത് കൃത്യമായി അവൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കളവിൻ്റെ മേൽ കളവ് മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരാൾ. കേസ് അവനല്ല കൊടുത്തത്. മ്യൂച്വൽ കൺസേണിൽ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് അവനല്ല. ഇങ്ങനെ ഒരു 100 സത്യങ്ങൾ ഇതിനകത്തുണ്ട്. മറച്ചു വെക്കപ്പെട്ട വളരെ വലിയ സത്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് ടൈം ആകുമ്പോൾ കൃത്യമായ പേരുൾപ്പെടെ, ഡോക്യുമെൻ്റ് ഉൾപ്പെടെ, കേസ് നമ്പർ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് വന്ന് പറയും.
അതുവരെ എൻ്റെ അടുത്ത് ഈ കാര്യം ആരും ചോദിക്കരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് കൃത്യമായി വന്ന് ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ ഒരു വിഷയവുമായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ 100% ആ വിഷയത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ അപ്പവും പൂടയും വലിച്ചു പറിച്ച് കൊണ്ടുവന്ന് കാണിച്ചിട്ടേ പോകുള്ളൂ. പിന്നെ ബാക്കി നാടകം, എന്താ പറയണേ, അഭിനയങ്ങൾ, അയ്യോ അതൊക്കെ കാണിച്ചോട്ടെ, അത് എന്ത് കുത്തു വേണോ കാണിച്ചോട്ടെ. എനിക്ക് കൃത്യമായ എവിഡൻസ് ഉണ്ട്. എന്നോട് പറഞ്ഞ അതേ സമയം തന്നെ രഞ്ജു ഐ നോ ദാറ്റ് സമയം ഒരുപാടാണ്. എന്നോട് പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ വേറെ 2 പേർക്ക് ഒരേ വോയിസ് 2-3 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവർക്ക് പോലും 3 മാസം ജയിലാണ്. കൗൺസിലിംഗ് അല്ല, 3 മാസം ജയിലാണ്. നിയമപ്രകാരം ആത്മഹത്യ ടെൻഡൻസി കാണിക്കുന്നത് പോലും 3 മാസം ജയിൽ ശിക്ഷ കിട്ടാവുന്ന തെറ്റാണ്. കൂടെ കൊലപാതക ശ്രമം, കുഞ്ഞിനെ കൊന്നുകളയും എന്ന് പറയുന്ന അത് കൊലപാതക ശ്രമമാണ്. ഒരു കുഞ്ഞിൻ്റെ റൈറ്റ്സിന് മേലുള്ള കടന്നുകയറ്റമാണ്. കുഞ്ഞു പറഞ്ഞ സാധനം റെക്കോർഡിക്കൽ എവിഡൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നിയമപരമായി തെറ്റുകളാണ്. ഈ തെറ്റുകളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു പ്രശ്നവുമില്ല. ചുമ്മാതെ ഇവിടെ ഇരിക്കുന്ന ഷെഫീനയ്ക്കാണ് കുഴപ്പമെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചോ, എനിക്കൊരു തർക്കവുമില്ല. ഈ പറയുന്ന എല്ലാ യൂട്യൂബേഴ്സും ഷെഫീന എടുത്തു വെച്ചാലക്കട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷെ മറുപടി കിട്ടുമ്പോൾ കരയരുത്. ഷെഫീന തള്ളക്കി വിളിക്കുന്നു, ഷെഫീന തെറി വിളിക്കുന്നു, ഷെഫീന അത് പറയുന്നു, ഷെഫീന ഇത്, ഈ കരച്ചിൽ പാടില്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾ ആവശ്യം പോലെ പറഞ്ഞു, പക്ഷെ തിരിച്ച് ഞാൻ പറയും, ഞാൻ മിണ്ടാതിരിക്കത്തില്ല. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം കവറപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ഈ പേഴ്സണൽ സ്റ്റോറി ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇത് വ്യക്തമായിട്ട് കുറേ അധികം ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുള്ളത് പബ്ലിഷ് ചെയ്യാനുള്ള സാവകാശം എനിക്ക് തരണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, 1-2 ഫയലും കൂടെ ഒന്ന് ക്ലിയർ ആവാനുണ്ട്. അപ്പോൾ ഞാൻ കേസ് നമ്പർ ഉൾപ്പെടെ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും. എവറിത്തിങ്, ഈ പറഞ്ഞ ഒരു സാധനവും വെറുതെ എറണാകുളത്തേക്ക് പറഞ്ഞതല്ല. അപ്പോൾ ജിനു എന്നെ കാണുന്നുണ്ടെങ്കിൽ ജിനു തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കണം. ഞാൻ നിങ്ങളെ വീട് കയറി ആക്രമിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് സ്പെസിഫിക്കലി അവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ നിൻ്റെ അടുത്ത് ഞാൻ പറയാം. നീ ഇതിന് കുറച്ച് ദിവസം മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് നീ പറയുന്നുണ്ട് അവർ കള്ളമാണ് പറഞ്ഞത്, അവരിവിടെ വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതും കൂടെ ഞാൻ എടുത്തു കൊണ്ടുവന്ന് കൗണ്ടർ കൊടുക്കും. അപ്പം നാണം കെടും. അപ്പം അത് ഒന്ന് ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് മാത്രം ഇട്ടേക്കുക. അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് അത് വെച്ചേക്കുക. നീ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. 2 വളർത്തി കാൽ ചവിട്ടി നിന്നാൽ കീറിപ്പോവും. മനസ്സിലായ? കീറുമ്പോൾ ഭയങ്കര മോശമായിരിക്കും ഇവിടെ. എല്ലാവരും വളരെ ആക്രമിക്കുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും നിങ്ങളുടെ പക്ഷത്ത് എവിടെയൊക്കെ ശരിയുണ്ടെന്ന്. താങ്ക് യു ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത്രേ ഇതിനകത്ത് എനിക്കും പറയാനുള്ളൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുണ്ട്, എന്നെ ഒഴിവാക്കുക. അതുകൊണ്ടാണ് എൻ്റെ ചാനലിന് ചിലരെ സ്ട്രൈക്ക് അവർ തന്നത്. അതിനകത്ത് കൃത്യമാണല്ലോ, ഞാൻ അതൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരണ്ടല്ലോ. എൻ്റെ ചാനലിന് പോലും സ്ട്രൈക്ക് തന്നാൽ എൻ്റെ ചാനൽ ഒഴിവാക്കാൻ നോക്കി. ഇപ്പം ഞാൻ ഓൾറെഡി ചേച്ചി തലയ്ക്ക് മാത്രം പറയണ്ട, പാവം അമ്മമാർ ഒന്നും അറിയുന്നില്ല, ഒരു റിക്വസ്റ്റാണ്. അനന്തു സോറി അനന്തു, അത് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കത്തില്ല. കാരണം ഇങ്ങനെ ഇപ്പം എൻ്റെ മകൻ ഒരു ലൈവ് വന്നിട്ടിട്ട് ഒരു കുട്ടികൾ ഒരാളെ ചീത്ത പറയും. ഇപ്പം അവന് 26 വയസ്സുണ്ട്. ആ മകൻ ഒരാളെ ഫ്ലേർട്ട് ചെയ്തതായിട്ടോ, ഒരു പെൺകുട്ടിയെ ടീസ് ചെയ്തതായിട്ടോ, മോശം മെസ്സേജ് അയച്ചതായിട്ടോ ഇന്നവരെ ഇല്ല. അവൻ പഠിച്ച സ്കൂളിലോ അവൻ പഠിച്ച കോളേജിലോ ഒരു പെൺകുട്ടികളുമായിട്ട് ഇതുപോലൊരു ഇമ്മോറൽ സാധനം ചെയ്തതായിട്ട് ഇന്നവരെ ഇല്ല. ഓക്കെ, അങ്ങനെ ഇല്ലാത്ത എൻ്റെ മകൻ ഞാൻ വളർത്തിയതിൻ്റെ മെച്ചമാണത്. എന്തുകൊണ്ടെന്നറിയാം, ഞാൻ അവനോട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയും. ഒരു കൊലപാതകം നീ ചെയ്തിട്ട് വന്നാലും ഉമ്മ നിൻ്റെ ഒപ്പം നിൽക്കും. പക്ഷെ നീ കാരണം ഒരു പെണ്ണ് കരഞ്ഞാൽ നിൻ്റെ ഉമ്മ മരിച്ചു എന്ന് നീ വിചാരിച്ചോ, ഞാൻ നിന്നെ കൊന്നിട്ട് മരിക്കും. അത് വേണമെങ്കിൽ അവനെ കൊണ്ട് പറയിക്കാം, മമ്മി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന്. വേണമെങ്കിൽ അവൻ തന്നെ വന്ന് പറയും. കാരണം എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഡിമാൻഡ് അതാണ്. നിങ്ങൾ കാരണം ഒരു സ്ത്രീ കരഞ്ഞു എന്ന് ഞാൻ കേൾക്കരുത്. എനിക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ജീവിച്ചിരിക്കില്ല. എൻ്റെ വളർത്തു ദോഷം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ മക്കൾ പെണ്ണുങ്ങളെ കരയിക്കുന്നത്. അതെന്തടിസ്ഥാനത്തിലായാലും ഡൗൺ ടു എർത്ത് പോയാലും നീ കാരണം ഒരു പെണ്ണ് കരയരുത് എന്നുള്ളത് എൻ്റെ വാശിയാണ്, എൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. എനിക്ക് ആഹാരം തരണ്ട, അവർ പഠിച്ചെങ്ങും എത്തണ്ട, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ കൃത്യമായി അവരോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ മക്കള് തള്ളയ്ക്ക് വിളിച്ചാൽ ഞാനത് അർഹിക്കുന്നു. എൻ്റെ മകൻ ഞാൻ ഈ പറഞ്ഞതിൻ്റെ മുകളിൽ പോയി ഒരു പെണ്ണിനെ തെറി വിളിക്കുകയോ ഒരു പെണ്ണിനെ കരയിക്കുകയോ ഒരു പെണ്ണിനെ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ വിളിച്ചാൽ, എന്നെ വേശി എന്ന് അവൻ വിളിച്ചാൽ ആ വിളി ഞാൻ അർഹിക്കുന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ വിളിക്കും. ഓക്കെ മുഹമ്മദേ, പറ, നമുക്ക് പറയാനുള്ളത് പറ.
ദിസ് ഈസ് യുവർ ക്വാളിറ്റി, ദാറ്റ്സ് ഇറ്റ് അത്രയേ ഉള്ളൂ. ഞാൻ അത് സംശയം ഉണ്ടെങ്കിൽ മക്കളോട് ചോദിച്ചു നോക്കുക, എൻ്റെ കുട്ടികളടുത്ത് സംസാരിച്ച് നോക്കുക. ഞാൻ എപ്പോഴും അത് തന്നെയാണ് പറയണത്. ഈ ഇളയ വാവയും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അട്രാക്ഷൻ തോന്നുന്നു, ആ കുട്ടിയുടെ അട്രാക്ഷൻ തോന്നുന്നു എന്നൊക്കെ വന്ന് പറയുമ്പോഴും ഞാൻ അവനോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇഫ് യു ആർ സോ സീരിയസ് ഗെറ്റ് ഇൻ ടു ദാറ്റ് റിലേഷൻഷിപ്പ്, അതർവൈസ് ഇഗ്നോർ, സ്റ്റേ അവേ ഫ്രം ദീസ് ലേഡീസ്. ഒരു കാരണവശാലും ഈ ഒരു സാധനം ഞാൻ ടോളറേറ്റേ ചെയ്യത്തില്ല. അത് ഞാൻ എൻ്റെ നിർബന്ധം. അത് ഞാൻ ഞാൻ വളർത്തിയത് അങ്ങനെയാണ്. എല്ലാ അമ്മമാരും അങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ തള്ളക്ക് വിളി തന്നെ കിട്ടണം. അടിയാണ് പറ്റിക്കേണ്ടത്. കൊച്ചുമക്കൾ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ അടി അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത്. നിന്റെ ഉത്തരവാദിത്വമാണ് നിന്റെ കുഞ്ഞ് പീഡിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. നീ കണ്ണുകാവലോടെ നോക്കാതെ നിന്നിട്ടാണ് നിന്റെ കുട്ടീനെ അതുങ്ങൾ ഉപയോഗിച്ചത്. അന്ന് ആ കുറ്റബോധം ഉണ്ടല്ലോ, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മളെ കുഞ്ഞിൻ്റെ അസുഖം വന്ന് മരിച്ചു പോകണമൊക്കെ റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലുന്നത് അത്രയും തീവ്രമായ നെഞ്ചുകുത്തുണ്ടാവും. അപ്പോൾ ആ അമ്മയായവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അമ്മ എന്ന രീതിയിൽ ആ തെറി അർഹിക്കുന്നു. ഞാനൊരു കക്കൂസ് കുഴി എന്ന് അൽത്താഫ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അൽത്താഫിൻ്റെ ഉമ്മ അർഹിക്കുന്ന തെറിയാണ് ഞാൻ കൊടുത്തത്. എന്തുകൊണ്ട് അവൻ ആ സ്ത്രീ ആ മകനോട് പറഞ്ഞു കൊടുത്തില്ല, എന്നെപ്പോലൊരു സ്ത്രീയാണത്, അവരെ അങ്ങനെ നീ പറയരുത്, നിങ്ങൾ എന്തിനെ ഇങ്ങനെയൊക്കെ പറയും, ഇതൊക്കെ മോശമല്ലേ, ഇതൊരു വേടല്ലേ, നിങ്ങൾ കക്കൂസ് കുഴിയാണെന്ന് പറയണേണോ വേട്? അതിലവൻ ജയിച്ചോ? അത് ജയിച്ചതാരാണെന്നറിയാം, ഞാനാ ജയിച്ചേ. അവൻ തോറ്റു. അവൻ മാത്രമല്ല, 8 നില പൊട്ടി വീണത് അവൻ്റെ അവൻ്റെ ഉമ്മായാണ് അവമാനിച്ചത്. അപ്പോൾ അവൻ ഡിസേർവ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെ പ്രസവം, ഒന്നിനെ സിസേറിയനും ഒന്നിനെ നോർമൽ ഡെലിവറി ഞാൻ കഷ്ടപ്പെട്ട് പെറ്റി 2 വെച്ചിട്ടുണ്ട്. ഉമ്മ എന്ന് അവർ വിളിക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർ വിളിക്കട്ടെ, വേറെ ആരും വിളിക്കേണ്ട, എനിക്ക് താല്പര്യമില്ല. ആൻറ്റീന്നോ കിളവിന്നോ തള്ളച്ചിന്നോ അവനൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. കിളവി ആരാ വിളിക്കുന്നത്? സീക്രട്ട് ഏജൻറ്റ്. കിളവി, വേസ്റ്റ്, വാഴ. അപ്പോൾ കൊലടനെന്ന് ഞാൻ വിളിക്കൂലേ? കൊലടനെന്ന് ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ നോവുന്നത് എന്താ? അവൻ എന്നെയല്ലേ വിളിച്ചത്? ഞാൻ എന്ത് വേസ്റ്റ് തരം കാണിച്ച്? എൻ്റെ ഈ ചെറുക്കനിക്കൊരു ചാനൽ ഇട്ട് കൊടുത്താൽ എന്നെക്കാൾ നന്നായി സംസാരിക്കും അവനൊരു ചാനൽ ഇട്ടുകൊണ്ട് നാട്ടുകാർ അവരാഴ്ചോണ്ടിരിക്കുന്ന ഇല്ലല്ല. അവൻ ജോലിക്കല്ലേ പോകുന്നത്? 15,000 രൂപ ശമ്പളം ഉള്ളവളുടെ എൻ്റെ കൊച്ചു തൊഴിലിനാണ് പോകുന്നത്. അവൻ തണ്ടും തടിയുള്ള ഒരാണൊരുത്തനല്ലേ, അവൻ തൊഴിലിന് പോകാതിരുന്ന് നാട്ടുകാരെ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് അവൻ എന്നെ വേസ്റ്റ് എന്ന് പറയാൻ അവൻ്റെ അമ്മച്ചിയാണ് വേസ്റ്റ്. ഇങ്ങനെയൊരു അവതാരത്തിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവനാണ് വേസ്റ്റ് വാഴ, ഞാനല്ല. അപ്പം അത് ഞാൻ മറുപടി പറയും. അത് കേൾക്കാൻ അവന് അർഹതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം കാര്യം പിടികിട്ടിയില്ലേ? സോറി കേട്ടോ, ഇന്ന് കുറേ അധികം നേരം ഇരുന്നു. അത് ഒരാളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഇരുന്നത്. ഞാൻ ഇത്രയും നേരം ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ടെലഗ്രാം നോക്കും തുടങ്ങിയവൻ. ഞാൻ ഓർത്തു നിൻ്റെ ആ കമൻറ്റ് വന്നില്ലല്ലോ ശിവനേന്ന്, എൻ്റെ ടെലഗ്രാം. എനിക്ക് ഉറക്കമില്ലടാ. ഇത് പഴയതാണ്, പുതിയതൊന്നും വന്നിട്ടില്ല. നീ റിഫ്രഷ് ചെയ്യ്. എവിടെടാ തോമസ് 123 ഒന്നൊരു കുട്ടി? അത് അയക്കുന്നുണ്ടോ നീ? 12 വയസ്സുകാരന് നേരെ പ്രകൃതി വിരുദ്ധ പീഡനം. എടാ നിനക്ക് ഈ പീഡനം അല്ലാതെ വേറെ ഒന്നും പറയാനില്ലടാ മുഹമ്മദേ. എടാ പേരിനെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുറ. നീ എന്നും ഇതാണല്ലോടാ മുഹമ്മദേ ഈ പറച്ചില്. നിനക്ക് എന്നും 12-14 വയസ്സുകളെ പിള്ളേരെ കാണാൻ നിനക്ക് എന്താ ചെറുക്കാ? ഒരു വീഡിയോയും വന്നില്ല. പോട്ടെ, ഗുഡ് നൈറ്റ്. ഇപ്പോൾ വരും. ഇവൻ സമ്മതിക്കത്തില്ല. ബൈ. യു മോഡറേറ്റർ ആക്കിയിടാ ഞാൻ അവനെ, മുഹമ്മദിനെ. മുഹമ്മദ് നീ മോഡറേറ്ററാണോ? അല്ല. ഹൈഡ്. ബൈ. എൻ്റെ പൊന്ന് മുഹമ്മദ് പോയാണ്, സമയമില്ല. സമയമെടുക്കും, വിട്. 25 മണിക്കൂറായി ലൈവ്. വാ. റസൂലിനെ നിന്ദിക്കുന്നവന്മാർ മോശമായ അന്ത്യം സൂക്ഷിക്കൂ. നവാസ് മന്നാനി. ഈ നവാസ് മന്നാനി എൻ്റെ ജഡം കണ്ടേ പോവുള്ളൂ.
നിനക്കിത്തിരി നേരത്തെ അയച്ചൂടെ മുഹമ്മദ്? നാളെ പറയാം. മീ ആൻഡ് മോമോ സുഖമാണോ ചേച്ചി? സുഖം. ഒത്തിരി സമയമായോ? 10:45. അതുൽ കോബി നല്ല 2 മക്കൾ. സുനിത സുനി ഈ പാടാ വെച്ചിട്ട് ദേഷ്യം വരുന്നെങ്കിൽ ഒന്നാതെ വയ്യ. ഞാൻ നാളെ ചിലപ്പോഴേ ലൈവ് വരുള്ളൂ. ആ ലവ് യു ചേച്ചി. സുനിൽ ജേക്കബ് ഗുഡ് നൈറ്റ് ചേച്ചി. മുബീൻ ഇഷ്യൂ സൺ ഓഫ് നോനു ഗുഡ് നൈറ്റ്. നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണെന്ന് എനിക്ക് അറിയാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ ലാസ്റ്റ് ഫൈനൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവേണേ. ഒറ്റ കാര്യം കൂടെ. ഇനി മുതൽ എൻ്റെ ചാനലിൽ വന്നിട്ട് തോന്നിവാസം എഴുതി വെക്കുന്നവരെ ഞാൻ ചാനലിൽ നിന്ന് എഴുത്തങ്ങ് കളയും. കാരണം തെറിവിളിക്ക് തെറിവിളി ഞാൻ എഴുതിയിടുമ്പോൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് അത്തരം കമൻസ് റിമൂവ് ചെയ്യുക മാത്രമല്ല ചാനലിൽ നിന്ന് അത്തരം തേവിടിയ മക്കളെ റിമൂവ് ചെയ്ത് കളയുന്നതായിരിക്കും. ഒരു കാര്യവും ഇല്ല, ഒരു രീതിയിലും റോങ് ആയിട്ട്. സാധാരണ വിമർശനങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ ശരിയല്ല ഇതാണ് എന്ന കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള കമന്റ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതേസമയം മറ്റേ മോള്, മറിച്ച മോള്, എരുമ മോറി, ഇങ്ങനെ പർപ്പസ്ലി വന്നിട്ട് ചില കമന്റ്സ് ഇടുന്ന തേവിടിയ മക്കൾ എന്ന് തന്നെ പറയും. പ്രത്യേകിച്ച് അടിമച്ചികളായ കുലസ്ത്രീ തേവിടിച്ചികളെ ഞാൻ റിമൂവ് ചെയ്ത് ദൂരക്കളയും. തർക്കമേ വേണ്ട. നിങ്ങൾ എനിക്ക് വേണ്ട. നിങ്ങളെ കാണാനല്ല ഞാൻ വരുന്നതും. എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന 10 പേരുണ്ടെങ്കിൽ ആ 10 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരെ നിഷ്കരുണം എടുത്ത് ദൂരെ കളയും എന്നുള്ള നിങ്ങളുടെ ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഷെഫീനയ്ക്ക് വേണ്ട. ഓക്കെ, സൗണ്ട് ഇല്ലെന്ന്. 9 o'clock. പഠിക്കാൻ വേണ്ടി അടിക്കും. പണ്ടൊക്കെ ഞങ്ങളെ അമ്മമാര് പറഞ്ഞിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അതൊന്നുമല്ല, നമുക്ക് അത്രയും വലിയ പ്രായമൊന്നുമില്ല. ആ നിലയിൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉമ്മമാര് പറയും അതുകൊണ്ട് എവിടെ കിട്ടിയാലും മനസ്സിലൂടെ കാണിച്ചു കൊടുക്കും. അവിടെ കൂടെ പോട്ടെ, അവിടെ വരെ എത്തിപ്പോട്ടെ. ആ നിലയിൽ ഉസ്താദന്മാരുടെ അടി വാങ്ങി പിടിച്ചത് കൊണ്ടാണ് നിവർന്ന് നിൽക്കുന്ന നിങ്ങളുടെ മുന്നില്. ഇന്ന് ഏതെങ്കിലും ആരാന്റെ മക്കളെ അടിച്ചു നോക്കും, വിവരറിയും. അവൻ പ്രിറ്റെന്ന് 13 കൊല്ലം അകത്തായിരിക്കും. പോക്സോ തിരുവനന്തപുരം ജില്ലയിലിരിക്കുന്ന ഞങ്ങളുടെ പത്രം വായിക്കും. എന്താണ് വള്ളത്തൂരിലെ പോക്സോ കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റ് ചെയ്തു. എന്താ സംഭവിച്ചത്? മദ്രസയിൽ ഒരു അടി കൊടുത്തു പഠിക്കാത്തതിന്. അല്ലെങ്കിൽ അവൻ ശമ്പു വെച്ചു, അല്ലെങ്കിൽ അവൻ തമ്പാക്ക് ചവച്ചു, അല്ലെങ്കിൽ എന്താണ് ലഹരി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു? അവന്റെ ഖുർആനിന്റെ ഇടയിൽ അവന് ലോട്ടറി ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതൊക്കെ കണ്ടപ്പോ ഉസ്താദ് ഒരു അടിയടിച്ചു. അവന്റെ വാപ്പാക്ക് സഹിച്ചില്ല. എവനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ബാലാവകാശ കമ്മീഷനിൽ എന്താണ് കേസ്? പോക്സോ. അല്ലേ മുഹമ്മദ്? ഞാനിത് നാളെ ഒരു ടോപ്പിക്കായിട്ട് ചെയ്താൽ പോരെ? നാളെ ഞാനിതൊരു ടോപ്പിക്കായിട്ട് ചെയ്യാം. ഡീറ്റെയിൽ വേർഷൻ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പോക്സോ എന്താണെന്നും പോക്സോയിലെ എവിഡൻസ് എങ്ങനെയാണെന്നും എവിഡൻസ് ആയിട്ട് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ ഞാൻ നാളെ ചെയ്താൽ പോരെ? പോക്സോയിലെ എത്രാമത്തെ സെക്ഷൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് നാളെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടേക്കാം. ഓക്കെ, നാളെ ചെയ്തേക്കാം. റസൂലിനെയും അഹ്ൽ ബൈത്തിനെയും കുറ്റം പറയുന്നത് നിർത്തി തൗബ ചെയ്യൂ. സൗകര്യമില്ല. ഗുഡ് നൈറ്റ്.